ഹലോ, എല്ലാവർക്കും ദക്ഷിണ ലേണിംഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജോഗ്രഫിയാണ്. അപ്പോൾ ജോഗ്രഫിയിൽ ആദ്യം തന്നെ നമ്മൾ ജിയോമോർഫോളജിയെ പറ്റി പഠിക്കും. എന്താണ് ജിയോമോർഫോളജി? ആ ടേം കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ജിയോമോർഫോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയെ പറ്റിയുള്ള പഠനം. ഭൂമിയെ പറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഭൂമിയുടെ സർഫസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതൊരു പ്ലെയിൻ അല്ല അല്ലേ. അതിൽ ഒരുപാട് എലിവേഷൻസ് ഉണ്ട്, കുറെ ക്രസ്റ്റ് ആൻഡ് ട്രഫ്, റിലീഫ് ഫീച്ചേഴ്സ് ഒരുപാടുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ നിരപ്പല്ല, പ്ലെയിൻ ഏരിയ അല്ല. അപ്പോൾ ഈ ഭൂമിയുടെ സർഫസ് ഫോം ചെയ്തു വന്ന, അതായത് ഒരുപാട് ലാൻഡ് ഫോംസ് നമ്മൾ കാണുന്ന മലകള്, പ്ലേറ്റൂസ്, പിന്നെ റിവേഴ്സ്, വാലീസ്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ ഇത് ഫോം ചെയ്തു വന്ന രീതി, അത് കാലാകാലങ്ങളായിട്ട് പല ഫോഴ്സുകൾ ഭൂമിയിൽ ആക്ട് ചെയ്തത് കൊണ്ട് സംഭവിക്കുന്ന പ്രക്രിയകളാണ് ഈ പറയുന്ന ലാൻഡ് ഫോംസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു ഇവല്യൂഷൻ ഉണ്ടല്ലേ, കാലാകാലങ്ങളായിട്ട് ഇത് ഉണ്ടായി വന്ന രീതികളുണ്ട്. അപ്പൊ ഈ രീതികളെ പറ്റിയാണ് നമ്മൾ ജിയോമോർഫോളജിയിൽ പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഭൂമിയുടെ അകത്ത് നടക്കുന്ന കാര്യങ്ങളെ നമ്മൾ എന്താ പറയാ, എൻഡോജെനിക് പ്രോസസ് എന്ന് പറയും. എൻഡോ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താ? എൻഡോ എന്ന് പറഞ്ഞാൽ ഇന്നെന്ന, അകത്ത് എന്തൊക്കെ സംഭവിക്കുന്നു. എക്സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പുറത്ത്. അപ്പോൾ നമ്മൾ ഭൂമിയുടെ ക്രസ്റ്റിൽ വരുന്ന മാറ്റങ്ങൾ, ഭൂമിയുടെ ക്രസ്റ്റിൽ ഉണ്ടാകുന്ന ലാൻഡ് ഫോംസ്, അത് എന്തിന്റെയൊക്കെ സമ്മിശ്രമാണ്? അകത്ത് നടക്കുന്ന കാര്യങ്ങളുടെയും കുറച്ച് പുറത്ത് നടക്കുന്ന കാര്യങ്ങളുടെയും കൂടെ ഒരു സംയോജനമാണ്. അപ്പൊ പുറത്ത് എന്തൊക്കെ നടക്കുന്നത്? പുറത്ത് എന്ന് പറഞ്ഞാൽ എക്സോജനിക് പ്രോസസ്, എക്സോജനിക് ഫോഴ്സസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കും. വെതറിങ്, മാസ് മൂവ്മെന്റ് എന്നൊക്കെ പറയുന്ന ഇറോഷൻ, ഇതെല്ലാം എക്സോജനിക് ഫോഴ്സസിന്റെ ഉദാഹരണങ്ങളാണ്. അപ്പോ ഭൂമിയുടെ അകത്ത് നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ, വോൾക്കാനിസം, എർത്ത് ക്വേക്ക്, ഭൂമി കുലുക്കം, ഇതെല്ലാം അകത്ത് നടക്കുന്ന കുറച്ച് വ്യതിയാനങ്ങളുടെ ഭാഗമായിട്ടുണ്ടാവുന്നതാണ്. അപ്പോൾ വോൾക്കാനിസം എന്താണ്, എങ്ങനെയാണ് വരുന്നതൊക്കെ നമ്മൾ അങ്ങോട്ട് പഠിക്കും. ഓക്കെ, സോ ഫോഴ്സസ് ഫ്രം വിത്തിൻ ദ എർത്ത് ആർ എൻഡോജനിക് ഫോഴ്സസ്, എൻഡോജനിക് പ്രോസസ്. ആൻഡ് എക്സോജനിക് പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? പുറമേ നിന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഈ അകത്ത് നിന്നുള്ളതിന്റെ എക്സാമ്പിൾ എന്തൊക്കെയാ വരുന്നത്? എർത്ത് ക്വേക്ക് ഒക്കെ അതിന്റെ എക്സാമ്പിൾ ആയിട്ടാണ് വരുന്നത്. അപ്പൊ എർത്ത് ക്വേക്ക് എങ്ങനെയാ സംഭവിക്കുന്നത്? എർത്ത് ക്വേക്ക് എന്ന് പറഞ്ഞാൽ ഭൂമി കുലുക്കം. നമുക്കറിയാലോ, നമ്മൾ ആ എർത്തിന്റെ ക്രസ്റ്റ് എന്ന് പറയുന്നത് എന്താ? ഭൂമിയുടെ പുറമേയുള്ള പാളി. അപ്പൊ അതിൽ ചില മാറ്റങ്ങളും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുന്നു. എങ്ങനെ? അകത്തുള്ള ചില പ്ലേറ്റ്സിന്റെ മൂവ്മെന്റ്, നമ്മൾ ടെക്ടോണിക് പ്ലേറ്റ്സ് എന്ന് പറയും. ആ ടെക്ടോണിക് പ്ലേറ്റ്സിന്റെ മൂവ്മെന്റ് കാരണം ഇപ്പം ഭൂമി കുലുക്കം ഉണ്ടാവുന്ന രീതിയാണ് ഞാൻ പറയുന്നത്. ഒരു ഫോൾട്ട്, ഒരു വിള്ളൽ പോലെ ഉണ്ടാവുന്നു അകത്ത്. അപ്പൊ അത് കാരണം എനർജി പുറപ്പെടുവിക്കുകയാണ്. ഈ എനർജി ക്രസ്റ്റൽ സർഫസിലേക്ക് എത്തുമ്പോഴത്തേക്കും അവിടെ കുറച്ച് മാറ്റങ്ങളും കുലുക്കങ്ങളും ചേഞ്ചസും എല്ലാം ഉണ്ടാവുന്നു. അത് തന്നെയാണ് നമ്മൾ ഭൂമി കുലുക്കം എന്ന് പറയുന്നത്. മാത്രമല്ല വോൾക്കാനിസം നമുക്കറിയാലോ, വോൾക്കാനോ എന്താന്നുള്ളത്. നമ്മുടെ ഭൂമിയുടെ അകത്ത് തന്നെ, നമ്മളെ ഭൂമിയുടെ ലെയേഴ്സിനെ പറ്റിയൊക്കെ ഇനി അങ്ങോട്ട് പഠിക്കും കേട്ടോ. ക്രസ്റ്റ്, മാൻഡിൽ, നിങ്ങൾക്കറിയാമായിരിക്കും, സുപരിചിതമായിരിക്കാം, എന്നാലും നമ്മൾ ഒന്നുകൂടെ നോക്കും. അപ്പോൾ ഈ ഭൂമിയുടെ രണ്ടാമത്തെ ലെയറാണ് മാൻഡിൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഈ മാൻഡിലിന്റെ മുകളിൽ തന്നെ എസ്തനോസ്ഫിയർ എന്ന് പറഞ്ഞൊരു ലെയർ ഉണ്ട്. അപ്പൊ ഇതിലാണ് ഈ മോൾട്ടൺ മാഗ്മ അല്ലെങ്കിൽ ലാവ എന്ന് പറയുന്ന സാധനം, ഈ ഒഴുകി നടക്കുന്ന ഒരു ലെയറാണ് ഈ പറയുന്ന എസ്തനോസ്ഫിയർ. അപ്പൊ ഈ എസ്തനോസ്ഫിയറിൽ നിന്നും ഈ ലാവ പുറത്തേക്ക് വരുന്നു. അതായത് ഈ എർത്തിന്റെ ക്രസ്റ്റിൽ പല വിള്ളലുകളുണ്ട്. ഇതിപ്പം കോറാന്ന് വിചാരിക്കുക, ഇത് മാൻഡിലാന്ന് വിചാരിക്കുക. ചെറിയ ചെറിയ കട്ട്സ് ആൻഡ് ഫിഷേഴ്സ് ഉണ്ടാവും. ഫിഷേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിള്ളലും തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നിന്ന് ഈ ലാവ പുറത്തോട്ട് വരുമ്പോ അത് വോൾക്കാനോ ആയിട്ട് രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഈ വോൾക്കാനിസം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോ ഈ പറയുന്ന മാൻഡിലില് ലാവ ഒരു കൺവെക്ഷണൽ കറണ്ട് പോലെയാണ്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ അതിനെപ്പറ്റിയും സംസാരിക്കും. കൺവെക്ഷണൽ കറണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കൺവെക്ഷൻ എന്താ? കൺവെക്ഷൻ എന്ന് പറയുന്ന സംഭവം എന്താ? ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ വീട്ടിൽ ചായ ഇടുന്ന ശീലമുള്ളവരായിരിക്കും. അപ്പം കട്ടൻ ചായ ഇനി തിളപ്പിക്കുന്ന സമയത്ത് ആദ്യം ഒരു ചെരുവത്തിൽ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിൽ, ഒരു വെസലിൽ വെള്ളം എടുക്കുമല്ലോ. ഈ വെള്ളം നമ്മൾ ആദ്യം ചൂടാവാൻ വെക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് വെള്ളം എങ്ങനെയാ മൂവ് ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷെ തേയിലപ്പൊടി ഇടുമ്പോഴത്തേക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത് അറിയാം. അത് എങ്ങനെയാ അത് സംഭവിക്കുന്നത്? എങ്ങനെയാ? ഇപ്പം ഇതൊരു വെസലാണെങ്കിൽ അതിനകത്ത് ഈ പാത്രത്തിൽ വെള്ളം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്നാണല്ലോ തീ കൊടുക്കുന്നത്.
ഓക്കെ, നമ്മൾ തേയിലപ്പൊടി ഇടുക. അപ്പൊ ആദ്യം തേയിലപ്പൊടി ഇവിടെ സെറ്റിലായി കിടക്കും, അല്ലെങ്കിൽ മുകളിൽ ഇങ്ങനെ കിടക്കും, പയ്യെ പയ്യെ സെറ്റിലാവും. ഇപ്പം ഈ തേയിലപ്പൊടി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കളർ ഇട്ട് കഴിഞ്ഞാലും അതിന്റെ ഇത് വെള്ളം മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇവിടെ ഫുൾ ആദ്യം ടെമ്പറേച്ചർ സെയിം ആയിരിക്കും, തണുത്ത വെള്ളമല്ലേ. ചൂട് കൊടുത്തു തുടങ്ങുമ്പോൾ എന്താ സംഭവിക്കുക, ഇവിടെ അടിഭാഗം ചൂടാവും. ചൂടാകുന്ന മോളിക്യൂൾസിന് കൈനറ്റിക് എനർജി കൂടുതലായിരിക്കും. ഏതെങ്കിലും മോളിക്യൂൾ, അതായത് ഇപ്പൊ ഈ വാട്ടർ മോളിക്യൂൾസ് ഹീറ്റ് ആകുമ്പോഴത്തേക്കും അതിന് കൈനറ്റിക് എനർജി കൂടും. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ വേഗതയുമായി അസോസിയേറ്റ് ചെയ്യുന്ന എനർജി അല്ല. അപ്പൊ അതിന്റെ വേഗത കൂടും. വേഗത കൂടുന്ന ഇതിന്റെ ഡെൻസിറ്റി, ഈ ചൂടാവുമ്പോഴത്തേക്ക് അതിന്റെ ഡെൻസിറ്റി കുറയും. ഡെൻസിറ്റി കുറഞ്ഞു കഴിയുമ്പോൾ ഇത് മേളിൽ വരുമ്പോൾ തണുത്ത വെള്ളത്തിന് ഡെൻസിറ്റി കൂടുതലാണ്. അപ്പം ഡെൻസിറ്റി കൂടിയ തണുത്ത വെള്ളം താഴോട്ട് പോവും. അങ്ങനെ മേളിലോട്ടും താഴോട്ടും ഇതിങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് ആ ഒരു ടെമ്പറേച്ചർ എല്ലായിടത്തും ഈക്വൽ ആകുന്നവരെ ഇത് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഈ ഒരു പ്രക്രിയയാണ് നമ്മൾ കൺവെക്ഷൻ എന്ന് പറയുന്നത്. ഈ കൺവെക്ഷൻ നമ്മളെ ഭൂമിയുടെ മാൻഡിലും സംഭവിക്കുന്നു. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മുടെ മാൻഡിൽ ചില റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസുകളുണ്ട് കേട്ടോ. റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസുകളുണ്ട്. ഈ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസുകളുടെ ഒരു റിസൾട്ട് എന്ന വണ്ണം ടെമ്പറേച്ചർ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഈ ടെമ്പറേച്ചറിൽ തന്നെ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് കാരണം മാൻഡിലുള്ള പാർട്ടിക്കിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൺവെക്റ്റീവ് കറൻസ് ആയിട്ട് രൂപപ്പെടുന്നു എന്നാ പറയുന്നത്. മേളിലോട്ട് പോവും, താഴോട്ട് വരും, മേളിലോട്ട് പോവും, താഴോട്ട് വരും. അപ്പൊ ഈ മേളിലോട്ട് പോകുന്ന ഈ കൺവെക്റ്റീവ് കറണ്ട് ഏതെങ്കിലും ഫിഷർ വഴി പുറത്തോട്ട് വരുമ്പോഴാണ് എന്താ സംഭവിക്കുന്നത്, വോൾക്കാനിസം പോലെ ലാവ പുറത്തോട്ട് ഒഴുകുന്നത്. ഓക്കെ, ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില തിയറികളൊക്കെ ഉണ്ട്. സീ ഫ്ലോ സ്പ്രെഡിംഗ് എന്നൊക്കെ പറയും. നമ്മളുടെ ഭൂമിയുടെ ക്രസ്റ്റൽ ഫോർമേഷനെ പറ്റി സൂചിപ്പിക്കുന്ന ചില തിയറീസ് ആണ് സീ ഫ്ലോർ സ്പ്രെഡിംഗ് എന്നൊക്കെ പറയും. നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കും. അപ്പോ ഭൂമിയുടെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഭൂമിയുടെ ക്രസ്റ്റിൽ സംഭവിക്കുന്ന ചില മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഭൂമിയുടെ ക്രസ്റ്റിലാണല്ലോ ലാൻഡ് ഫോംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്, ഇത് എങ്ങനെ കാലക്രമേണ രൂപാന്തരപ്പെടുന്നു, അതിന് നമ്മളെ ഇന്റീരിയർ പഠിക്കുന്നത് വഴി അതിനൊരു ബന്ധമുണ്ട്. അപ്പൊ നമ്മളെ ഭൂമിയുടെ ഇന്റീരിയർ പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ ആവശ്യമാണ്. അപ്പൊ ഭൂമിയുടെ ഇന്റീരിയറിനെ പറ്റി എപ്രകാരമാണ് നമുക്ക് അറിവുകൾ കിട്ടുന്നത്, അത് നമ്മൾ നോക്കണം. അപ്പം പല സോഴ്സുകൾ വഴി നമ്മൾ ഭൂമിയുടെ ഇന്റീരിയറിനെ പറ്റി പഠിക്കുന്നു. ഒന്ന് ഡയറക്റ്റ് സോഴ്സ്. ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്ട്ലി കിട്ടുന്നു അറിവ്. ഭൂമിയുടെ ഇന്റീരിയർ എന്താണെന്ന് നമുക്ക് ഡയറക്ട്ലി അറിവ് കിട്ടുന്നു. ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഡയറക്ട്ലി കിട്ടുന്ന കാര്യങ്ങളല്ല, നമുക്ക് നോക്കാം എന്താണ്. അപ്പൊ ഡയറക്റ്റ് സോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീപ്പ് എർത്ത് മൈനിങ് ആൻഡ് ഡ്രില്ലിങ്. ഭൂമിയെ കുഴിച്ചെടുക്കുമ്പോൾ നമുക്ക് ഡയറക്ട്ലി അതിനകത്തുള്ള ലേയേഴ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ പല കാര്യങ്ങളും കിട്ടും അല്ലെ. സ്റ്റോൺസ്, പല രീതിയിലുള്ള മണ്ണ്, അത് നമുക്ക് ഉള്ളിൽ നിന്ന് കിട്ടും. അപ്പൊ ഇതെന്ന് പറയുന്നത് ഡയറക്റ്റ് സോഴ്സ് ആണ്. അപ്പൊ ഡീപ്പ് എർത്ത് മൈനിങ് ആൻഡ് ഡ്രില്ലിങ്. പക്ഷെ ഒരുപാട് നമുക്ക് കുഴിച്ചു പോകാൻ പറ്റില്ല. ഏതൊരു സിനിമയിൽ പറയുമല്ലോ, ഇവിടെ ഇന്ത്യയിൽ നിന്ന് കുഴിച്ചു പോയി കഴിഞ്ഞാൽ അമേരിക്ക എത്തുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും പറ്റത്തില്ല. നമ്മള് മാക്സിമം കുഴിച്ചിരിക്കുന്നത് എത്രയോ 12 കിലോമീറ്റർ എന്തോണം, അതിന്റെ അപ്പുറം നമുക്ക് കുഴിക്കാൻ പറ്റത്തില്ല. കാരണം ഭൂമിയുടെ ഇന്നർ കോർ അല്ലെങ്കിൽ ഔട്ടർ കോർ എന്ന് പറയുന്ന ഒരു മോൾട്ടൺ മാഗ്മ ഉള്ള ഒരു സ്ഥലമാണ്, ഡൈനാമിക് ആണ്. ഇന്നർ കോർ എന്ന് പറയുന്നത് അതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സൂര്യന്റെ പുറമേ ഉള്ള ആ കൊറോണയിൽ അതേ ടെമ്പറേച്ചർ ആണ് ഭൂമിയുടെ അകത്തുനിന്നാണ് പറയുന്നത്. അപ്പൊ അത്രയും ടെമ്പറേച്ചർ ഉള്ള ഭൂമിയുടെ അകത്തേക്കൊന്ന് കുഴിച്ചു പോവുക എന്ന് പറയുന്നത് ഇറ്റ്സ് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ. മാക്സിമം പോയിട്ടുള്ളത് 12 കിലോമീറ്റർ എന്തോ ആണ് കേട്ടോ. അപ്പോ ഡയറക്റ്റ് സോഴ്സസിന്റെ ഒരു ഉദാഹരണമാണ് ഡീപ്പ് എർത്ത് മൈനിങ് ആൻഡ് ഡ്രില്ലിങ്. പിന്നെ രണ്ടാമത്തെന്ന് പറയുന്നത് എന്താ, വോൾക്കാനിക് ഇറപ്ഷൻ ആണ്. എന്തുകൊണ്ട് വോൾക്കാനിക് ഇറപ്ഷൻ ആകുന്നു? വോൾക്കാനിക് ഇറപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ നേരത്തെ പറഞ്ഞു, മാൻഡിലുള്ള ഭൂമിയുടെ മാൻഡിലുള്ള ലാവ പുറത്തേക്ക് പ്രവഹിക്കുകയാണ് വോൾക്കാനിക് ഇറപ്ഷൻ വഴി. അപ്പൊ നമുക്ക് ഭൂമിയുടെ അകത്ത് എന്താണ് മാൻഡിലുള്ളത്, എന്താ പറയുന്നത്, ഇച്ചിരി മോൾട്ടൺ ആയിട്ടുള്ള ലാവ മാൻഡിലുണ്ട്. കോറ് കുറച്ചും കൂടെ തിക്കാണ്, അതിന്റെ താഴോട്ട് കുറച്ച് ഡൈനാമിക്. ഇതൊക്കെ നമുക്ക് മനസ്സിലാകുന്നു ഏത് വഴി, ഇതിനകത്തുള്ള സാധനങ്ങൾ പുറത്തോട്ട് വരുന്ന വഴി, വോൾക്കാനിക് ഇറപ്ഷൻ വഴി പുറത്തോട്ട് വരുന്ന വഴി നമുക്ക് അകത്ത് എന്തായിരിക്കുന്നത് എന്നുള്ളൊരു ധാരണ കിട്ടുകയല്ലേ. സോ വോൾക്കാനിക് ഇറപ്ഷൻ എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് സോഴ്സ് ആണ്. ഇനി ഇൻഡയറക്റ്റ് സോഴ്സ് എന്ന് പറയുമ്പോൾ സീസ്മിക് വേവ്. എന്താണ് സീസ്മിക് വേവ് എന്ന് പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, എർത്ത്ക്വേക്ക്, ഭൂചലനം എങ്ങനെ ഉണ്ടാവുന്നു. ഭൂമിയുടെ അകത്ത് ഏതെങ്കിലും പ്ലേറ്റ്സിന് എന്തെങ്കിലും ക്രാക്കോ ഫോൾട്ടും ക്രാക്കും രണ്ടും വിള്ളല. അപ്പൊ ഇത് ഉണ്ടാകുമ്പോ ഇതിൽ നിന്നും ഒരു എനർജി പ്രവഹിക്കുകയാണ്. ഈ എനർജി ചുറ്റുപാടും എത്തുന്നു,
പുറമേ എത്തുന്നു. അതിനെ നമ്മൾ സീസ്മിക് വേവ് എന്ന് പറയുന്നു. സീസ്മിക് വേവിന്റെ രൂപത്തിൽ എത്തുന്നു. അപ്പൊ ഈ സീസ്മിക് വേവിനെ പറ്റി പഠനം നടത്തുന്നത് വഴി നമുക്ക് അകത്ത് എങ്ങനെയാണുള്ളത് എന്നുള്ളതിനെ പറ്റി ഒരു ധാരണ കിട്ടുന്നു. ഓക്കെ, അപ്പം എർത്ത്ക്വേക്ക് എങ്ങനെയാണ്, എർത്ത്ക്വേക്കിൽ നിന്നും പ്രവഹിക്കുന്ന സീസ്മിക് വേവ് എന്താണ്, അത് ഏതൊക്കെ ടൈപ്പാണുള്ളതെന്ന് നമ്മൾ ഇനി അങ്ങോട്ട് നോക്കും. അങ്ങോട്ട് തന്നെയാണ് നോക്കുന്നത്. മെറ്റീരിയറായിട്ട് ഉൽക്ക, ഇപ്പം ഭൂമി ഉണ്ടായ കാലത്ത് ഭൂമിയുടെ സ്ട്രക്ചർ, ഇപ്പോഴുള്ള സ്ട്രക്ചർ, ഇതിനെ പറ്റിയൊക്കെ പഠിക്കണമെങ്കിൽ അതേ കാലത്ത് തന്നെ ഫോം ചെയ്ത പല ഉൽക്കകളെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ ഭൂമിയുടെ ഇന്റീരിയറുമായിട്ട് സാമ്യമുള്ളതാണ് അല്ലേ. അപ്പൊ നമുക്ക് അതുകൊണ്ട് തന്നെ ഈ ഉൽക്കകളെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ ഭൂമിയുടെ ഒരു ഇന്റേണൽ സ്ട്രക്ചറിനെ പറ്റി ഒരു ധാരണ കിട്ടുന്നു എന്നാ പറയുന്നത്. മൂന്നാമത്തത് മാഗ്നറ്റിക് ഫീൽഡ്. ഭൂമിക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഇപ്പൊ സൂര്യന് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. നമ്മൾ സോളാർ സൈക്കിൾ എന്നൊക്കെ പറയുന്നത് 11 വർഷം കൂടുന്തോറും മാറുന്ന സോളാർ സൈക്കിൾ, അതുപോലെ ഭൂമിക്കുണ്ട്. പക്ഷെ 11 വർഷം കൂടുമ്പോഴൊന്നുമല്ല മാറുന്നത്, 10,000 വർഷങ്ങൾ എടുത്തിട്ടാണ് ഭൂമിയുടെ ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് മാറുന്നത്. അപ്പൊ ഈ ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ്, ഭൂമിയിൽ നിന്നും പ്രവഹിക്കുന്ന മാഗ്മ അല്ലെങ്കിൽ അത് കട്ടിയായി വരുന്ന കല്ലുകൾ, റോക്സ്, ഇതിലൊക്കെ ഈ ഒരു മാഗ്നറ്റിസം ഇംപ്രിന്റഡ് ആണ്. അതിന് നമ്മൾ പാലിയോ മാഗ്നറ്റിസം എന്ന് പറയുന്നത്. അതായത് ഈ കല്ലുകളെ പഠിക്കുന്നത് വഴി ഭൂമിയിലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് എപ്രകാരം ഓറിയന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്കൊരു ധാരണ കിട്ടുന്നു. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് പഠിക്കുന്നത് വഴി ഭൂമിയുടെ ഇന്റീരിയറിനെ പറ്റി ഒരു ധാരണ നമുക്ക് കിട്ടുന്നു. അപ്പൊ ഡയറക്റ്റ് സോഴ്സസ് ഏതൊക്കെയാണുള്ളത്? ഡീപ്പ് എർത്ത് മൈനിങ്ങും ഡ്രില്ലിങ്ങും ഉണ്ട്. പിന്നെ വോൾക്കാനിക് ഇറപ്ഷൻ വഴി നമുക്ക് മനസ്സിലാവുന്നു. ഇൻഡയറക്റ്റ് സോഴ്സസിൽ വരുന്നത് സീസ്മിക് വേവ് ഉണ്ട്, പിന്നെ മെറ്റീരിയറൈറ്റ്, പിന്നെ വരുന്നത് മാഗ്നറ്റിക് ഫീൽഡ്. ഇനി നമ്മൾ അടുത്തത് എർത്ത്ക്വേക്കിനെ പറ്റി പഠിക്കും. അപ്പൊ എർത്ത്ക്വേക്ക് എന്താന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എർത്ത്ക്വേക്ക് എന്ന് പറയുന്നത് ഈ പടം നോക്കിയേ, വലത്തെ വശത്തെ പടം നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു വിള്ളൽ കണ്ടോ? ഒരു ഫോൾട്ട് ലൈൻ ആദ്യം ഉണ്ടാവുന്നു. ആ ഫോൾട്ട് ലൈനിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നിന്നാണ് എനർജി പുറത്ത് വരുന്നത്. ആ പോയിന്റിനെ പറയുന്ന പേരാണ് ഫോക്കസ്. അപ്പൊ ഫോക്കസിൽ നിന്ന് എനർജി വരുന്നു. ഫോക്കസിൽ നിന്നുള്ള എനർജി ചുറ്റും അത് വേവ് ഫ്രണ്ട്സ് ആണ് കേട്ടോ. വേവ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അത് വേവായിട്ട്, ഇപ്പൊ നിങ്ങൾ ഒരു വെള്ളത്തിൽ കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ റിപ്പിൾസ് ഉണ്ടാവില്ലേ, ഇങ്ങനെ റിപ്പിൾസ് ഉണ്ടാവില്ലേ, അതുപോലെയാ ഈ എനർജി പുറത്തോട്ട് പോകുന്നത് കണ്ടോ. അപ്പൊ ഇങ്ങനെ ചുറ്റുപാടും ആരോ ഇട്ട് കാണിച്ചിരിക്കുക, എനർജി ഇങ്ങനെ പുറത്തോട്ട് പോകും. അപ്പൊ ഈ എനർജിയാണ് മുകളിലോട്ട് വരുന്നത്. ഇപ്പൊ ഈ പറയുന്ന ഫോക്കസിൽ നിന്നാണ് ഈ എനർജി ഉണ്ടാവുന്നത്. അപ്പൊ ഈ ഫോക്കസിന്റെ നേരെ മുകളിൽ കാണുന്ന സർഫസിലുള്ള പോയിന്റിനെ പറയുന്ന പേരെന്താ? എപ്പി സെന്റർ എന്ന് പറയും കേട്ടോ. ഫോക്കസിന് മറ്റൊരു പേരുണ്ട്, ഹൈപ്പോ സെന്റർ എന്ന് പറയും. അപ്പോ ഈ വേവ്സ് പല രീതിയിലുണ്ട്. ഏതൊക്കെയാ നമുക്ക് നോക്കാം. സീസ്മിക് വേവ് തന്നെ 2 തരത്തിലുള്ളതുണ്ട്. ബോഡി വേവ്സും സർഫസ് വേവ്. ബോഡി വേവ് എന്ന് പറഞ്ഞാൽ ബോഡിയിൽ, എർത്തിന്റെ ആ ബോഡിയിൽ കൂടെ പോകുന്ന വേവ്സ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് ബോഡി വേവ്സ് ഉണ്ട്, സർഫസ് വേവ് ഉണ്ട്. സർഫസ് വേവ് സർഫസിൽ എത്തുന്ന ഈ സർഫസ് വേവ് ആണ് ഡിസ്ട്രക്ഷൻസ് ഉണ്ടാക്കുന്നത്. ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന വേവ് ആണ് സർഫസ് വേവ്. അത് 2 തരത്തിലുണ്ട്. ഒന്ന് ലവ് വേവ്സ് ഉണ്ട്, പിന്നെ രണ്ടാമത്തെ റെയിലേ വേവ്സ്. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ബോഡി വേവ്സ് ആണ്. ബോഡി വേവ്സിൽ തന്നെ പ്രൈമറി വേവ്സ് വരുന്നുണ്ട്, പി വേവ്സ്, പിന്നെ വരുന്നത് സെക്കൻഡറി വേവ്സ്, എസ് വേവ്സ് ആണ്. അപ്പൊ പ്രൈമറി വേവ്സ് എന്ന് എന്തുകൊണ്ട് തന്നെ പറയുന്നത്, ആദ്യം എത്തുന്നത്, നമ്മൾ ഇപ്പം ഭൂമി ഉൽക്ക നടന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾക്ക് എർത്ത്ക്വേക്ക് ഈ വേവ് ഡിറ്റക്ട് ചെയ്യാനുള്ള പല സെന്റേഴ്സ് ഉണ്ട് നമ്മുടെ സർഫസിൽ, എർത്തിന്റെ സർഫസിൽ തന്നെ. അപ്പോ അതിൽ നിന്ന് നമുക്ക് ആ സ്ഥലങ്ങളിൽ നമ്മൾ ആദ്യം ഡിറ്റക്ട് ചെയ്യുന്ന വേവ് ഏതാ? പ്രൈമറി വേവ്. പ്രൈമറി ആദ്യം വരുന്ന, പിന്നീടേ സെക്കൻഡറി വേവ് വരത്തുള്ളൂ. അപ്പൊ പ്രൈമറി വേവിന്റെ പ്രത്യേകത, കുറച്ച് സവിശേഷതകളൊക്കെ നമ്മൾ പറയാതെ ഇമ്പോർട്ടന്റ് ആണ്. UPSC മുൻ വർഷങ്ങളിൽ ചോദിച്ച് കണ്ടുവരുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ ഈ പി വേവ് എന്ന് പറയുന്നത് ഏത് മീഡിയത്തിലൂടെയും സഞ്ചരിക്കും. സോളിഡ് ആവട്ടെ, ലിക്വിഡ് ആവട്ടെ, ഗേഷ്യസ് ആവട്ടെ. പി വേവ് ഈ 3 മീഡിയത്തിലൂടെ സഞ്ചരിക്കും. അപ്പോ ഈ വേവ്സ് നമ്മളിപ്പം നമ്മുടെ എർത്ത് തന്നെ നോക്കി കഴിയുമ്പോഴത്തേക്കും, എർത്ത് ഇത് ഇന്നർ കോർ, ഔട്ടർ കോർ, മാൻഡിൽ, ക്രസ്റ്റ്. അപ്പൊ ഇതിന്റെയൊക്കെ ഡെൻസിറ്റി വ്യത്യാസമാണ്. അപ്പൊ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്കും ഡെൻസിറ്റി കൂടിയാ വരുന്നത്. ഈ ഏറ്റവും ഡെൻസിറ്റി ഉള്ള മീഡിയത്തിൽ കൂടെ വേവ് സഞ്ചരിക്കുമ്പോൾ വേവിന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വേഗത, വെലോസിറ്റി കൂടുകയാ ചെയ്യുന്നത്.
കേട്ടോ. അപ്പോ അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. അപ്പം ഓരോ ഡെൻസിറ്റി ഉള്ള മീഡിയത്തിലോട്ട് പോകുമ്പോൾ വെലോസിറ്റി മാറുന്നതനുസരിച്ച് റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയ സംഭവിക്കും. റിഫ്രാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ +2 ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. വേവിന്റെ വെലോസിറ്റി കുറയുമ്പോഴത്തേക്കും സഞ്ചരിക്കുന്ന പാത സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കില്ല, അവിടെ ഒരു ബെൻഡിങ് വരും. ഓക്കെ, അപ്പൊ ആ ബെൻഡിങ് എന്താ, നമ്മൾ അതിന്റെ ഷാഡോ സോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കുക, അത് പഠിക്കുന്ന വഴി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നിങ്ങൾ ഇത് മനസ്സിലാക്കേണ്ടത്, പി വേവ്സ് എന്ന് പറയുന്നത് എർത്ത്ക്വേക്ക് സംഭവിക്കുമ്പോൾ ആദ്യം പുറപ്പെടുവിക്കുന്ന വേവാണ്, ആദ്യം എത്തുന്ന വേവാണ്. അത് സഞ്ചരിക്കുന്ന മീഡിയം എന്ന് പറയുന്നത് 3 മീഡിയത്തിലൂടെ സഞ്ചരിക്കുന്നു. സോളിഡിലൂടെ സഞ്ചരിക്കുന്നു, ലിക്വിഡിലൂടെ ആൻഡ് ഗേഷ്യസ് മീഡിയത്തിലൂടെ സഞ്ചരിക്കുന്നു. പിന്നെ എന്താ പറയാനുള്ളത്? പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ വേവിന്റെ സ്ട്രക്ചർ, വേവ് എപ്രകാരമാണ് സഞ്ചരിക്കുന്നതെന്നാണ്. സൗണ്ട് വേവ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സൗണ്ട് വേവ് എന്ന് പറയുന്നത് എങ്ങനെയാ? അത് കംപ്രഷൻസ് ആൻഡ് റെയറിഫ്രാക്ഷൻ. നിങ്ങൾ ഒരു സ്ലിംഗി അല്ലെങ്കിൽ ഒരു സ്പ്രിങ് എടുത്തു കഴിഞ്ഞാൽ സ്പ്രിങ് എങ്ങനെയാ, നമ്മളിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കൂടുക, പിന്നെ എന്താ നീണ്ടു വരിക, ആ ഒരു രീതിയിലാണ് അതിന്റെ മൂവ്മെന്റ്. അല്ലെ സ്ലിംഗി എന്ന് പറയും. സ്ലിംഗി എക്സ്പെരിമെന്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അതിൽ നമ്മൾ ലോഞ്ചിറ്റ്യൂഡണൽ വേവ്സ് എങ്ങനെയാ പോകുന്നതെന്ന് നമുക്ക് സ്ലിംഗി എക്സ്പെരിമെന്റ് വഴി പഠിക്കാൻ പറ്റും. അപ്പൊ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറഞ്ഞാൽ ദേ ട്രാവൽ ത്രൂ കംപ്രഷൻസ് ആൻഡ് റെയറിഫ്രാക്ഷൻസ്. അത് ഈ മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് പാരലലായിട്ട്, സഞ്ചരിക്കുന്ന ദിശയുടെ പാരലലായിട്ട് പോകുന്നു. അതാണ് ലോഞ്ചിറ്റ്യൂഡണൽ വേവ്. സൗണ്ട് വേവ്സ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ലോഞ്ചിറ്റ്യൂഡണൽ വേവ്. അപ്പോൾ ഇങ്ങനെ ഒരു ലോഞ്ചിറ്റ്യൂഡണൽ വേവ് ആയിട്ടാണ് പ്രൈമറി വേവ് സഞ്ചരിക്കുക. ആൻഡ് പ്രൈമറി വേവ് ആണ് ആദ്യം എത്തുന്നത്. ഓക്കെ, അപ്പോൾ പ്രൈമറി വേവിന്റെ അതവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ സെക്കൻഡറി വേവ്സിനെ നോക്കാം. സെക്കൻഡറി വേവ്സ് പറഞ്ഞാൽ രണ്ടാമത് എത്തുന്നതാണ്. സെക്കൻഡറി വേവ്സിന്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി വേവിനെ പോലെ 3 മീഡിയത്തിലൂടെ ഒന്നും അത് സഞ്ചരിക്കില്ല. അത് ഒരൊറ്റ മീഡിയത്തിലൂടെ സഞ്ചരിക്കുള്ളൂ. അത് സോളിൽ കൂടെ മാത്രമേ സെക്കൻഡറി വേവ് സഞ്ചരിക്കുകയുള്ളൂ. ഇപ്പൊ സോളിഡ് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എസ് അങ്ങനെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. സെക്കൻഡറി ലെസ് ഉണ്ട്, സോളിഡ് ലെസ് ഉണ്ട്. ഓക്കെ, അപ്പം സെക്കൻഡറി വേവ് സോളിഡ് മീഡിയത്തിലൂടെ മാത്രമേ സഞ്ചരിക്കത്തുള്ളൂ. ആൻഡ് ഇത് ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞാൽ തിരമാലകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തിരമാലകൾ എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയല്ലേ പോകുന്നത്? അതായത് സഞ്ചരിക്കുന്നത് ഈ ഒരു ഡയറക്ഷനിലായിരിക്കാം, പക്ഷെ അത് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും അടിച്ചടിച്ച് ഇങ്ങനെ ആ മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് വരിക. അപ്പൊ ഇതിനെ നമ്മൾ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നത്. അപ്പൊ ട്രാൻസ്വേഴ്സ് വേവ് ആയിട്ടാണ് നമ്മൾ സെക്കൻഡറി വേവ്സ് പോകുന്നത്. അപ്പൊ ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി ഇവിടെ ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഡെൻസിറ്റി മാറുന്നതിനനുസരിച്ച് വേവിന്റെ വെലോസിറ്റി മാറുന്നു. വേവിന്റെ വെലോസിറ്റി മാറുന്നതനുസരിച്ച് ആ സ്ട്രെയിറ്റ് ലൈൻ പാതയ്ക്ക് ഒരു വ്യത്യാസം ഉണ്ടാകുന്നു, അവിടെ ഒരു ബെൻഡിങ് സംഭവിക്കുന്നു. അപ്പോ അതുവഴി നമുക്ക് ഷാഡോ സോൺ എന്താന്നുള്ളത് നോക്കാം. ഇപ്പൊ ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന ഫിഗറിൽ പി വേവ് ആണ്. പി വേവ് സഞ്ചരിക്കുന്ന പാതയാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെ നിന്ന് പി വേവ് പോവുകയാണെങ്കിൽ ഇത് എന്ന് പറയുന്നത് ഇത് കോറാണ്. കോർ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഔട്ടർ കോർ ലിക്വിഡും ഇന്നർ കോർ സോളിഡും ആണ്. പക്ഷെ ഇത് ആ വഴി സഞ്ചരിക്കുന്നുണ്ട്. ഇപ്പം ഇത് പുറമേ എന്ന് പറഞ്ഞാൽ സോളിഡ് പാർട്ടാണ്. ആ സോളിഡ് കൂടെ സഞ്ചരിച്ചു കഴിഞ്ഞു. പിന്നെ ഈ കോറിലോട്ട് സഞ്ചരിക്കുമ്പോൾ ഇവിടെ ഒരു ബെൻഡ് വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇവിടെ ഒരു ബെൻഡ് വരെയല്ലേ, അവിടെ വെലോസിറ്റി മാറി, അതുകൊണ്ട് ആ ബെൻഡ് വന്നു. പക്ഷെ ഇത് പിന്നെ തിരിച്ച് പുറത്തോട്ട് സോളിലോട്ട് ഇറക്കുമ്പോൾ അവിടെ ഒരു ബെൻഡ് വന്നുണ്ടോ? പക്ഷെ ഇത് ഔട്ടർ സർഫസിന്റെ ഈ ഒരു ലൊക്കാലിറ്റിയിൽ പി വേവിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോളിലൂടെ പോയി ഇവിടെ വരെ എത്തി. പിന്നെ അടുത്തത് ലിക്വിഡിലൂടെ പോകുമ്പോഴത്തേക്ക് അതിന്റെ ഒരു സഞ്ചരിക്കുന്ന പാത മാറി. അപ്പൊ ഇത്രയും ഭാഗത്ത് നമുക്ക് പി വേവ് കാണാൻ പറ്റില്ല. ആ പി വേവ് കാണാൻ സാധിക്കാത്ത ഒരു ഏരിയനെ നമ്മൾ ഷാഡോ സോൺ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ പി വേവിന്റെ ഷാഡോ സോൺ എന്ന് പറയുന്നത് 105 ഡിഗ്രി മുതൽ 145 ഡിഗ്രി വരെയാണുള്ളത്. ഇനി നമ്മൾ എസ് വേവിന്റെ കാര്യം നോക്കാം. എസ് വേവിന്റെ കാര്യം നോക്കുമ്പോഴത്തേക്ക് എന്താ, എസ് വേവിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു അത് ലിക്വിഡ് ആയിട്ടുള്ള കോറ് വഴി സഞ്ചരിക്കില്ല, അത് സോളിലൂടെ മാത്രമേ പോവുള്ളൂ. അപ്പോ സോളിലൂടെ അത് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഈ സോളിലൂടെ പി വേവും പോവും, എസ് വേവും പോവും. അപ്പൊ എസ് വേവ് 105 ഡിഗ്രി വരെ പുറത്തെത്തി കഴിഞ്ഞു. പക്ഷെ ഈ ലിക്വിഡിലോട്ട് കടക്കുമ്പോഴത്തേക്ക് എന്താ, അവിടെ വെച്ച് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്, അത് അങ്ങോട്ട് കടക്കുന്നില്ല. അപ്പോ എസ് വേവിന്റെ ഷാഡോ സോൺ വരുന്നത് എവിടെയാണെന്ന് നിങ്ങൾ നോക്കിയേ. 105 ഡിഗ്രി മുതൽ 105 ഡിഗ്രി വരെ. നോ ഡയറക്റ്റ് എസ് വേവ് റിസീവ്ഡ് ഹിയർ, ഇവിടെ എസ് വേവ് ഇല്ല. അപ്പോ സപ്പോസ് ചോദ്യം വരികയാണ്, ഏത് വേവിന്റെ ഷാഡോ റീജിയൻ ആണ്, ഷാഡോ സോൺ ആണ് വലുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയാം? എസ് വേവിന്റെ ഷാഡോ സോൺ ആണ് പിന്നെക്കാളും വലുത്. ഓക്കെ,
അപ്പൊ ഇനി അടുത്ത് നമ്മൾ പോകുന്ന എർത്തിന്റെ സ്ട്രക്ചറിലേക്കാണ്. എർത്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കണ്ടു ക്രസ്റ്റ് 0 മുതൽ 100 കിലോമീറ്റർ വരെ തിക്നെസ് ഉണ്ട്. അതിന്റെ തൊട്ട് താഴെ വരുന്നതാണ് മാൻഡിൽ. ഇത്രയും പോർഷൻ വരുന്നതാണ് മാൻഡിൽ. മാൻഡിലിന്റെ ഏറ്റവും മുകളിലത്തെ ലെയർ ആണ് അസ്തെനോസ്ഫിയർ എന്ന് പറയുന്ന ലെയർ. അസ്തെനോസ്ഫിയർ എന്ന് പറയുന്നത് അവിടെ മോൾട്ടൺ മാഗ്മ ഉണ്ട്, അത് ഒഴുകി നടക്കുന്ന കൈൻഡ് ഓഫ് ലെയർ ആണ് കേട്ടോ. അവിടെ ഇച്ചിരി ലൂസ് ആയിട്ടുള്ള ലെയർ ആണ്, അത്ര റിജിഡ് അല്ല. ഈ അപ്പർ മോസ്റ്റ് മാൻഡിലിന്റെ ഭാഗവും ക്രസ്റ്റും കൂടെ ചേരുന്നതിനാണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ഈ ലിത്തോസ്ഫിയറിനെ നമ്മൾ ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സ് എന്നൊക്കെ പറയും. ഏതാണ്ട് ജിക്സോ പസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, അതുപോലെ ആ പസിലിനെ പോലെ വിട്ട് കിടക്കുന്ന പ്ലേറ്റ്സ് ആണ് ഈ പറയുന്ന ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ഈ ലിത്തോസ്ഫിയറിന്റെ കൂട്ടിയിടിയും വിട്ടുമാറലും ഇതൊക്കെ അനുസരിച്ചാണ് പല ലാൻഡ് ഫോംസും നമ്മൾ കാണുന്നത്. ഇപ്പം മലകളുടെ ഫോർമേഷൻ, അതിന് ഓറോജിനി എന്ന് പറയും. മലകളുടെ ഫോർമേഷൻ, കോണ്ടിനെന്റിന്റെ ഫോർമേഷൻ, ഇതെല്ലാം ഡ്യൂ ടു ദ മൂവ്മെന്റ് ഓഫ് ദ ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സ്. ഇത് പ്ലേറ്റ് നിങ്ങൾ എങ്ങനെ ചിന്തിക്കുക, നിങ്ങൾ ഇമാജിൻ ചെയ്യുക, നമ്മുടെ ഭൂമിയുടെ മേലെ കുറെ പാളികളാണ്, വിട്ട് കിടക്കുന്ന പാളികളാണ്. ഇതിനെ നമ്മൾ ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സ് എന്നാ പറയാ. ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് എന്താണ്? മേളിലത്തെ ക്രസ്റ്റും മാൻഡിലിന്റെ അപ്പർ മോസ്റ്റ് മാൻഡിലും കൂടെ ചെയ്യുന്നതാണ് ലിത്തോസ്ഫിയർ. അത് വിട്ട് കിടക്കുന്ന ആ ഒരു ഭാഗം വിട്ട് കിടക്കുക പ്ലേറ്റ്സ് പോലെ. അത് കൂട്ടിയിടിക്കുമ്പോഴത്തേക്കും മലകൾ ഉണ്ടാവുന്നു. അത് എങ്ങനെയാണെന്ന് ഞാൻ അങ്ങോട്ട് പഠിക്കും. പല ലാൻഡ് ഫോംസ് ഉണ്ടാവുന്നു, വരുമ്പോൾ പല ലാൻഡ് ഫോംസ് ഉണ്ടാവുന്നു. അവര് തമ്മിൽ, പ്ലേറ്റ്സുകൾ തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നതിന് തന്നെ പഠനങ്ങൾ ഒരുപാടുണ്ട്. ടെക്ടോണിക് പ്ലേറ്റ് തിയറി പ്ലേറ്റ് തിയറിയാണ് ലാൻഡ് ഫോർമേഷൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇത് പഠിക്കുമ്പോൾ ഈ ഒരു കാര്യം ഒന്ന് മനസ്സിൽ വെച്ചേക്കാം. അപ്പോ മാൻഡിൽ കണ്ടു. കോർ എന്ന് പറയുന്ന രണ്ടുണ്ട്. ഇത് ഔട്ടർ കോർ ആണ്. ഔട്ടർ കോർ എന്ന് പറയുന്ന ലിക്വിഡ് ആണ്. ഇന്നർ കോർ ആണ്. ഇന്നർ കോർ സോളിഡ് ആണ്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഏതൊക്കെ മെറ്റീരിയൽ വെച്ചാണ്? നൈഫ് ലെയർ എന്നാണ് പറയുന്നത്. Ni4 നിക്കൽ, ഇത് ഫെറസ് അയൺ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഡെൻസിറ്റി എന്താണ്? വളരെ കൂടുതലാണ്. ഓക്കെ, ഡെൻസിറ്റി താഴോട്ട് വരുമ്പോൾ കൂടി വരും കേട്ടോ. അപ്പോ ഇത് ജസ്റ്റ് ഭൂമിയിൽ ക്രസ്റ്റിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എലമെന്റ്സ് ഏതൊക്കെയാന്നാ പറയുന്നത്. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏതാണ്? ഓക്സിജൻ ആണ്, 46.6%. പിന്നെ സിലിക്കൺ എന്ന് പറഞ്ഞാൽ മണ്ണ്. ഓക്കെ, സിലിക്കൺ 27.7. പിന്നെ അലുമിനിയം, അയൺ. നമ്മൾ വിചാരിക്കും അയൺ ഏറ്റവും കൂടുതൽ. അയണൊക്കെ അലുമിനിയം കഴിഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ കാൽഷ്യം, സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം, ഇങ്ങനെ പോകുന്നു കണക്ക്. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മാത്രം മതി. ഇത് കാണാൻ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ അബണ്ടന്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഏത് എലമെന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? ഓക്സിജൻ എന്ന് പറയും. ഓക്കെ, ഇതിൽ കുറെ ഡിസ്കണ്ടിന്യൂറ്റി ലെയേഴ്സ് ഒക്കെ ഉണ്ട്. അത് നമ്മൾ പഠിക്കേണ്ട ആവശ്യമാണ്. ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ പഠിച്ചു ക്രസ്റ്റ് ഉണ്ട്, മാൻഡിൽ ഉണ്ട്, കോർ ഉണ്ട്. കോർ തന്നെ ഔട്ടർ കോർ, ഇന്നർ കോറും ഉണ്ട്. മാൻഡിൽ തന്നെ അപ്പർ മാൻഡിലും ലോവർ മാൻഡിലും ഉണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിലൊക്കെ ലെയേഴ്സ് ഉണ്ട്. ഇപ്പൊ ഈ ക്രസ്റ്റിനെ തമ്മിൽ അപ്പർ ക്രസ്റ്റ് ആൻഡ് ബിറ്റ്വീൻ ലോവർ ക്രസ്റ്റ് ആൻഡ് അപ്പർ മാൻഡിൽ, ഈ അപ്പർ മാൻഡിലും ലോവർ ക്രസ്റ്റും തമ്മില് വേർതിരിക്കുന്ന ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്. അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസ്കണ്ടിന്യൂറ്റീസ് ആണ്. അതായത് നമ്മൾ ലെയറിന്റെ കാര്യം പഠിച്ചു കഴിഞ്ഞു. ക്രസ്റ്റ്, മാൻഡിൽ, ഔട്ടർ കോർ, ഇന്നർ കോർ. ഇതിന്റെ ഇടയിൽ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകല. അതിന്റെ ഇടയിൽ കുറച്ച് ഡിസ്കണ്ടിന്യൂറ്റീസ് ഉണ്ട്. അതിന് ഓരോ പേരുകളുണ്ട്. അത് നമ്മൾ പഠിക്കേണ്ട ആവശ്യമാണ്. ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് ഏതൊക്കെയാ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ക്രസ്റ്റ് തന്നെ നമുക്ക് അപ്പർ ക്രസ്റ്റ്, ലോവർ ക്രസ്റ്റ് ആയിട്ട് തിരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇടയിലുള്ള ഡിസ്കണ്ടിന്യൂറ്റിക്ക് പറയുന്ന പേരെന്താണ്? കൊണറോഡ് ഡിസ്കണ്ടിന്യൂറ്റി. പിന്നെ അടുത്തത് ലോവർ ക്രസ്റ്റ് ആൻഡ് അപ്പർ മാൻഡിൽ. മാൻഡിലിന്റെ അപ്പർ പോർഷനും ലോവർ ക്രസ്റ്റും കൂടെ ചേർന്ന് അതിന്റെ നടുക്ക് വരുന്നതിന്റെ പേര് മൊഹോറോവിക് എന്നാണ്. ഓക്കെ, പിന്നെ അപ്പർ ആൻഡ് ലോവർ മാൻഡിൽ. മാൻഡിലിന്റെ അപ്പർ മാൻഡിലും ലോവർ മാൻഡിലും ഇതിന്റെ ഇടയിലുള്ളതിന്റെ പേരാണ് റെപ്പീറ്റി. ഓക്കെ, പിന്നെ അടുത്ത ഏതാ? ലോവർ മാൻഡിൽ ആൻഡ് ഔട്ടർ കോർ. ലോവർ മാൻഡിൽ ആൻഡ് ഔട്ടർ കോർ ഗുട്ടൻബർഗ് എന്ന് പറയും. ഇനി അടുത്തത് എന്താ? ഔട്ടർ കോർ ആൻഡ് ഇന്നർ കോർ. ഇത് രണ്ടും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതിനെയാണ് ലെയ്മാൻ എന്ന് പറയുന്നത്. അപ്പൊ കൊണറോഡ്, മൊഹോറോവിക്, റെപ്പീറ്റി, ഗുട്ടൻബർഗ്, ലെയ്മാൻ.
ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും കോഡോ എന്തെങ്കിലും വെച്ച് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിരുത്തി ഒന്ന് നോക്കുക. ഓക്കെ, ചിലപ്പോൾ ഇൻ കേസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് 2 മാർക്ക് കിട്ടും. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ജിയോമോർഫിക് മൂവ്മെന്റ്സ്. ജിയോമോർഫിക് മൂവ്മെന്റ്സ് എന്താ? നേരത്തെ പറഞ്ഞത് തന്നെയാണ്. നമ്മളെ ക്രസ്റ്റ്, ഭൂമിയുടെ മുകൾ ഭാഗം പല രീതിയിൽ ലാൻഡ് ഫോംസ് ആയിട്ട് നമ്മൾ കാണുന്നു. ഈ കാണുന്ന ലാൻഡ് ഫോംസ് എല്ലാം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സംഭവിക്കുന്നതല്ല. പല ചേഞ്ചസ്, അകത്തു നിന്നും പുറത്തു നിന്നുമുള്ള പല ചേഞ്ചസ് ഭൂമി അണ്ടർഗോ ചെയ്യുന്നുണ്ട്. ഇത് കാരണമാണ് ഈ ഭൂമിയുടെ ക്രസ്റ്റൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ പറ്റി ഉള്ള പഠനമാണ് ഓക്കെ ജിയോമോർഫോളജി. ആൻഡ് ജിയോമോർഫിക് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് ആ ഒരു ചേഞ്ച്, ആ ഒരു മൂവ്മെന്റ്, എന്തൊക്കെയോ മൂവ് ചെയ്യുന്നു. ആ മൂവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഓരോ പുതിയ കാര്യങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ ആ മൂവ്മെന്റ്സിനെ പറ്റി പഠിക്കുകയാണ് അടുത്തത്. അപ്പോ ഇത് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ എർത്തിന്റെ ആ ഒരു സർഫസ് എന്ന് പറയുന്നത് അത് കോൺസ്റ്റന്റ് അല്ല, അത് മാറിക്കൊണ്ടിരിക്കുന്നു. ഇറ്റ്സ് കോൺസ്റ്റന്റ്ലി ഇവോൾവിങ്, ചേഞ്ച് സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ചേഞ്ചിന്റെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എൻഡോജനിക് ഫോഴ്സസ്, അകത്ത് നടക്കുന്ന ഫോഴ്സസ് ആൻഡ് എക്സോജനിക് ഫോഴ്സസ്. അപ്പൊ ഇത് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം എൻഡോജനിക് പ്രോസസ് എന്ന് പറയുന്നത് എന്താ? ഭൂമിയുടെ അകത്ത് നടക്കുന്ന ചില വ്യതിയാനങ്ങൾ. അതിൽ തന്നെ നമ്മൾ ഡയസ്ട്രോഫിസം ഉണ്ട്, സഡൻ ആയിട്ട് നടക്കുന്ന കാര്യം. ഡയസ്ട്രോഫിസം കുറച്ച് സമയമെടുത്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഡയസ്ട്രോഫിസം എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഭൂമിയുടെ ക്രസ്റ്റിൽ വരുന്ന വ്യതിയാനങ്ങളെ പറ്റിയാണ്. അതായത് അകത്ത് നടക്കുന്ന ചില മാറ്റങ്ങൾ കാരണം ക്രസ്റ്റ് എങ്ങനെയൊക്കെ രൂപപ്പെടുന്നു എന്നുള്ളത്. നിങ്ങളൊരു കേക്ക് ഉണ്ടാക്കി വെക്കുക, കേക്ക് വെച്ച് ക്രഷ് ചെയ്യുന്നു, അങ്ങോട്ട് മാറ്റുന്നു ഇങ്ങോട്ട് മാറ്റുന്നു, അതിന്റെ മുകളിലത്തെ ഭാഗം പൊടിഞ്ഞും ഇളകിയും പൊങ്ങിയും താന്നൊക്കെ ഇരിക്കില്ലേ? അതുപോലെ തന്നെയാണ് ഭൂമിയുടെയും. ഓക്കെ, അപ്പോ അതിൽ തന്നെ വരുന്നതാണ് എപ്പിറോജിനിയും ഓറോജിനിയും. എപ്പിറോജിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കോണ്ടിനെന്റ് ബിൽഡ് ആവുന്ന പ്രോസസ്സാണ്. അതായത് ഉള്ളിലുള്ള ചില പ്ലേറ്റ്സിന്റെ ഒക്കെ മൂവ്മെന്റ് കാരണം മുകളിലുള്ള ക്രസ്റ്റിൽ വ്യത്യാസം വരുന്നു. ഇപ്പൊ സപ്പോസ് ബിൽഡിംഗ് ബ്ലോക്സ് നിങ്ങൾക്ക് ജസ്റ്റ് ഇമാജിൻ ചെയ്യാൻ പറ്റുമല്ലോ. അതിന്റെ താഴത്തെ ബ്ലോക്ക് എടുത്ത് മാറ്റുമ്പോൾ മുകളിലത്തെ താഴെ പോകത്തില്ലേ? നമുക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റും അല്ലേ? അപ്പൊ അതുപോലെ തന്നെയാണ് ഈ സബ്സൈഡ് ചെയ്ത് പോകുന്നു. ചില ലാൻഡ് ഏരിയ താഴോട്ട് പോകുന്നു, ചിലത് പൊങ്ങുന്നു. അതിന് നമ്മൾ അപ്വേർഡ് ഡ്രാഫ്റ്റ്, ഐ മീൻ അപ്ലിഫ്റ്റും ഡൗൺവേർഡ് ആയിട്ടുള്ള മൂവ്മെന്റും ഇതെല്ലാം അതിന്റെ ഭാഗമാണ്. ഓക്കെ, ഇതാണ് കോണ്ടിനെന്റ് ബിൽഡിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്തത് ഒറോജിനി എന്ന് പറഞ്ഞാൽ എന്താ? മൗണ്ടൻ ബിൽഡിംഗ് പ്രോസസ്സാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ലിത്തോസ്ഫിയറിനെ നിങ്ങൾ ലിത്തോസ്ഫിയർ പ്ലേറ്റ്സ് ആയിട്ട് കാണുക. ഈ പ്ലേറ്റ്സ് എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു, ഈ ഇന്ററാക്ഷൻ അനുസരിച്ചാണ് ക്രസ്റ്റുകൾ, എർത്തിന്റെ ക്രസ്റ്റിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നത്, മലകൾ ഫോം ചെയ്യുന്നത്. ഈ 2 പ്ലേറ്റ്സ് തമ്മിൽ ഒരുമിച്ച് വരുന്നു, ഫോൾഡിങ് എന്നൊക്കെ പറയും. ഫോൾഡിങ് അത് നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ പഠിക്കും. അപ്പോൾ അതിൽ തന്നെ ടെൻഷൻ ആൻഡ് കംപ്രഷൻ എന്നുള്ള 2 വാക്കുകളുണ്ട് മൗണ്ടൻ ബിൽഡിങ്ങില്. ടെൻഷൻ, അവിടുത്തെ ടെൻഷൻ അനുഭവപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വയറുണ്ട്, ആ വയറിൽ ടെൻഷൻ സംഭവിക്കുന്നു. വയറിന്റെ 2 ഭാഗത്ത് നമ്മൾ മുറുക്ക പിടിക്കുകയാണ്, 2 ഭാഗത്തുനിന്ന് ഫോഴ്സ് ഇങ്ങനെ വരിക. നമ്മൾ ടെൻഷനിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ചുറ്റിൽ നിന്നും പ്രഷർ വരികയാണ്. ഇനി നമ്മൾ പിരിമുറുക്കം എന്ന് പറയുന്ന സാധനം ഇങ്ങനെ പിടിച്ച് വലിക്കുന്നു, സംതിങ് പുള്ളിങ് അസ് അപ്പാർട്ട് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. അപ്പോ 2 പ്ലേറ്റ്സ്, ഒരു പ്ലേറ്റ് ഉണ്ട്, ആ പ്ലേറ്റിൽ തന്നെ ഇങ്ങനെ അത് വിട്ട് വരുന്ന രീതിയിൽ 2 വശത്തു നിന്നും പുള്ള് ചെയ്യാണ്. അപ്പൊ അതിനെ ടെൻഷൻ എന്ന് പറയുന്നത്. കംപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്പോഞ്ച് നമ്മൾ കംപ്രസ് ചെയ്യുന്നത് എന്താ? 2 സൈഡിൽ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് അകത്തോട്ടാ ഫോഴ്സ് വരിക. അപ്പൊ അതെന്താ ചെയ്യുന്നത്? ഇപ്പൊ ഒരു പേപ്പർ നിങ്ങൾ ഇമാജിൻ ചെയ്യുക, ഒരു പേപ്പർ. ഈ പേപ്പറിൽ നിന്ന് 2 വശത്തു നിന്നും ഫോഴ്സ് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ പേപ്പർ മടങ്ങും അല്ലേ, ഫോൾഡ് ചെയ്യും. അപ്പൊ ഈ ഫോൾഡിങ് എന്താ? ഫോൾഡിങ് വഴി മൗണ്ടൻ ഫോം ചെയ്യുന്നു. ഇതാണ് കംപ്രഷണൽ സ്ട്രെസ്. ഓക്കെ, നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കും ഫോൾഡിങ് എന്തൊക്കെയാണെന്ന് പഠിക്കും. എങ്ങനെയാ ബ്ലോക്ക് മൗണ്ടൻസ് ഉണ്ടാവുന്നത്, ഫോൾഡ് മൗണ്ടൻസ് എങ്ങനെയാ ഉണ്ടാവുന്നതൊക്കെ നമ്മൾ അങ്ങോട്ട് നോക്കും. ഓക്കെ, അപ്പം ഇതാണ് എൻഡോജിനി. അപ്പൊ ഈ മൗണ്ടൻ ഫോമിംഗ് പ്രോസസ് ആണെങ്കിലും ഈ കോണ്ടിനെന്റ് ഫോമിംഗ് പ്രോസസ് ആണെങ്കിലും ഈ ഡയസ്ട്രോഫിസം എന്ന് പറഞ്ഞ കാര്യം ഇറ്റ് ഇസ് ടൈം കൺസ്യൂമിങ്. ഇത് പെട്ടെന്ന് നമ്മളെ കൺമുൻപിൽ കാണാൻ പറ്റില്ല. ഇപ്പൊ ഇന്ന് നമ്മൾ കാണുന്ന കോണ്ടിനെന്റ്സും ഇതെല്ലാം ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ നടന്ന കുറെ വ്യത്യാസങ്ങൾ കൊണ്ട് ആണ് ഇപ്പൊ കാണുന്ന രൂപത്തിൽ ഇരിക്കുന്നത്. പക്ഷെ നമുക്കത് കാണാൻ പറ്റുമോ? ഇല്ല. കുറച്ച് സെന്റിമീറ്റേഴ്സ് ആയിരിക്കും ചിലപ്പോൾ ഒരു വർഷമൊക്കെ നീങ്ങുന്നത്. അപ്പൊ അതൊന്നും നമ്മളെ കണ്ണുകളിൽ നമുക്ക് കാണാൻ പറ്റില്ല. ഇറ്റ് ടേക്സ് ടൈം. സഡൻ ആയിട്ട് നടക്കുന്ന കാര്യം, സഡൻ ആയിട്ട് ഉണ്ടാവുന്ന ചേഞ്ചുകളുണ്ട്. അത് ആണ് എർത്ത് ക്വേക്ക് ആൻഡ് വോൾക്കാനോ, പെട്ടെന്ന് സംഭവിക്കും. ഓക്കെ,
ഇനി അടുത്തത് എക്സോജിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എക്സോജിനിക് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറമേ എർത്തിന്റെ ഫസ്റ്റ് സംഭവിക്കുന്ന മാറ്റങ്ങൾ എങ്ങനെ? പുറമേ നിന്നുള്ള ഫോഴ്സ് കാരണം. അപ്പൊ അത് വെതറിങ് കാരണമാണ്. വെതറിങ് എന്ന് പറഞ്ഞാൽ എന്താ? വെതറിങ് എന്ന് പറഞ്ഞാൽ ഈ ഇപ്പൊ കല്ലൊക്കെ പൊടിഞ്ഞു പോലെ, അതിനെയാണ് വെതറിങ് എന്ന് പറയുന്നത്. ആ വെതറിങ് തന്നെ പല രീതിയിലുണ്ട്. ഫിസിക്കൽ ഉണ്ട്, കെമിക്കൽ ഉണ്ട്, ബയോളജിക്കൽ ഉണ്ട്. കെമിക്കൽ എന്ന് പറയുമ്പോഴത്തേക്കും ചില രാസപ്രവർത്തനങ്ങൾ കാരണം കാലക്രമേണ ഈ കല്ലുകൾക്കൊക്കെ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നു. ബയോളജിക്കൽ എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറയുന്ന എർത്ത് വേമോ അല്ലെങ്കിൽ ചില ജീവജാലങ്ങളെ കൂടുവെക്കുന്നതോ അതുവഴിയൊക്കെ ഈ കല്ലുകൾ പൊടിയുന്നത്, അതൊക്കെ ബയോളജിക്കൽ ആയിട്ടുള്ള വ്യത്യാസങ്ങളാണ്. ഓക്കെ. പിന്നെ ഫിസിക്കൽ എന്ന് പറയുമ്പോഴത്തേക്കും സൂര്യന്റെ ചൂടിൽ നിന്ന് ടെമ്പറേച്ചർ കാരണം ഈ സംഭവം എക്സ്പാൻഡ് ചെയ്യുന്ന വഴി ക്രാക്ക് ഉണ്ടാവുന്നു. ആ ക്രാക്കിൽ നിന്ന് പൊടിഞ്ഞു പോകുന്നു. ഇതൊക്കെ വെതറിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ. ഇറോഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം എന്താ, ഒരു കല്ലില് നിങ്ങൾ ചില ഇൻസ്റ്റാഗ്രാം റീൽസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. 50 years ഓഫ് ഇറോഷൻ, 30 years ഓഫ് ഇറോഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെയൊക്കെ സ്പെസിമെൻ ഉണ്ട്. ഏത് രാജ്യത്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഇതിപ്പം ഒരു കല്ലുണ്ടെന്ന് വിചാരിക്കാം. ഒരു പൈപ്പിൻ ചുവട് നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യാം. ഈ പൈപ്പിൽ നിന്ന് ഡ്രോപ്പ് ആയിട്ട് വെള്ളം വീഴാണ് കല്ലിലോട്ട്. ആദ്യം നമ്മൾ നോക്കുമ്പോൾ നമുക്കൊന്നും കാണില്ല, നമ്മളൊന്നും കാണില്ല, നമ്മളെ കണ്ണുകൊണ്ട് നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല. അത് വെള്ളം വീഴാണ് കല്ലില്. കുറച്ച് നാളുകൾ കഴിയട്ടെ, ഏതാണ്ട് 1-2 വർഷം കഴിയട്ടെ, ആ വെള്ളം വീണ സ്ഥലത്ത് എന്താ, അവിടെ ഒരു കുഴിവ് പോലെ ഉണ്ടാവും. പയ്യെ ആ കുഴിവ് വലുതാവും, ഭയങ്കര ഡീപ്പാവും. അതിനെ നമ്മൾ ഇറോഷൻ എന്ന് പറയുന്നത്. ഇറോഡ് ചെയ്ത് പോവും. ഓക്കെ. അവസാനം കല്ല് രണ്ട് പീസാവും. പിന്നെ പയ്യെ പൊടിഞ്ഞ് മണ്ണായി മാറും. ഓക്കെ. ഇതിനെ നമ്മൾ ഇറോഷൻ എന്ന് പറയുന്നത്. ഈ ഇറോഷൻ തന്നെ പല ഏജൻസ് വഴി സംഭവിക്കുന്നു. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ഏജന്റ് ആരാ? വെള്ളം. ഓക്കെ. അപ്പോ അതുപോലെ തന്നെ ഐസ് ഉണ്ട്, ഗ്ലേഷ്യേഴ്സ് ഉണ്ടാവാറുണ്ട്. ആൻഡ് റിവർ വാട്ടർ തന്നെ, സീ, കടല്, വിൻഡ്, കാറ്റ്, അണ്ടർഗ്രൗണ്ട് വാട്ടർ. ഓക്കെ. അപ്പൊ ഇതൊക്കെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഏജൻസ് ആണ് എയ്ഡിങ് ഇറോഷൻ. അപ്പോ കണ്ടോ, എൻഡോജനിക് പ്രോസസ് നേരത്തെ പറഞ്ഞത് തന്നെ. ഡയസ്ട്രോഫിസം എന്ന് പറയുന്നത് ഭൂമിയുടെ ക്രസ്റ്റിൽ വരുന്ന മാറ്റങ്ങൾ ഏതൊക്കെ രീതിയിൽ. മൗണ്ടൻ ബിൽഡിംഗ് ഉണ്ട്, കോണ്ടിനെന്റ് ബിൽഡിംഗ് ഉണ്ട്. ഈ മൗണ്ടൻ ബിൽഡിംഗ് തന്നെ ഫോൾട്ടിംഗ് എന്നൊക്കെ പറയുന്ന പ്രക്രിയകളുണ്ട്. പിന്നെ അപ്ലിഫ്റ്റ് ആൻഡ് സബ്സിഡൻസ് എന്ന് പറയുന്നത് എന്താണ്, കോണ്ടിനെന്റ് ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പിന്നെ സഡനായിട്ട് ഇത് ഈ ഡയസ്ട്രോഫിസം എന്ന് പറയുന്നത് കാലക്രമേണ ഉണ്ടാവുന്ന വളരെ സമയമെടുത്തുകൊണ്ട് സംഭവിക്കുന്ന ചില പ്രക്രിയകളാണ്. പക്ഷെ സഡനായിട്ട് സംഭവിക്കുന്നതിൽ ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞ ഏതൊക്കെയാ? എർത്ത്ക്വേക്ക് ഉണ്ട്, വോൾക്കാനോ ഉണ്ട്, അല്ലെ? എക്സോജനിക് എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു, പുറമേ എർത്തിന്റെ ക്രസ്റ്റ് ഉണ്ടാവുന്ന മാറ്റങ്ങൾ പുറമേ നിന്ന് വരുന്ന ഫോഴ്സസ് വഴി. അത് വെതറിംഗ് എന്ന് പറയും. ആൻഡ് ഓൾസോ ഇറോഷൻ ഉണ്ട്. വെതറിംഗ് തന്നെ ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ ഉണ്ട്. പിന്നെ ഇറോഷൻ ഏതാണ്? ഇറോഷന് കാരണമായ ഏജൻസ് ഏതൊക്കെയാണ്? ഐസ്, റിവർ, സീ, വിൻഡ് എന്നൊക്കെ പറയും, അല്ലെ? അപ്പോ ഓൾ എക്സോജനിക് പ്രോസസ് ആർ കവേർഡ് അണ്ടർ ജനറൽ ടേം ഡിനണ്ടേഷൻ. ഡിന്യൂഡ് ചെയ്ത് പോവുക, വെതറായി പോവുക എന്ന് പറയും. ഡിനഡേഷൻ എന്ന് പറഞ്ഞ ആ ടേം എക്സോജനിക് പ്രോസസ്സിനെ നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ടേം ആണ്. ഓക്കെ. അപ്പോൾ അത് ഏതൊക്കെ തരത്തിലുണ്ടെന്നുള്ളത് നോക്കാം. അപ്പൊ ഏതൊക്കെയാണ് ഡിനോഡേഷണൽ പ്രോസസ്സ്? ഒന്ന് വെതറിങ്, ഞാൻ നേരത്തെ പറഞ്ഞു. മാസ് മൂവ്മെന്റ് നമ്മൾ പറഞ്ഞില്ലല്ലേ? മാസ് മൂവ്മെന്റ് ഉണ്ടാക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എന്താ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അതിനൊരു എക്സാമ്പിൾ ഏതാ? ലാൻഡ് സ്ലൈഡ് ഒക്കെ മാസ് മൂവ്മെന്റ് എക്സാമ്പിൾ ആണ്. അത് സ്ലോപ്പിൽ സംഭവിക്കില്ലേ? ഇപ്പൊ ഒരു മല നമ്മൾ ഇമാജിൻ ചെയ്യണം. ഇവിടെ കുറെ റോക്ക് ഉണ്ട്. ഓക്കെ. അപ്പോ ഇവിടെ ഈ റോക്കിനെ തടഞ്ഞു നിർത്താനുള്ള ഒരു ഫ്രിക്ഷൻ അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ, മഴ പോലെ ഇത് ഹെവി ഡൗൺ പോർ ഒക്കെ സംഭവിക്കുമ്പോഴത്തേക്ക് ഇത് താഴോട്ട് വരും, അല്ലെ? അപ്പൊ അത് എന്തുകൊണ്ടാണ് താഴോട്ട് വരുന്നത്? ആ ഒരു ഗ്രാവിറ്റി പുൾ അവിടെയുണ്ട്, ഗ്രാവിറ്റേഷണൽ പുള്ളുണ്ട്, അല്ലെ? അതുകൊണ്ടാണ് ഇത് താഴോട്ട് വരുന്നത്. സോ മാസ് ആയിട്ട് ഇത് വരികയാണ്. അതിപ്പോ കല്ല് തന്നെ ആവണമെന്നില്ല, റോക്ക് ഫോൾ തന്നെ ആവണമെന്നില്ല. റോക്ക് ഫോൾ, ഡെബ്രിസ് ഫോൾ, അങ്ങനെ പല തരത്തിലുണ്ട്.
ലാൻഡ് സ്ലൈഡ് തന്നെ പലതരത്തിലുണ്ട്. ഇപ്പം എന്താ മണ്ണൊലിപ്പായിട്ടുണ്ടാവാം, ഉരുളൻ കല്ലുകൾ വീഴുന്നുണ്ടാവാം. ഇതെല്ലാം മാസ് മൂവ്മെന്റ്സിന്റെ ഒരു എക്സാമ്പിൾ തന്നെയാണ്. അത് എന്ത് കാരണം ഉണ്ടാവുന്നു? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം ഉണ്ടാവുന്നു. പിന്നെ അടുത്ത് നമ്മൾ നോക്കുന്നത് വേറൊരു ഡെന്യൂഡേഷണൽ പ്രോസസ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇറോഷന്റെ കാരണക്കാരായിട്ടുള്ള കാര്യങ്ങൾ, ഏജൻസിനെ പറ്റി നമ്മൾ പറഞ്ഞു. അത് എന്ത് ഫോഴ്സ് അവിടെ ഉണ്ടാവുന്നത്? കൈനറ്റിക് എനർജി കാരണം ഉണ്ടാവുന്നത്. കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? കൈനറ്റിക് എന്ന് പറഞ്ഞാൽ മൂവ്മെന്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന എനർജി, അല്ലെ? അവിടെ മൂവ്മെന്റ്സ് അവിടെ സംഭവിച്ചിരിക്കണം, എന്നാലേ ഈ ഇറോഷൻ വർക്ക് ആവുള്ളൂ. അപ്പൊ അതിനെയാണ് നമ്മൾ കൈനറ്റിക് എനർജി, മൂവ്മെന്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. മാത്രം മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഇപ്പൊ ആദ്യത്തെ, ഇപ്പൊ നമ്മൾ ഇനി ഡിന്യൂഡേഷണൽ പ്രോസസ്സിൽ ഇറോഷൻ നോക്കുകയാണ്. ഇറോഷനിൽ തന്നെ ആദ്യത്തെ ഏജന്റ് എന്ന് പറയുന്ന റണ്ണിങ് വാട്ടർ. വാട്ടർ തന്നെ വാട്ടറിന്റെ സ്റ്റേജ്, അതായത് നമ്മൾ കാണുന്ന നദികളെല്ലാം പല സ്റ്റേജിൽ കൂടെ കടന്നു വന്നതാണ്. ഇപ്പൊ ഒരു മനുഷ്യന്റെ ലൈഫ് സ്പാൻ നോക്കിക്കഴിഞ്ഞാൽ അയാള് ജനിച്ച് ഒരു വളർന്ന ഒരു ടീനേജിൽ കൂടെ കടന്നുപോയി, പിന്നെ ഒരു യുവാവ് ഒരു മധ്യവയസ്കനായി, പിന്നെ ഒരു വയോധികനായി മാറുന്ന ഒരു ലൈഫ് സ്പാൻ ഉണ്ടല്ലോ. ഇതുപോലെ തന്നെയാണ് നദികൾക്കുള്ളത്. അപ്പോ ഒരു യൂത്ത് സ്റ്റേജിൽ ഒഴുകുന്ന നദിക്ക് ഭയങ്കര ജിൽജില്ലായിരിക്കും, ഭയങ്കര വേഗത. ഇപ്പൊ ഒരു എൻതൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ പോലെ ഭയങ്കര വേഗത്തിലായിരിക്കും. നിങ്ങൾ അങ്ങനെ ഓർത്താൽ മതി. അങ്ങനെ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും, ഫാസ്റ്റ് മൂവിങ് ആയിരിക്കും യൂത്ത്ഫുൾ റിവേഴ്സ്. ഇപ്പൊ നമ്മള് ഹിമാലയത്തിൽ നിന്നൊക്കെ ഒഴുകുന്ന നദി, ഇപ്പം വാട്ടർഫോൾ ആയിട്ട് ഒഴുകുന്ന നദി, യൂത്ത് റിവേഴ്സ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന വാട്ടർഫോൾ, റാപ്പിഡ്സ് എന്നൊക്കെ പറയും. അവിടെ വേഗതയുണ്ട് അല്ലെ നദിക്ക്. പിന്നീട് ഒരു മനുഷ്യന്റെ എന്താ ജീവിതം എടുത്തു കഴിഞ്ഞാൽ ആ യൂത്തിൽ നിന്ന് മാറിയൊരു മധ്യവയസ്കനാവുമ്പോ ഇച്ചിരി മെച്യൂരിറ്റി കാണിക്കും അല്ലെ. എല്ലാം ഈ എടുപിടി ഓട്ടം ചാട്ടം ആ വേഗതയൊക്കെ ഒന്ന് കുറഞ്ഞൊന്ന് പയ്യെ പോകും അല്ലെ, ആ ഒരു മെച്യൂർ സ്റ്റേജ്. അപ്പൊ അതുപോലെ നദികളുടെ മെച്യൂർ സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ആ സ്ലോപ്പിൽ നിന്ന് ഒഴുകി അത് പ്ലെയിൻസിൽ കൂടെ പോകുന്ന ഒരു സമയം. അവിടെ മിയാൻഡറിങ് ഒക്കെ സംഭവിക്കും. മിയാൻഡറിങ് എന്ന് പറഞ്ഞാൽ ഈ വളഞ്ഞു പോകുന്നതിന്റെ ഇതാ പറയുന്നത്, ആ ഒരു പാത്തിനെ മിയാൻഡറിങ് എന്ന് പറയുന്നത്. അതൊരു മെച്യൂർ സ്റ്റേജ് ആണ്. ഓൾഡ് സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും തീരെ സ്ലോ ആയി നമ്മൾ നദികൾ കാണപ്പെടുന്നത്. ഇപ്പൊ വയസ്സായ ആൾക്കാർ പയ്യെ നടക്കുള്ളൂ അല്ലെ, അത് അങ്ങനെ വിചാരിച്ചാൽ മതി. ഡെൽറ്റാസ് ഒക്കെ ഫോം ചെയ്യുന്ന, ഡെപ്പോസിഷൻ കൂടുതലായിട്ട് സംഭവിക്കുന്ന നദികളുടെ ആ ഒരു ലൈഫ് സ്പാൻ നമ്മൾ ഓൾഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ റണ്ണിങ് വാട്ടർ ഉണ്ടാക്കുന്ന പല ലാൻഡ് ഫോംസിനെ പറ്റി നോക്കാം. ആ രണ്ട് ലാൻഡ് ഫോംസ് ഉണ്ട്, ഇറോഷണൽ ലാൻഡ് ഫോംസ് ഉണ്ട്, ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസ് ഉണ്ട്. ഈ ഇറോഷണൽ ലാൻഡ് ഫോംസിൽ ഏതൊക്കെ വരുന്നു? വാലീസ് ഉണ്ടാക്കുന്നു. ആ വേഗതയിൽ ഒഴുകുമ്പോൾ അത് കട്ട് ചെയ്ത് പോകുന്നു, വാലീസ് ആയിട്ട് കട്ട് ചെയ്യുന്നു. പിന്നെ പോത്ത് ഹോൾസ് ആൻഡ് പ്ലഞ്ച് പൂൾസ്, അതായത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ടാപ്പ് വാട്ടറും താഴെയുള്ള കല്ലിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ. അപ്പൊ ആ കല്ല് പയ്യെ ഒരു കുഴിവുണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, വെള്ളം ഇങ്ങനെ വീണ് ആ കുഴിവിനെ പറയുന്ന പോത്ത് ഹോൾസ് ആൻഡ് പ്ലഞ്ച് പൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻസൈസ്ഡ് ഓർ എൻട്രൻസ്ഡ് മിയാൻഡേഴ്സ്. മിയാൻഡേഴ്സ് എന്ന് പറയുന്നത് അതാ ഈ സാധനം, ഇത് ഇങ്ങനെ പോകുന്ന ഈ സാധനം മിയാൻഡർ. ഇത് തന്നെ, ഇതാണ് മിയാൻഡറിങ്. ഓക്കെ, മിയാൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറോഷണൽ ലാൻഡ് ഫോം ആണെന്ന് ഓർത്ത് വെക്കുക. പിന്നെ റിവർ ടെറസസ് ആയിട്ട് ഫോം ചെയ്യുന്നു. ഇതെല്ലാം പിക്സ് കൊടുത്തിട്ടുണ്ട്, അത് നോക്കി മനസ്സിലാക്കി വെച്ചേക്കാം. ഇത് ഇത്രയും ഇറോഷണൽ ലാൻഡ് ഫോംസ് ആണ്. അപ്പൊ ഡെപ്പോസിഷൻ ലാൻഡ് ഫോംസ് എന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പൊ ഇത് ഒഴുകി വരുന്ന കൂട്ടത്തിൽ സംതിങ് കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യണം. അത് ഏതൊക്കെയാണ്? അലൂവിയൽ ഫാൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ നോർത്ത് ഇന്ത്യയുടെ ആ ഒരു അലൂവിയൽ സോയിൽ കാണപ്പെടുന്ന ആ ഒരു ഗാൻജറ്റിക് പ്ലെയിൻ ഉണ്ടല്ലോ, അതെല്ലാം അലൂവിയൽ ഫാൻസിന് എക്സാമ്പിൾ ആണ്. പിന്നെ ഡെൽറ്റാസ്, ഓക്കെ, സുന്ദർബൻ ഡെൽറ്റ കേട്ടിട്ടുണ്ടല്ലോ. ഫ്ലഡ് പ്ലെയിൻസ് ആൻഡ് നാച്ചുറൽ ലീവ്സ്. ഓക്കെ, ഇതാ ഫ്ലഡ് പ്ലെയിൻ. ഇതാണ്ട് ഇവിടെ തന്നെ ഇങ്ങനെ ബണ്ട് കെട്ടിയിരിക്കുന്ന പോലെ കണ്ടോ ഈ സംഭവം? ഫ്ലഡ് പ്ലെയിന്, നാച്ചുറൽ ലീവ്സ്, ഇങ്ങനെ ഈ സാധനമാണ് നാച്ചുറൽ ലീവ്സ്. പിന്നെ മിയാൻഡർ, എന്താ അടുത്ത? പോയിന്റ് ബാസ് എന്ന് പറയുന്നത് കണ്ടോ, ഈ മിയാൻഡറിന്റെ ഈ സൈഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് പോയിന്റ് ബാസ് എന്ന് പറയുന്നത്. ഇപ്പം മിയാൻഡറിങ് എന്ന് പറയുന്നത് ബോത്ത് ഇറോഷണൽ ആൻഡ് ഡെപ്പോസിഷണൽ ഫീച്ചർ, രണ്ടും സംഭവിക്കുന്നുണ്ട്. ഇറോഷൻ സംഭവിക്കുന്നുണ്ട്, ഡെപ്പോസിഷൻ സംഭവിക്കുന്നുണ്ട്. ബ്രൈഡഡ് ചാനൽ കണ്ടോ, മുടി പിന്നിട്ടതുപോലെ കുറെ ഇങ്ങനെ വളഞ്ഞും. ഇതൊക്കെ കൂടുതലും ഓൾഡ് സ്റ്റേജിൽ കാണപ്പെടുന്ന ലാൻഡ് ഫോം ആണ് കേട്ടോ. ഇനി അടുത്ത ഗ്രൗണ്ട് വാട്ടർ നോക്കാം. അപ്പൊ ഗ്രൗണ്ട് വാട്ടർ ഒരു ഏജന്റ് ആണ്. അപ്പോ ഈ ഗ്രൗണ്ട് വാട്ടർ ഉണ്ടാക്കുന്ന ലാൻഡ് ഫോം അല്ലെങ്കിൽ ടോപ്പോഗ്രഫി എന്ന് പറയുന്നത് എപ്രകാരമുള്ളതാണ്? ഇപ്പൊ വെള്ളത്തിൽ അലിയുന്ന കല്ലുകൾ ഉണ്ടാവും അല്ലെ. ഇപ്പം
CaCO3 കാൽഷ്യം കാർബണേറ്റ്, അത് വെള്ളത്തിൽ ഡിസോൾവ് ആവുന്നതാണ്. അപ്പം അങ്ങനെയുള്ള കല്ലുകളിൽ ഈ പറയുന്ന ഗ്രൗണ്ട് വാട്ടർ സീപ്പ് ഡൗൺ ചെയ്യും. അങ്ങനെ പല ലാൻഡ് ഫോംസ് ഉണ്ടാവും. അതിനെ കാസ്റ്റ് ടോപ്പോഗ്രഫി എന്നാ പറയുന്നത്. ഓക്കെ, അത് കൂടുതലും ഡോളമൈറ്റ് ആൻഡ് ലൈംസ്റ്റോൺ റീജിയൻ, എസ്പെഷ്യലി ബാൽക്കൻസ് ആൻഡ് അഡ്രിയാറ്റിക് സീ, ആ ഒരു ലൊക്കേഷനിൽ നമ്മളിത് കാണപ്പെടുന്നു. ഓക്കെ, സോ ഗ്രൗണ്ട് വാട്ടർ ഉണ്ടാക്കുന്ന ഇറോഷണൽ ലാൻഡ് ഫോംസ് ആൻഡ് ഡെപ്പോസിഷൻ ലാൻഡ് ഫോംസ് ഏതൊക്കെ നോക്കാം. ഇറോഷണൽ ലാൻഡ് ഫോംസ് നേരത്തെ പറഞ്ഞ പോലത്തെ സിങ്ക് ഹോൾസ്, ലാപ്പിസ് ആൻഡ് പൂൾസ്, ഇതിനകത്ത് കാണാൻ പറ്റും. ഇതിങ്ങനെ വീഴുമ്പോഴത്തേക്കും ഹോൾ പോലെ, നേരത്തെ പ്ലഞ്ച് പൂൾസ് എന്നൊക്കെ പറഞ്ഞില്ലേ, പോത്ത് ഹോൾസ് ആൻഡ് പ്ലഞ്ച് പൂൾസ്. ഈ പോത്ത് ഹോൾസ് ആൻഡ് പ്ലഞ്ച് പൂൾസ് നമ്മളിപ്പോ റോഡിൽ കാണുന്ന ഗട്ടറൊക്കെ ഏതാണ്ട് അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. അപ്പൊ ഇത് സിങ്ക് ഹോൾസും ഏതാണ്ട് അതുപോലെ തന്നെ കുഴികൾ ഫോം ചെയ്തിരിക്കുന്ന. അപ്പം ഇത് ലൈംസ്റ്റോണിന്റെ ഒക്കെ ഒരു മെറ്റീരിയൽ ആണെങ്കിലാണ് ഇത് കൂടുതലും ഇത് അലിഞ്ഞു പോകുന്നത് അതിനകത്ത്. ഓക്കെ, പിന്നെ കേവ്സ് ഉണ്ടാവുന്നുണ്ട്. ഇനി ഡെപ്പോസിഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് കാസ്റ്റ് ടോപ്പോഗ്രഫി. സ്റ്റാലക്ടൈറ്റ് ആൻഡ് സ്റ്റാലക്മൈറ്റ്. സ്റ്റാലക്ടൈറ്റ്, ഇപ്പം ഇത് രണ്ടും തമ്മിലുള്ള നമ്മൾ വേർതിരിച്ചറിയാനുള്ള ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. സ്റ്റാലക്ടൈറ്റില് നമ്മൾ C ഉണ്ട്, സ്റ്റാലക്മൈറ്റില് G ഉണ്ട്. C ഫോർ സീലിംഗ് എന്നങ്ങ് ഓർത്താൽ മതിയേ. അതായത് മേളിൽ നിന്ന് ഇങ്ങനെ 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 വിട്ട് 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 ഇങ്ങനെ ഇങ്ങനെ തൂങ്ങി തൂങ്ങി നിൽക്കുന്നില്ലേ. അപ്പൊ നമ്മൾ ഫ്രീസറൊക്കെ തുറന്നു കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ വെള്ളം ഇങ്ങനെ നിൽക്കത്തില്ലേ, ഏതാണ്ട് ആ ഒരു ഫോമിൽ ഉണ്ടാവും. ഈ സാധനം സീപ്പ് ഡൗൺ ചെയ്ത് പോകുമ്പോഴത്തേക്ക് കുറെ അലിഞ്ഞു പോയി ഇങ്ങനെ ഈ ഒരു സ്ട്രക്ചറിൽ ഉണ്ടായി നിൽക്കുന്നത്. ഇതിനാണ് നമ്മൾ സ്റ്റാലക്ടൈറ്റ് എന്ന് പറയുന്നത്. സ്റ്റാലക്മൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഗ്രൗണ്ട്. G ഫോർ ഗ്രൗണ്ട്, ഇങ്ങനെ ഓർത്താൽ മതി. ഗ്രൗണ്ടിൽ നിന്ന് പൊങ്ങി നിൽക്കുന്നതിന് നമ്മൾ സ്റ്റാലക്മൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഗ്രൗണ്ട് വാട്ടറിന്റെ കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ ഗ്ലേഷ്യേഴ്സ് ഉണ്ടാക്കുന്ന ലാൻഡ് ഫോംസ് നോക്കാം. ഗ്ലേഷ്യേഴ്സിൽ നമുക്ക് ഇറോഷണൽ ലാൻഡ് ഫോംസ് ഉണ്ട്, ഡെപ്പോസിഷൻ ലാൻഡ് ഫോംസ് ഉണ്ട്. ഇപ്പം ഇറോഷനിൽ വരുന്നതാണ് സിർക്ക്. സിർക്ക് എന്ന് പറഞ്ഞാൽ മൗണ്ടന്റെ ഒരു ഭാഗം ഗ്ലേഷ്യർ ഇങ്ങനെ പോയി കഴിയുമ്പോൾ ഒരു കർവ് പോലെ വരുന്നത് നമ്മൾ സിർക്ക് എന്ന് പറയുന്നത്. ഹോൺ എന്ന് പറയുമ്പോഴത്തേക്കും സൈഡിലുള്ള ആ കുറെ മഞ്ഞ് ഒലിച്ചിറങ്ങി, അലിഞ്ഞു പോയി കഴിയുമ്പോഴത്തേക്കും ഹോൺ പോലെ വരും, ഇങ്ങനെ കൂർത്തിരിക്കും. ഇതിനാണ് നമ്മൾ ഹോൺസ് എന്ന് പറയുന്നത്. അതിനൊരു ഉദാഹരണമാണ് മാറ്റർ ഹോൺ എന്ന് പറയും, ഒരു മലനിരയാണ് മാറ്റർ ഹോൺ. ടോബ്ലറൺ ചോക്ലേറ്റ് ഇല്ലേ, അതിനകത്ത് നമ്മൾ ഈ പടത്തിൽ കാണിച്ചിരിക്കുന്ന മൗണ്ടൻ എന്ന് പറയുന്ന മാറ്റർ ഹോൺ ആണ് കേട്ടോ. പിന്നെ അടുത്തത് ഗ്ലേഷ്യൽ വാലി, ട്രഫ്സ്, ഫ്യോർഡ്സ് എന്നൊക്കെ പറയുന്നത് എന്താണ്, ഇറോഷണൽ ലാൻഡ് ഫോംസിന് ഉദാഹരണമാണ്. ഇനി അടുത്ത ഡെപ്പോസിഷനിൽ നോക്കുകയാണെങ്കിൽ മൊറൈൻ, ഇത് പടം കാണിച്ചിട്ടുണ്ട്. മൊറൈൻ അത് എന്താ, ഇത് ഒഴുകി വന്ന് ബണ്ട് പോലെ ഫോം ചെയ്യുന്നതന്നെ നമ്മൾ മൊറൈൻസ് എന്ന് പറയാം. മൊറൈൻസ് തന്നെ മിഡിൽ മൊറൈൻ, ടെർമിനൽ മൊറൈൻ എന്നൊക്കെ പറഞ്ഞ പല പല ക്ലാസിഫിക്കേഷൻ അതിൽ തന്നെ ഉണ്ട്. പിന്നെ എസ്കേഴ്സ്, ഔട്ട് വാഷ് പ്ലെയിൻ, പ്ലെയിൻ പോലെ, ഇത് പടത്തിൽ തന്നെ കാണാം. ഡ്രംലിൻസ്, ഡ്രം എന്ന് പറയുന്നത് നിങ്ങൾ ആ ടേം കേൾക്കുമ്പോൾ തന്നെ സം പ്രൊട്രൂഡിങ് ആയിട്ടൊരു ഫിഗർ, ഡ്രം പോലെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫിഗർ മനസ്സിൽ കാണുക, അതാണ് ഡ്രംലിൻസ്. ഇതേണ്ടേ ഇങ്ങനെ സാൻഡ് ഡ്യൂൺസ് പോലെ കാണുന്ന സാധനം. സാൻഡ് ഡ്യൂൺസ് വേറെ, അത് ഡെപ്പോസിഷണൽ ബൈ വിൻഡ്, അതിന് ഡെസേർട്ട്. ഇത് അതുമായിട്ട് കണക്ഷൻ ഇല്ല, ഞാൻ പറഞ്ഞ അത് പോലത്തെ എന്ന് പറഞ്ഞതാണ്. അത് രണ്ടും കൂടെ തമ്മിൽ കൺഫ്യൂസ് ആക്കരുത്. അപ്പൊ ഡ്രംലിൻസും ഒരു ഡെപ്പോസിഷണൽ ഫീച്ചേഴ്സ് ആണ് ഓഫ് ഗ്ലേഷ്യർ. ഇനി അടുത്ത ഏജന്റ് എന്ന് പറഞ്ഞാൽ വേവ്സ് ആൻഡ് കറന്റ്സ്. ഇപ്പൊ വേവ്സ് ആൻഡ് തിരമാലകൾ. അപ്പൊ ഇത് ഉണ്ടാക്കുന്ന ഇറോഷണൽ ലാൻഡ് ഫോംസ് ഏതൊക്കെയാണ്? നമ്മള് ക്ലിഫ് കണ്ടിട്ടില്ലേ സിനിമകളിലും, ഇത് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പോയിട്ടുണ്ടല്ലോ വർക്കല ക്ലിഫ് കണ്ടിട്ടില്ലേ? ഇത് ഒരു വലിയ മൗണ്ടൻ ആയിരിക്കും. ഇതിങ്ങനെ തിരമാല വന്ന് അടിച്ചടിച്ചടിച്ച് ഇത്രയും ഭാഗം അങ്ങ് ഇറോഡ് ചെയ്ത് പോയിട്ട് അവസാനം ഇങ്ങനെ നിൽക്കും. ഇതിനെയാണ് നമ്മൾ ക്ലിഫ് എന്ന് പറയാം. ഓക്കെ, ക്ലിഫ്സ് ഉണ്ടാവുന്നുണ്ട്, ടെറസ് ഉണ്ട്, അതായത് ടെറസ് ഇതുപോലെ, ആൻഡ് കേവ്സ് ഉണ്ടാവുന്നുണ്ട്. ഇപ്പം ഇങ്ങനെ പാറയാണെങ്കിൽ ഇതിനകത്ത് വന്ന് വെള്ളം അടിച്ചു കയറി ഇത്രയും ഭാഗം ഹോളോ ആയിട്ട് പോകും, അങ്ങനെ കേവ് ആയിട്ട് ഉണ്ടാവും. ഓക്കെ, ഡെപ്പോസിഷനിൽ എക്സാമ്പിൾ ആണ് ബീച്ചസ്. ബീച്ചസ് സാൻഡ് വന്ന് വന്ന് അതൊരു ഇമേർജ് ആയി വരികയാണ്, ലാൻഡ് ഫോം ഇമേർജ് ആയി വരികയാണ്. ബീച്ചസ് ആൻഡ് ഡ്യൂൺസ് ഈ കാണുന്നത്. ബാർസ് ആൻഡ് ബാരിയേഴ്സ്, ഈ കാണുന്നതാണ് ബാർസ് ആൻഡ് ബാരിയേഴ്സ്. അത് ഇങ്ങനെ ഒരു എന്താ പറയാ, ഇതിപ്പോ ഒരു ബീച്ചാന്ന് വിചാരിക്കാം, ഇതിപ്പം കടല്, അപ്പൊ ഇത് ബാർസ് ആയിട്ട് വന്നു. ഇവിടെ ഇങ്ങനെ എന്താ പറയാ, മണല് ചേർന്ന് 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 ഇവിടെ ഇങ്ങനെ ഫോം ആയെന്ന് വിചാരിക്കും. അപ്പോൾ ഇതിങ്ങനെ എൻക്ലോസ്ഡ് ആയിട്ട് വരികയെന്ന് വിചാരിക്കും. ഈ മണലിങ്ങനെ എൻക്ലോസ്ഡ് ആയിട്ട് വരികയാണ്. ഈ കടൽ വെള്ളം എന്താ ഇതിന്റെ നടുക്ക് ഇങ്ങനെ പൂള് പോലെ കാണുന്നു. അതിനെയാണ് നമ്മൾ ലഗൂൺ എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി അടുത്ത ഏജന്റ് ആണ് വിൻഡ്. ഇപ്പൊ വിൻഡിന്റെ ഇറോഷണൽ ലാൻഡ് ഫോംസ് ഏതാണ്? പെഡിമെന്റ്സ് ആൻഡ് പെഡിപ്ലെയിൻ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മല, ഒരു മല നിങ്ങൾ ഇമാജിൻ ചെയ്യൂ, താഴെ സാൻഡ്, ഇത് കാറ്റ് അടിച്ചടിച്ചടിച്ച് ഈ കാണുന്ന മല അത് ഇങ്ങനെ പോവും, ഇത്രയും പോർഷൻ ഇറോഡ് ചെയ്ത് അത് പ്ലെയിൻ പോലെ പോവും. ഇത് ഇങ്ങനെ സ്റ്റീപ്പായിട്ട് താഴോട്ട് പോകുന്നതിന് നമ്മൾ പെഡിമെന്റ് എന്ന് പറയും. അത് പ്ലെയിൻ ആയിട്ട് മാറുന്നതിന് നമ്മൾ പെഡിപ്ലെയിൻ എന്ന് പറയും. ഓക്കെ, ഇത് പെഡിമെന്റ്. പ്ലായാസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താ, ഈ പറയുന്ന ഡെസേർട്ടില്, ഇത് ഡെസേർട്ടാന്ന് വിചാരിക്കുക, പയ്യെ 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 ഇവിടെ ഒരു ഡിപ്രഷൻ ഉണ്ടാവും, മഴ പെയ്യും, ഇവിടെ വെള്ളം വരും, ആ വെള്ളം ഇവാപ്പറേറ്റ് ചെയ്ത് പോകുമ്പോൾ ഒരു സലൈനിറ്റി ആയിട്ടുള്ള ഒരു സോൾട്ട് പാൻ പോലെ അവിടെ ഫോം ചെയ്യും. താഴ്ന്ന് അത് എന്താ കാപ്പിലറി റൈസ് വഴി ഒരു കുറച്ച് സലൈൻ ആയിട്ടുള്ള പ്ലെയിൻ ആയിട്ട് ഉണ്ടാവും. അതിനാണ് നമ്മൾ പെഡസ്റ്റൽ ഇത് കാണിച്ചിരിക്കുന്നത് അതിന്റെ എക്സാമ്പിൾ. അതായത് മേ ബി ഇതൊരു മലയായിരിക്കുമേ, ഇങ്ങനെ ഉണ്ടായൊരു സാധനമായിരിക്കും. കാറ്റ് അടിച്ചടിച്ച് ഈ രണ്ട് വശത്തെയും സാധനം അങ്ങ് പോയി, എന്നിട്ട് അവസാനം ഇത് മഷ്റൂം പോലെ തന്നെ ഇങ്ങനെ നിൽക്കുന്നു. ഇത് മഷ്റൂം എന്ന് പറയാം, ടേബിൾ എന്ന് പറയാം, പെഡസ്റ്റൽ റോക്ക്, എല്ലാം ഏതാണ്ട് ഒരുപോലെ തന്നെ സാധനം. ആ ഒരു പെർട്ടിക്കുലർ ലാൻഡ് ഫോം സൈഡിലുള്ളതെല്ലാം പോയിട്ട് ആ ഒരു ഫിഗർ മാത്രമായിട്ട് നിൽക്കുക. ഇതിനെ നമ്മൾ മഷ്റൂം, ടേബിൾ ആൻഡ് പെഡസ്റ്റൽ റോക്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇതൊരു ഇറോഷണൽ ലാൻഡ് ഫോം ആണ്. ഡെപ്പോസിഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാൻഡ് ഡ്യൂൺസ്, അതായത് ഡെസേർട്ടിൽ കാറ്റ് അടിച്ചടിച്ച് ഇവിടുത്തെ മണ്ണെല്ലാം കൊണ്ടുപോയി ഇവിടെ കൂട്ടി വെക്കുക. അങ്ങനെ ഇങ്ങനെ അടിച്ചടിച്ച് അവിടെ നിന്നുള്ളത് മണ്ണുകൾ വന്നിട്ട് ഈ മണലിനെ കൊണ്ട് ഒരു ഹീപ്പായിട്ട് വെക്കുകയാണ്. ഓക്കെ, പിന്നെ നമ്മൾ സാൻഡ് ഡ്യൂൺസ് എന്ന് പറയുന്നത്. ഇത് തന്നെ പല രീതിയിലുണ്ട്. സാൻഡ് ഡ്യൂൺസ് മാത്രമല്ലാതെ ഡെപ്പോസിഷൻ ലാൻഡ് ഫോംസിൽ ബർച്ചൻസ് എന്ന് പറയും. അതായത് കാറ്റിന്റെ ദിശയ്ക്കനുസരിച്ച് മണൽ പല രൂപത്തിൽ, ഇപ്പം ഈ വശത്താണ് കാറ്റടിക്കുന്നതെങ്കിൽ ഇതാണ്ട് ഇങ്ങനെ ഈ ഒരു ഫോർമേഷനിൽ ഇരിക്കും. അതുപോലെ തന്നെ സേഫ് എന്ന് പറയും. സേഫ് എന്ന് പറയുന്നത് ബർച്ചൻസ് എന്ന് പറഞ്ഞാൽ രണ്ടറ്റവും കൂർത്തിരിക്കും, കണ്ടോ ഇതുപോലെ. സേഫിലാണെങ്കിൽ ഒരു അറ്റത്തിന് അത്ര കൂർപ്പില്ല, ഈ ഒരു വശം മാത്രമേ കൂർത്തിരിക്കത്തുള്ളൂ. പാരബോളിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സ് ബർച്ചനെയാണ് പാരബോളിക് എന്ന് പറയുന്നത് കേട്ടോ. ഈ ബർച്ചൻ ഈ ഒരു വശത്ത്, പാരബോളിക് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചു വരും. ട്രാൻസ്വേഴ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട്, വിൻഡ് ഈ ഡയറക്ഷനിലായിരിക്കും ഫോം ചെയ്യുന്നത്, പക്ഷെ ആ എന്താ ബണ്ട് കെട്ടിയതുപോലെ മണല് ഒരുമിച്ച് ഒരു വരിയിൽ ഇങ്ങനെ കിടക്കുന്ന, ഇതാ ഈ പടം കാണിക്കുന്ന പോലെ തന്നെ, ഇതിനെയാണ് നമ്മൾ ട്രാൻസ്വേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇങ്ങനെ പല ടൈപ്പ് ഓഫ് ഡെപ്പോസിഷണൽ ലാൻഡ് ഫോം ഉണ്ട് ഡ്യൂ ടു വിൻഡ് ആസ് ഏജന്റ്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന ടെക്ടോണിക്സ്. ടെക്ടോണിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ എർത്തിന്റെ ക്രസ്റ്റിനെ, അതായത് ലിത്തോസ്ഫിയർ എന്ന് എടുത്തു പറയാം. ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് എർത്തിന്റെ ക്രസ്റ്റ് മാത്രമല്ല, ക്രസ്റ്റും അപ്പർ മാൻഡിലും കൂടെ ചേർന്നതാണ് ലിത്തോസ്ഫിയർ. അപ്പൊ ഇതിനൊരു പ്ലേറ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ ഈ പ്ലേറ്റ്സ് എപ്പോഴും മൂവിങ് ആണ്. അപ്പൊ ഈ പ്ലേറ്റ്സിന്റെ മൂവിങ്, അതിന്റെ ഇന്ററാക്ഷൻ, ഇതിനനുസരിച്ചാണ് ലാൻഡ് ഫോംസ് ഉണ്ടാവുന്നത്. അപ്പൊ ഇതിനെ പറ്റിയുള്ളൊരു വളരെ ഇൻഡെപ്തിലുള്ള പഠനമാണ് ടെക്ടോണിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ എന്താ പറയുക, ടെക്ടോണിക്സിനെ എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറയുന്നത് അത് വളരെ ലേറ്റ്ലി ഉണ്ടായതാണ്. ഈ പ്ലേറ്റ് ടെക്ടോണിക് തിയറി എന്നൊക്കെ പറയുന്നത് ഇപ്പം ഭൂമിയുടെ മേൽഭാഗം പ്ലേറ്റ്സ് പോലെയാണെന്നും പ്ലേറ്റ്സ് അത് ഇന്ററാക്ട് ചെയ്യുമ്പോഴാണ് ഈ ലാൻഡ് ഫോംസ് ഉണ്ടാകുന്നതെന്നെല്ലാം പിൽക്കാലത്ത് ഇവോൾവ് ചെയ്തു വന്ന തിയറിയാണ്. അതിന് മുന്നേ വരെ വേറെ പല തിയറീസ് ഉണ്ട്. അത് ഈ ലാൻഡ് ഫോംസ് ഒക്കെ എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളത് പഠിക്കാൻ പല തിയറീസും ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെയാണ് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി. ഓക്കെ, കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി എന്ന് പറഞ്ഞാൽ ആൽഫ്രഡ് വെഗ്നർ എന്ന് പറഞ്ഞ ആളാണ് അത് പ്രപ്പോസ് ചെയ്യുന്നത്. അതിൽ പുള്ളി പറയുന്നത് നമ്മുടെ പ്ലേറ്റ്സ് അല്ല, കോണ്ടിനെന്റ്സ് ആണ് തമ്മിൽ മൂവ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. കോണ്ടിനെന്റ്സ് ആദ്യം നമ്മളെ ഭൂമിയിൽ ഒരു വലിയ കോണ്ടിനെന്റ് ഉണ്ടായിരുന്നു, ഒരു വലിയ കോണ്ടിനെന്റ്, എല്ലാം കൂടെ ചേർന്നിട്ടൊരു വലിയ കോണ്ടിനെന്റ് ഉണ്ട്. അതിന് നമ്മൾ പാൻജിയ എന്ന് പറയും. ചുറ്റുമുള്ള ചുറ്റും വാട്ടർ ബോഡി ഉണ്ട്, പന്തലാസ. അപ്പോ ഈ ഭൂമിയിൽ നമ്മൾ ഒരൊറ്റ ലാൻഡ് മാസ് ആണ് ഉണ്ടായിരുന്നത്, പാൻജിയ. അതിന് ചുറ്റും കാണുന്ന വാട്ടർ ബോഡി പന്തലാസ എന്ന് പറയുന്നു. ഇടയിൽ ഒരു തെത്തീസി വന്നിട്ട് പാൻജിയനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു, ലൊറേഷ്യ ആൻഡ് ഗോണ്ട്വാന ലാൻഡ്. അപ്പൊ ഈ ലൊറേഷ്യ പിന്നീട് പിൽക്കാലത്ത് വേറെ പല കോണ്ടിനെന്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അത് ഏതൊക്കെയാണ്? നോർത്ത് അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ ആയിട്ടൊക്കെ സ്പ്ലിറ്റ് ചെയ്തു. അതിനുശേഷം പിന്നെ ഗോണ്ട്വാന ലാൻഡ് സൗത്ത് അമേരിക്ക, ആഫ്രിക്ക, അന്റാർട്ടിക്ക, ഓസ്ട്രേലിയ, ഇന്ത്യ, അതുപോലെ പല ഭൂഖണ്ഡങ്ങളായിട്ട് ഇത് സ്പ്ലിറ്റ് ചെയ്ത് മാറി.
ഓക്കെ. അപ്പോൾ കോണ്ടിനെന്റ്സ് തമ്മിലുള്ള മൂവ്മെന്റ് ആണ് ഈ പറയുന്ന കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി എന്ന് പറയുന്നുണ്ട്. അതിന് പല എക്സാമ്പിൾസ്, അതായത് പ്ലേസർ ഡെപ്പോസിറ്റ്, ഫോസിൽസിന്റെ ഡെപ്പോസിറ്റ്, ഓരോ കോണ്ടിനെന്റ്സിൽ കാണുന്ന ഈ പറയുന്ന ഡെപ്പോസിറ്റ്സ് എല്ലാം അതിനൊരു ഉദാഹരണമായിട്ട് പുള്ളി പറയുന്നുണ്ട്. മാത്രമല്ല നമ്മള് സൗത്ത് അമേരിക്കനെ ആഫ്രിക്കനെ എടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് ഫിറ്റ് ആയിട്ട് നമ്മൾ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ഒത്തിരിക്കുന്നത് പോലെ ഒരു ഫിറ്റ് ആയിട്ട് പറയുന്നു. അപ്പൊ ഇതെല്ലാം കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറിക്ക് എക്സാമ്പിൾ ആണ്. പക്ഷെ അത് കുറെ പോരായ്മകൾ കാരണം അത് നെഗ്ലക്ട് ചെയ്തു. ആൻഡ് പോളാർ വാണ്ടറിംഗ് തിയറി പറയുന്ന എർത്തിന്റെ പോൾസ് സ്റ്റേബിൾ അല്ല, അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ. അപ്പൊ അത് ടെക്ടോണിക്സിന്റെ ഒരു ഉദാഹരണമായിട്ട് കൊണ്ടുവന്നൊരു തിയറിയാണ്. പിന്നെ സീ ഫ്ലോർ സ്പ്രെഡിങ് തിയറി, അതും പ്ലേറ്റ് ടെക്ടോണിക്സും കൺവെൻഷണൽ കറന്റ് തിയറിയൊക്കെ ഏതാണ്ട് ഒരു കുടക്കീഴിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യമാണ്. നമ്മൾ നേരത്തെ സീ ഫ്ലോർ സ്പ്രെഡിങ് എന്ന് പറഞ്ഞായിരുന്നു അല്ലെ. അപ്പോ ഈ സീ ഫ്ലോർ സ്പ്രെഡിങ് ആൻഡ് പ്ലേറ്റ് ടെക്ടോണിക്സ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സ് ആണ്. നമ്മളെ ക്രസ്റ്റും അപ്പർ മാൻഡിലും കൂടെ ചേർന്നിട്ട് പ്ലേറ്റ്സ് പോലെയാണ്. അതിന് നമ്മൾ ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് എന്ന് പറയുന്നു. അത് മൂവ് ചെയ്യുന്നുണ്ട്. ഈ മൂവ് ചെയ്യുന്നതിന്റെ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. മൂവ് ചെയ്തത് പ്രകാരമാണ് പല മൗണ്ടൻസും കുറെ വോൾക്കാനോസ് ഇതെല്ലാം ഫോം ചെയ്യുന്നത് ഇത് പ്രകാരമാണ്. ഓക്കെ. സീ ഫ്ലോർ സ്പ്രെഡിങ് തിയറി എന്ന് പറയുന്നത്, ഇപ്പോ ഫോർ എക്സാമ്പിൾ 2 പ്ലേറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ പ്ലേറ്റ്സ് ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് തന്നെ പ്ലേറ്റ്സ് എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു എന്ന് പഠിക്കുന്നത് അത്യാവശ്യമാണ്. അത് കാരണം അത് പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെ മൗണ്ടൻസ്, ഏതൊക്കെ രീതിയിലാണ് മൗണ്ടൻസ് ഉണ്ടാവുന്നത് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ 2 പ്ലേറ്റ്സ് ഉണ്ട്. ഓക്കെ. ഇതാണ് ക്രസ്റ്റ്, അതിന്റെ തൊട്ട് താഴെയാണ് മാൻഡിൽ. ഇവിടെ ഒരു ഫിഷർ ഉണ്ട്. ഇത് ഇങ്ങനെ വിട്ടുമാറുകയാണ്. ടെൻഷൻ കാരണം ഈ 2 പ്ലേറ്റ്സും വിട്ടുമാറുകയാണ്. അപ്പൊ ഈ അകത്തുനിന്ന്, മാൻഡിലിന്റെ അകത്ത് നിന്ന് ലാവ പുറത്തേക്ക് വരുന്നു, ഈ 2 വശത്തേക്കും വരുന്നു. പിന്നീട് ഈ ഉണ്ടായ ലാവ ബാക്കിലോട്ട് പോവുകയും അകത്തുനിന്ന് ലാവ പുറത്തോട്ട് വരികയും ചെയ്യും. ഓക്കെ. അങ്ങനെ ഇത് സ്പ്രെഡ് ചെയ്ത് പോകുന്ന പോലെ നമുക്കത് ഊഹിക്കാൻ പറ്റും. ഈ ക്രസ്റ്റ് ഭാഗം വികസിച്ച് പുതിയ ക്രസ്റ്റ് ഉണ്ടാവുകയാണ്. ഭൂമിക്ക് അകത്തുനിന്ന് പുതിയ ക്രസ്റ്റ് ഉണ്ടാവുക. അപ്പൊ മുകളിലുള്ള ഭാഗം പ്ലേറ്റ് വിട്ട് മാറിപ്പോവുകയാണ്. ഓക്കെ. അപ്പൊ പുതുതായിട്ട് ഉണ്ടാവുന്ന റോക്സ് ഈ ഭാഗത്ത്, ഈ റിഡ്ജ്, ഇതിനെ റിഡ്ജ് എന്ന് പറയുന്നത് കേട്ടോ. ഈ റിഡ്ജിന്റെ ഇരുവശങ്ങളിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ ന്യൂ ആയിട്ട് ഫോം ചെയ്ത ക്രസ്റ്റ് ആണ്. ഓൾഡ് ക്രസ്റ്റ് അങ്ങോട്ട് പൊക്കോണ്ടിരിക്കും. ഇവിടെ നിന്ന് ഇങ്ങനെ പൊങ്ങി വരുന്ന, നിങ്ങൾക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഓവനിൽ കേക്ക് ഉണ്ടാവുന്നത് നിങ്ങളെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടാവും, അത് നേരിട്ട് കണ്ടിട്ടാവും. അപ്പൊ ഇതിനകത്ത് ആദ്യം കേക്കിന്റെ ഒരു ബാറ്റർ ആ ഒരു ഫ്രെയിമിൽ വെക്കുന്ന സമയത്ത് അത് വളരെ ചെറുതായിട്ട്, അല്ലെങ്കിൽ ചെറിയ നട്ട്സ് ഒക്കെ ആയിട്ട്, കട്ട്സ് ഒക്കെ ചെറുതായിട്ടായിരിക്കും നമുക്ക് കാണുന്നത്. ഇത് കുക്കായിട്ട് വരുമ്പോൾ ഈ സാധനം പൊങ്ങി വരും. അപ്പൊ അകത്തുനിന്ന് ലേയേഴ്സ് പുറത്തോട്ട് വരുന്ന പോലെ നമുക്ക് കാണാൻ പറ്റൂലേ, പുതിയൊരു ക്രസ്റ്റൽ ലെയർ ഫോം ചെയ്യുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതുപോലെ തന്നെയാണ് സീ ഫ്ലോർ സ്പ്രെഡിങ് നടക്കുന്നത്. അപ്പൊ പ്ലേറ്റ്സ് അങ്ങോട്ട് മൂവ് ചെയ്യും. ഇതിന് നമ്മൾ ഡൈവേർജന്റ് പ്ലേറ്റ് എന്നാ പറയുന്നത്. ഡൈവേർജ് ചെയ്യുക, മാറിപ്പോവുക, പ്ലേറ്റ്സ് അങ്ങോട്ട് മാറിപ്പോവുക. ഓക്കെ. സോ അതാണ് സീ ഫ്ലോർ സ്പ്രെഡിങ്. ഇപ്പം ഈ എന്താ പറയാ, ഇത് റിഡ്ജിന്റെ ഭാഗത്താ ഇത് സാധാരണ കണ്ടുവരുന്നത്. അപ്പൊ ഈ റിഡ്ജ് എന്ന് പറയുന്നതിന് ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്നത് നമ്മുടെ മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ അവിടെ നമ്മൾ കൂടുതലായിട്ടും വോൾക്കാനിസം കാണുന്നുണ്ട്. കാരണം ലാവയാ പുറത്തോട്ട് വരുന്നത്. ഇവിടെ വോൾക്കാനിസം സംഭവിക്കാറുണ്ട്. ഈ ഡൈവേർജൻ പ്ലേറ്റ് ബൗണ്ടറിയിൽ എർത്ത് ക്വേക്ക് സംഭവിക്കാറുണ്ട്. സോ പ്ലേറ്റ് ടെക്ടോണിക്സും സീ ഫ്ലോർ സ്പ്രെഡിങ് ഒക്കെ ഏതാണ്ട് ഒരു കുടക്കീഴിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന കാര്യമാണ്. കൺവെക്ഷണൽ കറന്റ് തിയറി ഞാൻ നേരത്തെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞു. മാൻഡിലില് നമ്മൾ എസ്തനോസ്ഫിയർ ഉണ്ട്, അവിടെ നമ്മൾ കൺവെക്റ്റീവ് കറണ്ട് സംഭവിക്കുന്നു. റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസിന്റെ ഒരു പ്രഭാവം കാരണം അവിടെ കൺവെക്ഷൻ കറണ്ട് ഫോം ചെയ്യുന്നു. മാഗ്മ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവെക്റ്റീവ് കറണ്ട് ആയിട്ട് മൂവ് ചെയ്യുന്നു. അതിൽ കുറെ കൺവെക്റ്റീവ് കറണ്ട് ഫിഷേഴ്സ് വഴി പുറത്തോട്ട് വരുന്നു. അത് വോൾക്കാനിസം സംഭവിക്കുന്നു. ഓക്കെ. അപ്പൊ കൺവെക്റ്റീവ് കറണ്ട് ഈ പൊങ്ങി വരുന്ന പ്ലേറ്റ് എന്ന് പറയുന്ന, പൊങ്ങി വരുന്ന മാഗ്മ എന്ന് പറയുന്ന കാര്യം കൺവെക്ഷണൽ കറന്റ് തിയറി കൊണ്ടുണ്ടാവുന്ന കാര്യം തന്നെയാണ്. ഓക്കെ. അപ്പൊ ഇത് മൂന്നും ഒരു കുടക്കീഴിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന തിയറിയാണ്. കണക്റ്റഡ് ആണ്, ഇന്റർ കണക്റ്റഡ് ആണ്. ഓക്കെ. സീ ഫ്ലോർ സ്പ്രെഡിങ് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇതാണ്ട് മാൻഡിൽ എസ്തനോസ്ഫിയർ ഉണ്ട്. അതായത് ഇങ്ങനെ കൺവെക്റ്റീവ് കറണ്ട് ആയി പോകുന്നത്. അതായത് റിഡ്ജ് വഴിയാണ് പുറത്തോട്ട് വരുന്നത്. അപ്പൊ ഇത് പ്ലേറ്റ് ബൗണ്ടറി ഇങ്ങനെ വികസിച്ചത് ഇങ്ങോട്ട് പോകുന്നു. അപ്പൊ പുതുതായിട്ടുണ്ടായ പ്ലേറ്റ് ഈ ഭാഗത്താണ് കാണുന്നത്.
സ്പ്രെഡ് ചെയ്ത് പോകുന്നു. സീ ഫ്ലോർ സ്പ്രെഡിങ്, ഇതാ അങ്ങനെ പറയുന്നത്. അണ്ടർ സീലാണ് നമ്മൾ കൂടുതൽ റിഡ്ജ് കാണുന്നത് കേട്ടോ. ഇത് സീയുടെ ഒരു ടോപ്പോഗ്രഫി കാണിച്ചിരിക്കുകയാണ്. സീ ഫ്ലോർ സ്പ്രെഡിങ് എങ്ങനെ സംഭവിക്കുന്നു എന്ന് കാണിച്ചിരിക്കുന്നത് കണ്ടോ. മാൻഡിൽ, ഇതിന്റെ അകത്ത് ഈ ലാവ കണ്ടോ, ഇത് പുറത്തോട്ട് വരുന്നുണ്ട്. ഈ ഇത് റിഡ്ജാണ്. റിഡ്ജ് വഴി പുറത്തേക്ക് വരികയാണ്. രണ്ട് വശത്തായിട്ട് ഇതാണ്ട് സ്പ്രെഡ് ചെയ്യുന്നു. സ്പ്രെഡിങ് കാണിച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇതൊരു പ്ലേറ്റ്, ഇതൊരു പ്ലേറ്റ്, ഇത് വേറൊരു പ്ലേറ്റ്. ഇത് കോണ്ടിനെന്റൽ പ്ലേറ്റാ. ഇവിടെ എന്ത് സംഭവിച്ചിരിക്കുന്നത്? ഇത് താഴോട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം ഏതാണ്? എങ്ങനെ പ്ലേറ്റുകൾ തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ പ്ലേറ്റ് ഇവിടെ നിന്ന് മാറിയിട്ട് ഈ ഒരു പ്ലേറ്റിന്റെ താഴോട്ട് പോകുന്നു. ഇതിനെ നമ്മൾ സബ്സൈഡ് ചെയ്യാന്ന് പറയുന്നത്. ഈ പ്രക്രിയയെ നമ്മൾ ഡൈവേർജൻസ് എന്നാ പറഞ്ഞല്ലേ. രണ്ട് പ്ലേറ്റ് ഡൈവേർജ് ആയിട്ട് പോകുന്നു. ഇതിനെ നമ്മൾ എന്ത് പറയും? കൺവേർജൻസ് എന്ന് പറയും. ഇത് ഡിസ്ട്രക്റ്റീവ് പ്ലേറ്റാ. ഇവിടെ ഡിസ്ട്രക്ഷൻ ആ സംഭവിച്ചിരിക്കുന്നത്. കാരണം എന്താ? ഒന്ന് ഡിസ്ട്രക്ട്, ഈ പ്ലേറ്റ് ഡിസ്ട്രക്ട് ആയി പോയല്ലേ ഇതിന്റെ അടിയിലോട്ട് പോയപ്പോ. ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസ്ട്രക്റ്റീവ് ആണ് അല്ലേ. കാരണം ഇത് സംതിങ് കൺസ്ട്രക്റ്റഡ് ആയിരിക്കണം. അവിടെ സംതിങ് ഉണ്ടായി കഴിഞ്ഞു. ഇവിടെ നമുക്ക് പുതിയ പ്ലേറ്റ് അല്ലെങ്കിൽ പുതിയ എന്താ പറയാ ഒരു ക്രസ്റ്റ് ഫോം ചെയ്തു. ഇവിടെ രണ്ട് സ്ഥലത്തും എർത്ത്ക്വേക്ക് ആൻഡ് വോൾക്കാനിസം ഉണ്ടാവും. ഈ പ്ലേറ്റ്, രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ പ്ലേറ്റ് 1, പ്ലേറ്റ് 2, പ്ലേറ്റ് 3 എന്നിങ്ങനെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് പ്ലേറ്റുകൾ സീ ഫ്ലോർ സ്പ്രെഡ് ചെയ്ത് പോവുകയാണ്. നമ്മൾ എന്താ മാഗ്മ പുറത്തോട്ട് വന്നിട്ട് സീ ഫ്ലോർ സ്പ്രെഡിങ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെയോ ഈ പ്ലേറ്റ് മറ്റൊന്നിന്റെ താഴോട്ട് പോവുകയാണ്. ഇവിടെ കൺവേർജിങ് ഇവിടെ കാണിച്ചിട്ടുണ്ട്, കൺവേർജിങ് മാർജിൻ. ഇതിന് നമ്മൾ റിഡ്ജ് എന്നാ പറയാ. ഇവിടെ ഉണ്ടാവുന്ന ഏതാണ്? ട്രെഞ്ചാണ്. മെറിയാന ട്രെഞ്ചൊക്കെ ഇതിന് ഉദാഹരണമാണ് കേട്ടോ. ട്രെഞ്ച്. രണ്ടിടത്തും വോൾക്കാനിസം ഉണ്ട്, രണ്ടിടത്തും എർത്ത്ക്വേക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അടുത്ത് നമ്മൾ ഇന്ററാക്ഷൻ ഓഫ് പ്ലേറ്റ്സ് നോക്കാം. അപ്പൊ നമ്മൾ ഈ പറയുന്ന കൺവേർജൻസ്, ഡൈവേർജൻസ് ഒക്കെ നോക്കണമെങ്കിൽ പ്ലേറ്റ്സുകൾ എങ്ങനെ തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നതെന്നും കൂടെ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഈ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ഇപ്പൊ രണ്ട് പ്ലേറ്റ്സ് ഉണ്ട്. ഈ രണ്ട് പ്ലേറ്റ് ടെൻഷണൽ സ്ട്രെസ് കാരണം അങ്ങോട്ട് മൂവ് ചെയ്യാണ് രണ്ട് വശത്തോട്ടും. ഓക്കെ, സോ അത് സ്പ്രെഡ് ചെയ്യാണ്. അപ്പൊ ഈ മോഷൻ നമ്മൾ എന്താ പറയാ? സ്പ്രെഡിങ് എന്നാ പറയാ. സോ അവിടെ കൺസ്ട്രക്റ്റീവ് ആയിട്ടാണ് അവിടെ ഒരു എഫക്ട് സംഭവിച്ചിരിക്കുന്നത്. വെച്ചാൽ ഈ മാൻഡിൽ നിന്ന് മാഗ്മ പുറത്തോട്ട് വരുന്നു, സീ ഫ്ലോർ സ്പ്രെഡിങ് നടക്കുന്നു. സോ അവിടെ കൺസ്ട്രക്റ്റീവ് ആണ്. വോൾക്കാനിക് ആക്ടിവിറ്റി ഉണ്ടോ? ഉണ്ട്, വോൾക്കാനിക് ആക്ടിവിറ്റി ഉണ്ട്. ഈ ടോപ്പോഗ്രഫിക്ക് നമ്മൾ പറയുന്ന പേരെന്താ? റിഡ്ജ് എന്ന് പറയും. റിഡ്ജ് അല്ലെങ്കിൽ റിഫ്റ്റ് എന്ന് പറയും. ഗ്രേറ്റ് ആഫ്രിക്കൻ റിഫ്റ്റ് വാലി അറിയാമല്ലോ. അത് ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് പോവുക അല്ലെ. ടെൻഷൻ സ്ട്രെസ് കാരണം അത് വിട്ടുമാറി പോവുക. അപ്പൊ അതിന് നമ്മൾ റിഡ്ജ് എന്നാ പറയാ. ഓക്കെ, ഇനി രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ കൺവേർജ് ചെയ്യുന്നത് നമ്മൾ നോക്കാം. കൺവേർജ് ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം. ഏതൊരു ഇത് ഫോൾഡ് ചെയ്ത് വരാം, അല്ലെങ്കിൽ ഒരെണ്ണം മറ്റൊന്നിന്റെ താഴോട്ട് പോവാം. ഓക്കെ, ഈ ഒരെണ്ണം മറ്റൊന്നിന്റെ താഴോട്ട് പോകുന്നതിന് നമ്മൾ സബ്ഡക്ഷൻ എന്നാ പറയുന്നത്. സബ്ഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ? അവിടെ എന്താ സംഭവിക്കുന്നത്? ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സംഭവിക്കുന്നത് അല്ലേ. കാരണം ഒരെണ്ണം ഒന്നിന്റെ താഴോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ ഡിസ്ട്രക്ഷനാണ് സംഭവിക്കുന്നത്. സോ ഇങ്ങനെ ഉണ്ടാവുന്ന ആ ഒരു പെർട്ടിക്കുലർ ടോപ്പോഗ്രഫിയുടെ പേരെന്താ പറയുന്നത്? നേരത്തെ നമ്മൾ റിഡ്ജ് ഓർ റിഫ്റ്റ് എന്ന് പറയും. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ട്രെഞ്ചാ. ഞാൻ നേരത്തെ പറഞ്ഞു മരിയാന ട്രെഞ്ചൊക്കെ. ഓക്കെ, ഇതിപ്പോ ഒരെണ്ണം ഒന്നിന്റെ താഴോട്ട് പോകുന്നതാ പറഞ്ഞ. ഒരെണ്ണം ഒന്നിന്റെ താഴോട്ട് പോവാന്ന് പറയുമ്പോഴത്തേക്കും ഡെൻസിറ്റി കൂടിയ പ്ലേറ്റ് ആയിരിക്കും താഴോട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ ഒരു ഓഷ്യാനിക് ക്രസ്റ്റും കൂടെ കൂടുമ്പോഴത്തേക്കും ഏറ്റവും ഡെൻസിറ്റി ഉള്ള ഓഷ്യാനിക് ക്രസ്റ്റ് താഴോട്ട് പോകും. ഓഷ്യാനിക് ക്രസ്റ്റിനേക്കാളും എന്തുകൊണ്ടും തിക്കറാണ് കോണ്ടിനെന്റൽ ക്രസ്റ്റ്. കുറച്ച് കട്ടിയുണ്ട് എങ്കിലും ഓഷ്യാനിക് ക്രസ്റ്റ് തിന്നറാണെങ്കിലും ഡെൻസിറ്റി കൂടുതലാണ്. അപ്പൊ ഓഷ്യാനിക് ക്രസ്റ്റും കോണ്ടിനെന്റൽ ക്രസ്റ്റും കൂടെ കൂടുമ്പോൾ ഓഷ്യാനിക് ക്രസ്റ്റ് ആയിരിക്കും താഴോട്ട് പോവുക. ഓക്കെ, ഈ ഹിമാലയൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഫോൾഡിങ് വഴിയാണ് ഉണ്ടാവുന്നത്. അത് രണ്ട് കോണ്ടിനെന്റൽ ക്രസ്റ്റ് തമ്മിൽ മീറ്റ് ചെയ്യുന്നതാണ്. കോണ്ടിനെന്റൽ ക്രസ്റ്റ് മീറ്റ് ചെയ്തിട്ട് ഫോൾഡഡ് ആവുകയാണ് അവിടെ ചെയ്യുന്നത്. അവിടെ കംപ്രഷണൽ സ്ട്രെസ് ആക്ട് ചെയ്തിട്ട് അത് ഫോൾഡ് ആവുക ചെയ്യുന്നത്. അതിന് നമ്മൾ ഫോൾഡ് മൗണ്ടൻസ് എന്ന് പറയും. അപ്പോ പിന്നെ ഇനി വേറൊരു കൈൻഡ് ഓഫ് ഇന്ററാക്ഷൻ ഉണ്ട്. അതായത് കൂടിച്ചേരലും ഇല്ല, താഴോട്ട് പോലും ഇല്ല, വിട്ടുമാറലും അല്ല, ഒന്നും സംഭവിക്കുന്നില്ല. ഒരു കൺസ്ട്രക്ഷനും സംഭവിക്കുന്നില്ല, ഡിസ്ട്രക്ഷനും സംഭവിക്കുന്നില്ല. പ്ലേറ്റ്സ് തമ്മിൽ സ്ലൈഡ് ചെയ്ത് പോവുക. അതിനെ നമ്മൾ എന്താ പറയുന്നത്?
ട്രാൻസ്ഫോം ബൗണ്ടറി എന്നാ പറയുന്നത്. ഒരെണ്ണം അങ്ങോട്ടും പോവും, ഒരെണ്ണം താഴോട്ടും പോവും. ഓക്കെ, പ്രത്യേകിച്ച് ഒന്നും ഫോം ചെയ്യുന്നില്ല, സ്ലൈഡ് ചെയ്ത് പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ ട്രാൻസ്ഫോം ബൗണ്ടറി എന്ന് പറയും. സോ ഈ കാണിച്ചിരിക്കുന്ന ഫിഗറിൽ നമ്മളുടെ പ്ലേറ്റ്സ്, നമ്മളെ ഭൂമിയിലുള്ള കോണ്ടിനൻസ് ഞാൻ പറഞ്ഞു എല്ലാം ഒരു ലിത്തോസ്ഫെറിക് പ്ലേറ്റ്സ് ആണ്. ആ പ്ലേറ്റ്സ് തന്നെ മേജർ പ്ലേറ്റ്സ്, ഏറ്റവും വലുതിനെ നമ്മൾ മേജർ പ്ലേറ്റ്സ്, മൈനർ പ്ലേറ്റ്സ് എന്ന് ചെറിയ ചെറിയ പ്ലേറ്റ്സിനെ മൈനർ പ്ലേറ്റ് എന്ന് പറയുന്നത്. ഇത് തമ്മിലുള്ള ഇന്ററാക്ഷനാണ് കാണിച്ചിരിക്കുന്നത്. അത് കാരണം കുറെ കൺവേർജൻ ബൗണ്ടറി, ഡൈവേർജൻ ബൗണ്ടറി ഫോം ചെയ്യുന്നുണ്ട്. അവിടെ വോൾക്കാനിസം, എർത്ത്ക്വേക്ക് എല്ലാം സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നോക്കുന്നത്. ഈ ട്രയാങ്കിൾ ഇട്ട് കാണിച്ചിരിക്കുന്ന കൺവേർജിങ് ബൗണ്ടറി ആണ്. പസഫിക് പ്ലേറ്റ് കണ്ടോ, യുറേഷ്യൻ പ്ലേറ്റിനോടും നോർത്ത് അമേരിക്കൻ പ്ലേറ്റുമായിട്ട് കൺവേർജ് ചെയ്ത് വന്നിരിക്കുക. ഓക്കെ, അങ്ങനെ അത് ഈ പ്ലേറ്റ് മുകളിലോട്ട് കൺവേർജ് ചെയ്യുമ്പോഴത്തേക്കും അന്റാർട്ടിക് പ്ലേറ്റിൽ നിന്ന് വിട്ടു മാറുക. ഇതിങ്ങനെയാ വരുന്നത്. ഇതിനെ നമ്മൾ ഡൈവേർജൻ ബൗണ്ടറി എന്ന് പറയുന്നത്. കണ്ടോ, ഈ മുള്ളുവേലി പോലെ വരച്ചിരിക്കുന്ന ഡൈവേർജൻ ബൗണ്ടറി. ഓക്കെ, ആഫ്രിക്കൻ പ്ലേറ്റും ഈ കാണുന്ന സൗത്ത് അമേരിക്കൻ പ്ലേറ്റ് ഇത് ഇങ്ങോട്ട് കൺവേർജ് ചെയ്യുക, നസ്ക പ്ലേറ്റുമായിട്ട് കൺവേർജ് ചെയ്യുക. ഇത് ഇങ്ങോട്ട് കൺവേർജ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഡൈവേർജ് ആയിട്ട് മാറുകയാണ്. ആഫ്രിക്കൻ പ്ലേറ്റ് വിട്ടുമാറി നിൽക്കുകയാണ് യുറേഷ്യൻ പ്ലേറ്റിൽ നിന്നും, ഡൈവേർജ് ചെയ്ത് പോവുകയാണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഡൈവേർജൻസ് എന്ന് പറയുന്ന അവിടെ ഉണ്ടാവുന്ന ടോപ്പോഗ്രഫി ഏതാ, റിഡ്ജാന്ന് പറഞ്ഞു അല്ലേ. ഈ റിഡ്ജല്ലേ ഈ കാണുന്നത്, ഇതിനെയാണ് നമ്മൾ മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് എന്ന് പറയുന്നത്. കാരണം എന്താ, ഇവിടുന്ന് സീഫ്ലോ സ്പ്രെഡിങ് സംഭവിക്കുക, ഇതിങ്ങനെ പോവുക, സ്പ്രെഡ് ചെയ്ത് പോവുക ഈ സംഭവം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പ്ലേറ്റ്സ് തമ്മിൽ മാറി മാറി പോവുക. ഓക്കെ, ഇവിടെ കൺവേർജന്റ് ബൗണ്ടറിയാ. കൺവേർജന്റ് ബൗണ്ടറി എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ വോൾക്കാനിസം ഉണ്ട്, എർത്ത്ക്വേക്ക് ഉണ്ട്. ഇതിനെ നമ്മൾ എന്ത് പറയുന്നേ, ഒരു പേരിട്ട് വിളിക്കും, എന്താണ്, റിംഗ് ഓഫ് ഫയർ. ഏറ്റവും കൂടുതൽ വോൾക്കാനിസം ആൻഡ് എർത്ത്ക്വേക്ക് നടക്കുന്ന ഏരിയ. മേജർ ടെക്ടോണിക് പ്ലേറ്റ് ഏതൊക്കെയാന്ന് നോക്കാം. അന്റാർട്ടിക്ക ആൻഡ് സറൗണ്ടിങ് ഓഷ്യാനിക് പ്ലേറ്റ്. നിങ്ങൾ പ്ലേറ്റ്സ് ജസ്റ്റ് പിന്നെയും നോക്കണം, മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. ഏതൊക്കെയാണ് മേജർ പ്ലേറ്റ്സ്, മൈനർ പ്ലേറ്റ്സ് എന്നുള്ളത്, ഏതൊക്കെയാണ് കൺവേർജൻ ബൗണ്ടറി, ഡൈവേർജൻ ബൗണ്ടറി എന്നുള്ളത്. അന്റാർട്ടിക് പ്ലേറ്റ്, നോർത്ത് അമേരിക്കൻ പ്ലേറ്റ്, സൗത്ത് അമേരിക്കൻ പ്ലേറ്റ്, പസഫിക്, ഇതൊക്കെ വലിയ വലിയ കോണ്ടിനൻസ് അല്ലേ. സോ അത് മേജർ പ്ലേറ്റ് ആണെന്ന് പഠിച്ചു വെക്കാൻ നമുക്ക് എളുപ്പമുണ്ട്. ഇന്ത്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് പ്ലേറ്റ്, ആഫ്രിക്ക വിത്ത് ഈസ്റ്റേൺ അറ്റ്ലാന്റിക് ഫോർ പ്ലേറ്റ്, യുറേഷ്യ ആൻഡ് അഡ്ജസന്റ് ഓഷ്യാനിക് പ്ലേറ്റ്. സോ ഇത്രയും മേജർ ആണ്. അപ്പൊ മൈനർ ആയിട്ട് വരുന്ന ഏതൊക്കെയാ, മൈനർ ആണ് കൂടുതൽ ചോദിക്കാൻ ചാൻസ്. കാരണം മൈനർ ഓർത്ത് വെക്കാനും ബുദ്ധിമുട്ടാണ്. അത് ചെറിയ പ്ലേറ്റ് ആണ്, ഏതിന്റെയൊക്കെ ഇടയിൽ വരുന്നതാണെന്ന് ഓർക്കാൻ പാടായിരിക്കും. സോ അത് കാരണം മൈനർ പ്ലേറ്റ്സ് ഇതൊക്കെയാണ് ഓർത്ത് വെക്കുക. മറ്റേന്ന് പറയുമ്പോഴത്തേക്കും മേജർ പ്ലേറ്റ് മിക്കതും കോണ്ടിനെന്റിന്റെ പേര് തന്നെ ആയതുകൊണ്ട് നമുക്ക് ഓർത്ത് വെക്കാൻ എളുപ്പമായിരിക്കും. മൈനർ പ്ലേറ്റ് എന്ന് പറയുന്ന കൊക്കോസ് പ്ലേറ്റ്, അങ്ങനെ കേൾക്കാത്ത പേരുകളാണ്. കൊക്കോസ് പ്ലേറ്റ്, നാസ്ക പ്ലേറ്റ്, അറേബ്യൻ പ്ലേറ്റ്, ഫിലിപ്പൈൻ പ്ലേറ്റ്, കാരോളിൻ പ്ലേറ്റ്, ഫ്യൂജി, ടർക്കിഷ്, ഏഗൻ, കരീബിയൻ. സോ ഇതൊക്കെ ഏതിൻ്റെയൊക്കെ സെൻട്രലാ വരുന്നതെന്നുള്ളത് ജസ്റ്റ് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ഈ ഡോക്യുമെന്റിൽ നോക്കി പഠിച്ചു വെച്ചേക്കാം. അപ്പൊ വോൾക്കാനിസം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ നേരത്തെ തന്നെ അത് വോൾക്കാനിസം എന്താണെന്ന് പറഞ്ഞു പോയി കഴിഞ്ഞു. ഇനി പ്രത്യേക എക്സ്പ്ലനേഷൻ തന്നെ ആവശ്യമില്ല. നമ്മുടെ എസ്തനോസ്ഫിയറിലുള്ള മോൾട്ടൻ ലാവ പല ഫിഷർ വഴി പുറത്തേക്ക് വരുന്നതാണ് വോൾക്കാനോ. ഇത് പല കൈൻഡ് ഓഫ് വോൾക്കാനിക് ലാൻഡ് ഫോംസ് ഫോം ചെയ്യുന്നുണ്ട്. എല്ലാം ഒരേ രീതിയിലല്ല വരുന്നതും. ലാവ വരുന്നതിന്റെ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ അതിന്റെ ലാവയുടെ മെറ്റീരിയലും ഡിഫറെന്റ് ആണ്. അതിനനുസരിച്ച് വോൾക്കാനയുടെ ലാൻഡ് ഫോംസും ഇറ്റ് ഡിഫേഴ്സ് കേട്ടോ. അപ്പം വോൾക്കാനിസം എന്ന് പറഞ്ഞാൽ എന്താണ്, വോൾക്കാനോ ഇസ് എ വെന്റ് ഓഫ് ഫിഷർ ഇൻ ദ ക്രസ്റ്റ് ഫ്രം വിച്ച് ലാവ ഇറപ്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഡിഫറെന്റ് കൈൻഡ് ഓഫ് ലാവ അത് കാരണം ഉണ്ടാവുന്ന വോൾക്കാനോ നോക്കാം. ആദ്യത്തേത് ആൻഡസിറ്റിക് ഓർ അസിഡിക് ഓർ കോമ്പോസിറ്റ് ഓർ സ്ട്രാറ്റോ വോൾക്കാനിക് ലാവ, എല്ലാം ഒന്ന് തന്നെ. അപ്പോൾ ഇത് എൻ്റെ അകത്തുനിന്ന് വരുന്ന ലാവ അത് എപ്രകാരമുള്ളതാണ്, അതിന്റെ മെറ്റീരിയൽ എങ്ങനെയാണ്, മെറ്റീരിയൽ ഡെൻസിറ്റി എങ്ങനെയാണ്, അതിനനുസരിച്ചാണ് പുറമേയുള്ള വോൾക്കാനോയുടെ ഷേപ്പും പോവുക കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത്, ഈ ലാവ എന്ന് പറയുന്നത് ഹൈലി വിസ്കസ് ആയിരിക്കും. വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ അറിയാലോ, ലെയേഴ്സ് തമ്മിൽ ഫ്രിക്ഷൻ ഉണ്ടാവും. അപ്പൊ ഒഴുകാൻ ഇച്ചിരി പാടായിട്ടുള്ള സ്ലോ മൂവിങ് ലാവയായിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ തേനും വെള്ളവും കൂടെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ ഒഴുകുന്ന ഏതായിരിക്കും, വെള്ളമായിരിക്കും അല്ലേ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ തേനിന്റെ കൺസിസ്റ്റൻസി എന്ന് ഓർത്താൽ മതി. ലൈറ്റ് കളേർഡ് ആണ്, ഡെൻസിറ്റി കുറവാണ്, പക്ഷേ ഹൈ പെർസെൻറ്റേജ് ഓഫ് സിലിക്ക. അപ്പോൾ സം മെറ്റീരിയൽസ് അതിനകത്ത് ഉള്ളതുകൊണ്ടായിരിക്കണമല്ലോ അത് പതുക്കെ ഒഴുകുന്നത്. സിലിക്ക എന്ന് പറഞ്ഞാൽ മണ്ണ്. ഓക്കെ, അപ്പൊ കുറച്ച് സിലിക്ക കൂടുതലാണ് ഇതിനകത്ത്, അതുകൊണ്ടാണ് അത് പയ്യെ ഒഴുകുന്നത്. അപ്പം തേൻ പയ്യെ ഒഴുകുന്നത് വെള്ളത്തിനേക്കാളും, അപ്പം ഫ്ലോ സ്ലോലി. ഓക്കെ, സോ ഇത് ഒഴുകി ഇത്
ലെയർ 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 ആയിട്ടാണ് വോൾക്കാനോ. ഇതിപ്പോ ഫിഷർ, ഈ എർത്തിലെ ഫിഷറിൽ നിന്ന് വരുന്നു, ഇത് ലെയർ 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 ആയിട്ട് ഫോം ചെയ്ത് ഈ ലെയറിന് പറയുന്ന പേരാണ് സ്ട്രേറ്റ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ലെയർ പോലത്തെ വോൾക്കാനോ ഫോം ചെയ്യുന്നു, സ്ട്രാറ്റോ വോൾക്കാനോ. അപ്പൊ ഇത് ഭയങ്കര എക്സ്പ്ലോഷൻ ആയിട്ടാണ്, ലൗഡ് എക്സ്പ്ലോഷൻസിലായിട്ടാണ് ഈ വോൾക്കാനോ പൊട്ടിത്തെറിക്കുക. ഇനി അടുത്തത് ബേസിക് ഓർ ബസാൾട്ടിക് ഓർ ഷീൽഡ് ലാവ. ഓക്കെ, ബേസിക് ബസാൾട്ട് എന്ന് പറയുന്നത് ബേസ്, രണ്ടിലും BAS ഉണ്ട്, അപ്പൊ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പമായിരിക്കും. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി ഫ്ലൂയിഡ്. ഇത് വെള്ളമായിട്ട്, വാട്ടറുമായിട്ട് നിങ്ങൾ ഉപമിച്ചാൽ മതി, ഒഴുക്ക് കൂടുതലായിരിക്കും. സോ ഇത് ഒഴുകി അങ്ങ് ഷീൽഡായി പോവുക. ഇപ്പൊ ഇതൊരു ക്രസ്റ്റ് ആണ്, ക്രസ്റ്റിൽ നിന്ന് നമ്മൾ ഈ ലാവ വരികയാണെങ്കിൽ ഇത് ഷീൽഡ് പോലെ ഫോം ചെയ്യും. ഓക്കെ, തിൻ ഷീറ്റ്സ് ആയിട്ട് ഇതിങ്ങനെ പരന്ന് കിടക്കും. അതുകൊണ്ട് തന്നെ ഇത് ഹൈലി ഫ്ലൂയിഡ് ആണ്. സോ ഇതിന്റെ പ്രത്യേകത എന്താണ്? ഡാർക്ക് കളേർഡ് ആണ്, ഡാർക്ക് കളേർഡ് ബസാൾട്ട് ആണ്, റിച്ച് ഇൻ അയൺ ആൻഡ് മഗ്നീഷ്യം ബട്ട് പുവർ ഇൻ സിലിക്ക. ഇവിടെ സിലിക്ക കുറവായത് കൊണ്ടാണ് ഇതിന് ഒഴുക്ക് കൂടുതൽ, നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഇത് ഗ്രേറ്റ് ഡിസ്റ്റൻസിലോട്ട് ട്രാവൽ ചെയ്യും, തിൻ ഷീറ്റ്സ് ആയിട്ട് ട്രാവൽ ചെയ്യും. ഇതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ, നമ്മുടെ ഡെക്കാൻ ട്രാപ്സ് ഒക്കെ ഉണ്ടായിരിക്കുന്നത് ഈ കൈൻഡ് ഓഫ് വോൾക്കാനോ നിന്നാണ്. ഇപ്പൊ ഈ വോൾക്കാനോ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഈ ലാവ പുറത്തേക്ക് വന്ന് ഒരു എക്സ്പ്ലോഷൻസ് ഉണ്ടാക്കുന്നു, അങ്ങനെ വോൾക്കാനിസം ഉണ്ടാകുന്നു. പക്ഷെ ഈ വോൾക്കാനിക് ലാൻഡ് ഫോംസ് പുറത്ത് മാത്രമല്ല അകത്തുണ്ട്, ഭൂമിയുടെ അകത്തുണ്ട്. ഇത് പുറത്തോട്ട് വരാതെ ചില കർവിസസില്, ചില ഗ്യാപ്സില് ട്രാപ്പ് ആയിട്ടിരിക്കും. ആ ട്രാപ്പ് ആയിട്ട് ഇരിക്കുന്നതിന് നമ്മൾ ഇൻട്രൂസീവ് വോൾക്കാനിക് ലാൻഡ് ഫോം. ഇൻട്രൂസീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻട്രൂസീവ്, അകത്ത് ഉള്ള, അതാണ് അതിന്റെ ആ വാക്കുകൊണ്ട് തന്നെ മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഭൂമിയുടെ അകത്ത് തന്നെ ഇത് ട്രാപ്പ് ആയിട്ടിരിക്കും, പല കർവിസസിൽ ഇത് ട്രാപ്പ് ആയിട്ടിരിക്കും. ഇപ്പൊ ഇതിനെയാണ് നമ്മൾ ഇൻട്രൂസീവ് വോൾക്കാനിക് ലാൻഡ് ഫോംസ് എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ബാത്തോലിത്ത് നോക്കാം. ബാത്തോലിത്ത് എന്ന് പറഞ്ഞാൽ ആ ഒരു പറയുന്ന ക്രസ്റ്റൽ ബെഡിൽ കാണുന്ന ഒരു വോൾക്കാനിക് ലാവയുടെ ഒരു ഡെപ്പോസിറ്റ് ആണ്. ഏറ്റവും താഴെയുള്ളത്, ബേസിലുള്ളതാണ് ബാത്തോലിത്ത്. അപ്പൊ ഈ നേരെ മേളിൽ ഈ വെന്റ് പോലെ കാണുന്നതിന്റെ വെർട്ടിക്കലായിട്ട് കാണുന്നതിന് നമ്മൾ ഡൈക്ക് എന്നാ പറയാ, ഡൈക്ക്. ഈ ഹൊറിസോണ്ടലായിട്ട് കാണുന്നതിന് നമ്മൾ എന്ത് പറയുന്നേ? സിൽ എന്ന് പറയും. ഈ ഹീപ്പ് പോലെ കാണുന്ന ഇതുണ്ട്, ഇതിനെ നമ്മൾ ലാക്കോലിത്ത് എന്ന് പറയും. ഹീപ്പ് പോലെ കാണുന്ന, പൊങ്ങിയിരിക്കുന്ന. നേരെ തിരിച്ച് സോസർ ഷേപ്പിൽ വരുന്നതാണെങ്കിലോ ലാപ്പോലിത്ത് എന്ന് പറയും. ഒരു കർവേച്ചർ പോലെ ഈ കാണുന്നില്ലേ, ഇത് ഇങ്ങനെ സിനസോയിഡൽ വേവ് പോലെ ഈ കാണുന്നതിനെ നമ്മൾ ഫാക്കോലിത്ത് എന്ന് പറയും. നേരത്തെ നമ്മൾ പറഞ്ഞു ആ കൺവേർജൻ ബൗണ്ടറി നേരത്തെ മാർക്ക് ചെയ്തില്ലേ, അതിന് നമ്മൾ എന്താ പറയുന്നത്? റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്നത്. ഇത് എന്താ പറയാ, ഡീപ്പ് എർത്ത്ക്വേക്ക് സോൺസ് ആണ്. ഇവിടെ നമ്മൾ എർത്ത്ക്വേക്സും ഈ പറയുന്ന വോൾക്കാനിക് ഇറപ്ഷൻസും സംഭവിക്കാൻ സാധ്യതയുള്ള മേഖലയാണ് ഈ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലൈമറ്റോളജി. ക്ലൈമറ്റോളജി എന്ന് പറയുന്നത് എന്താണ്? ക്ലൈമറ്റ്. അപ്പൊ നമ്മുടെ ഭൂമിയിലെ ക്ലൈമറ്റ്, വെതർ പാറ്റേൺസ് എങ്ങനെയൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് സൂര്യന്റെ ചൂട് നമുക്കറിയാലോ, ഇക്വേറ്ററിൽ ചൂടാണ്, പോൾസിലോട്ട് പോകുമ്പോൾ തണുപ്പാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? സൂര്യന്റെ റേസ് ഒരേപോലെ അല്ല ഭൂമിയുടെ എല്ലാ ഭാഗത്തും വന്ന് വീഴുന്നത്, സ്ലാൻഡിങ് ആയിട്ടാണ്. അപ്പൊ അത് കാരണം തന്നെ പല പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ചൂട് കിട്ടുന്ന മേഖലകളിൽ ലോ പ്രഷർ ആകുന്നുണ്ട്, തണുപ്പുള്ള ഏരിയാസിൽ ഹൈ പ്രഷർ ആവുന്നുണ്ട്. ലോ പ്രഷറിലോട്ട് ഹൈ പ്രഷറിൽ നിന്ന് എയർ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കാരണം വിൻസ് ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ ഇതെല്ലാം കണക്റ്റഡാ. അപ്പോൾ ഇത് ആദ്യം തുടക്കം തന്നെ പറഞ്ഞു പോകുമ്പോൾ ഒരു കാര്യം പറയാണ്, ഈ ലോ പ്രഷർ എന്ന് പറയുന്നത് നിങ്ങൾ ചൂടുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം, ഹൈ പ്രഷർ എന്ന് പറയുന്നത് നിങ്ങൾ തണുപ്പുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം. അപ്പൊ ലോ പ്രഷറിൽ എപ്പോഴും അവിടെ എയറിന് കൈനറ്റിക് എനർജി കൂടുതൽ, അല്ലെങ്കിൽ എയർ മോളിക്യൂൾസിന് കൈനറ്റിക് എനർജി കൂടുതലാണ്. വിട്ട് നിൽക്കുന്ന, അതായത് ഇച്ചിരി എനർജി കൂടുതലുള്ള ഒരു സ്ഥലമാണ് ലോ പ്രഷർ എന്ന് മാത്രം വിചാരിക്കുക. മോളിക്യൂൾസ് ഒരുമിച്ച് കൂടി വരുന്ന സ്ഥലമല്ല. മോളിക്യൂൾസ് ഒരുമിച്ച് കൂടി വരുന്ന സ്ഥലം ഏതാണ്? ഹൈ പ്രഷറാ. അപ്പം ഹൈ പ്രഷറിൽ നിന്ന് എയർ പുറത്തോട്ട് പോകാനുള്ള പ്രവണതയാണ് കൂടുതൽ. ലോ പ്രഷറിലേക്ക് ആ എയർ അട്രാക്ട് ചെയ്ത് വരുന്നു. എപ്പോഴും ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് എയർ മൂവ് ചെയ്യുന്നു. അത് തന്നെയാണ് നമ്മൾ വിൻഡായിട്ട് കാണുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് നമ്മൾ കൊറിയോളിസ് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ പഠിക്കുകയാണ്. കൊറിയോളിസ് ഫോഴ്സ് എന്താണ്? ഭൂമി
കറങ്ങുന്നത് നമുക്കറിയാം, റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഈ റൊട്ടേറ്റ് ചെയ്യുന്നത് കാരണം ഉണ്ടാവുന്ന ഫോഴ്സാണ് കൊറിയോളിസ് ഫോഴ്സ്. ഈ കൊറിയോളിസ് ഫോഴ്സിന് വിൻഡിന്റെ ഡയറക്ഷനെ സ്വാധീനിക്കാനുള്ള ശക്തിയുണ്ട്. അപ്പോൾ ഈ കൊറിയോളിസ് ഫോഴ്സ് പ്രകാരമാണ് വിൻഡ് ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് തീരുമാനിക്കുന്നത്. അപ്പോൾ ഭൂമി നോക്കിക്കഴിഞ്ഞാൽ നോർത്തേൺ ഹെമിസ്ഫിയർ ഉണ്ട്, സദേൺ ഹെമിസ്ഫിയർ ഉണ്ട്. നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക, നോർത്തേൺ ഹെമിസ്ഫിയറിൽ വിൻഡ് വലത്തേക്ക് മൂവ് ചെയ്യാനായിരിക്കും ചാൻസ് കൂടുതൽ. ഇങ്ങനെ ഇപ്പം മാറി വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു വിൻഡ് ഇവിടെ നിന്ന് പോവാന്ന് വിചാരിച്ചോ, ഈ സെൻറ്ററിൽ നിന്ന് വിൻഡ് പോവാണ് നോർത്തിലോട്ട്, റൈറ്റ് ഇതും ലെഫ്റ്റ് ഇതും അല്ലേ, ഇത് ഇങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്യും കൊറിയോളിസ് ഫോഴ്സ് കാരണം. അവിടെ നിന്ന് ഇങ്ങോട്ടാണ് പോകുന്നത്. ഇപ്പൊ നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് പോകുന്നത്, നിങ്ങളെ വലത്ത് വശം ഇപ്പുറ വശം. അപ്പൊ ഇത് ഇങ്ങോട്ട് പോകുന്ന സാധനം ഇങ്ങനെ ഡിഫ്ലക്ട് ചെയ്യും. അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ പോകുന്ന വിൻഡ് റൈറ്റിലോട്ട് ഡിഫ്ലക്ട് ചെയ്യാനുള്ള ചാൻസാണ് കൂടുതൽ. സദേൺ ഹെമിസ്ഫിയറിലോട്ട് പോകുന്നത് ലെഫ്റ്റിലോട്ട് ഡിഫ്ലക്ട് ചെയ്യാനുള്ള ചാൻസാണ് കൂടുതൽ. അപ്പോൾ ഞാനിത് മാറ്റി വരയ്ക്കുകയാണെങ്കിൽ ഇത് നോർത്തേൺ ഹെമിസ്ഫിയർ, ഇത് സദേൺ ഹെമിസ്ഫിയർ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കാറ്റ് പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഇതല്ലേ വലത്തെ വശം, ഇങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്യും. അവിടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് കാറ്റ് വരികയാണ്. ഓക്കെ, ഇതല്ലേ വലുത്, ഇങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്യും. സദേൺ ഹെമിസ്ഫിയറിലോ അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത് ലെഫ്റ്റിലോട്ട് ഡിഫ്ലക്ട് ചെയ്യും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് ലെഫ്റ്റിലോട്ട് ഡിഫ്ലക്ട് ചെയ്യും. ഓക്കെ, അത് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇത് കൊറിയോളിസ് ഫോഴ്സിന്റെ എഫക്റ്റ് കാരണമാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന സൂര്യന്റെ ചൂട് അത് കാരണമാണ് പ്രഷർ സോൺ ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു, ലോ പ്രഷറും ഹൈ പ്രഷറും എല്ലാം. അപ്പോൾ ഏറ്റവും കൂടുതൽ സൂര്യരശ്മി കിട്ടുന്ന ഏരിയ ഏതാ? ഇങ്ങനെ അടിക്കുകയാണെങ്കിൽ ഇക്വേറ്ററിന്റെ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ചൂട് കിട്ടുന്നത് അല്ലേ, ട്രോപ്പിക്കൽ ഏരിയ, ഇക്വേറ്ററിന്റെ മുകളിലോട്ടും താഴോട്ടും. അപ്പോൾ ഇതിനെ ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എന്ന് പറയും. ഓക്കെ, ആ സോൺ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ചാൻസ് ഉണ്ട്. അത് നമ്മൾ മൺസൂണിലോട്ട് വരുമ്പോൾ നമ്മൾ പഠിക്കും. അപ്പോൾ ഈ ഒരു മേഖലയിലാണ്, ഇക്വേറ്ററിന്റെ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഹീറ്റ് കിട്ടുന്നത്. ഹീറ്റ് കിട്ടുമ്പോൾ ലോ പ്രഷർ ഉണ്ടാവും. ആ വശത്തോട്ട് എല്ലാ വിൻഡും കൂടെ ഹൈ പ്രഷറിൽ നിന്ന് വരും. ഓക്കെ, സോ ഇക്വിറ്റോറിയൽ ലോ എന്ന് അതുകൊണ്ടാണ് അതിനെ പറയുന്നത്. ഇത് ഇക്വേറ്റർ, ഓക്കെ, 0 ഡിഗ്രി. ഇത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ഓക്കെ, ഇത് പോളാർ ഹൈ, ഇവിടെ ഹൈ പ്രഷറാ. ഇവിടെയാണല്ലോ ചൂട് കൂടുതൽ കിട്ടുന്നത്, ഇവിടെ ലോ പ്രഷറാ, ഇവിടെ ഹൈ പ്രഷർ. ഓക്കെ, സോ ഇവിടെയാണ് ഏറ്റവും ചൂട് കൂടുതൽ കിട്ടുന്നത്, നമ്മൾ ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എന്നുള്ള മാർക്ക് ചെയ്ത ഏരിയ. അപ്പോൾ ഇവിടെ നിന്ന് വിൻഡ് ഇങ്ങോട്ട് വരും. ഇത് നമ്മൾ ട്രേഡ് വിൻഡ് എന്ന് പറയുന്നത്, ഇങ്ങോട്ട് വരുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഈ ഡയറക്ഷൻ ഇങ്ങോട്ട് മാറിയെന്ന് അറിയാലോ. ഇത് ഇങ്ങോട്ട് വരാനാ ഇരുന്നത്, പക്ഷേ ഈ കൊറിയോളിസ് ഫോഴ്സ് കാരണം ലെഫ്റ്റിലോട്ട് പോയി സദേൺ ഹെമിസ്ഫിയറിൽ. ഇങ്ങോട്ട് വരാനിരുന്ന സാധനം റൈറ്റിലോട്ട് പോയി നോർത്തേൺ ഹെമിസ്ഫിയറിൽ. സോ അതുകൊണ്ടാണ് ഈ ഒരു ചരിവ് കേട്ടോ. അപ്പൊ ഈ വന്ന വിൻഡ് ഇവിടെ വന്നിട്ട് പൊങ്ങി ഇത് ഹോട്ട് വിൻഡ് ആണല്ലോ. അപ്പൊ പൊങ്ങുന്ന കൂട്ടത്തിൽ അത് ക്ലൗഡ്സ് ഫോം ചെയ്യും. ഓക്കെ, എന്നിട്ട് ഈ സാധനം ഹൈ പ്രഷറിൽ വന്നിട്ട് ഡൈവേർജ് ചെയ്യും. ഓക്കെ, അതിന് പിന്നെയും തിരിച്ച് ട്രേഡ് വിൻഡ് ആയിട്ട് വരും. അപ്പൊ ഇതൊരു സെല്ല് പോലെ ഫോം ചെയ്യുന്നു അല്ലേ. അപ്പോ ഈ ഇക്വേറ്ററിൽ നിന്ന്, ഈ ഇക്വേറ്റർ എന്ന് പറയുന്നത് ലോ പ്രഷർ സോണാണ്. അപ്പൊ ഈ ഹൈ പ്രഷർ സോണിൽ നിന്നും ട്രേഡ് വിൻഡ്സ് ഇക്വേറ്ററിൽ സ്ലാൻഡഡ് പോർഷനിൽ, സ്ലാൻഡഡ് രീതിയിൽ വരികയാണ്. ഇവിടെ എത്തിയിട്ട് അത് കൺവേർജ് ചെയ്ത് മുകളിലോട്ട് പോകുന്നു. എന്നിട്ട് ഹൈ പ്രഷർ സോണിലേക്ക് ഡൈവേർജ് ചെയ്യുന്നു. കാരണം എന്താ, ലോ പ്രഷറിലേക്ക് സംഭവം വരികയാണ്, ഹൈ പ്രഷറിലേക്ക് പോവുകയാണ്. അപ്പോൾ പിന്നെ ഹൈ പ്രഷറിലേക്ക് താഴോട്ട് പോയതിനു ശേഷം പിന്നെയും ഇങ്ങനെ ട്രേഡ് വിൻഡ്സ് ആയിട്ട് വരികയാണ്. അപ്പോൾ ഇതൊരു സെല്ല് പോലെ ഫോം ചെയ്യുന്നു അല്ലേ. ഈ സെല്ല് നമ്മൾ പറയുന്ന പേരെന്താണ്? ഹാർട്ട്ലി സെൽ. കണ്ടോ, ഇവിടെ ക്യുമുലോ നിംബസ് ക്ലൗഡ് ആയിട്ട് ഈ പറയുന്ന ഇക്വേറ്ററിൽ ആ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ നമുക്ക് ITCS ഉണ്ട്. അത് ലോ പ്രഷർ സോൺ ആണ്. അങ്ങോട്ടേക്ക് വിൻസ് വരുന്നു, പൊങ്ങുന്നു, കൺവേർജ് ചെയ്ത് ഉയരുന്നു. എന്തായിട്ട് ഉയരുന്നു? ക്യുമുലോ നിംബസ് ക്ലൗഡ്സ് ആയിട്ട് പോകുന്നു. എന്നിട്ട് തിരിച്ച് ഡൈവേർജ് ചെയ്ത് ഹൈ പ്രഷർ സോൺ 30 ഡിഗ്രി നോർത്തിലുള്ള ഈ ഒരു ഹൈ പ്രഷർ സോണിലാണ് ഇത് സബ്സൈഡ് ചെയ്ത് പോകുന്നത്. എന്നിട്ട് പിന്നെയും ട്രേഡ് വിൻഡ്സ് ആയിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന അത് നമുക്ക് ഒരു 2 ഡൈമെൻഷണൽ വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ,
ട്രേഡ് വിൻസ് വരുന്നു. ഇതിന്റെ നടുക്കാണ് ഇക്വേറ്റർ ഉള്ളത് 0°. സോ ഈ പറയുന്ന ഹൈ പ്രഷർ സോൺ, ഈ സബ് ട്രോപ്പിക്കൽ ഹൈസ്, ഇവിടെ നിന്നാണ് ഈ പറയുന്ന ട്രേഡ് വിൻസ് ITCSലേക്ക് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് ഹൈ പ്രഷർ ബെൽറ്റ് ആണെന്ന് അറിയാം. നമുക്കറിയാം ഹൈ പ്രഷർ സോണിൽ നിന്ന് ലോ പ്രഷറിലേക്കാണ് പോകുന്നത്. അപ്പൊ ഈ ഹൈ പ്രഷറിന്റെ താഴെ ഈ ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോണിൽ ലോ പ്രഷറാണ്, മുകളിലുള്ള ഈ പോളാർ ഫ്രണ്ടും ലോ പ്രഷറാണ്. അപ്പം ഇവിടെ നിന്ന് വിൻസ് പുറത്തേക്ക് പോവല്ലേ ചെയ്യുക. അപ്പോൾ ഇവിടെ നിന്ന് പുറത്തോട്ട് പോകുന്നതായി കാണുന്നത് കണ്ടോ. ഇതിങ്ങനെ പുറത്തോട്ട് പോകുന്നു, ഇങ്ങോട്ട് വരുന്നു, നേരെ കൺവേർജ് ചെയ്ത് താഴോട്ട് പോകുന്നു. ഇവിടെ നിന്ന് മുകളിലോട്ട് പോകുന്നു, കൺവേർജ് ചെയ്യുന്നു, താഴോട്ട് വരുന്നു. ഓക്കെ, അപ്പോൾ ഹൈ പ്രഷറിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന ഈ വിൻസ് ഡൈവേർജ് ചെയ്ത് പോകുന്നു, ഇവിടെ ഒരു സെല്ലായിട്ട് ഫോം ചെയ്യുന്നു. ആ സെല്ലിന് പറയുന്ന പേരെന്താണ്? ആ സെല്ലിന് പറയുന്ന പേരാണ് ഫെറൽ സെൽ. ഇതുപോലെ അതിൻ്റെ തൊട്ട് മുകളിൽ പോളാർ സെല്ലും ഉണ്ട്. ഓക്കെ, സോ ഇങ്ങനെയാണ് ആ പ്രഷർ ബെൽറ്റ് നമ്മളെ ഭൂമിയിൽ ഫോം ചെയ്യുന്നത്. പ്രഷർ ബെൽറ്റ് ഉള്ളത് കാരണമാണ് വിൻ മൂവ്മെന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. ഏതൊക്കെ സെല്ലുണ്ട്? ആദ്യം നമുക്ക് ഇക്വേറ്ററിൽ ITCZ ഉണ്ട്. ITCZ അതവിടെ നിങ്ങൾ വിചാരിക്കരുത് അത് അവിടെ അങ്ങനെ ഇരിക്കുന്നു വിചാരിക്കരുത്. സൂര്യന്റെ റേസ് അത് കുറയുന്നതും കൂടുന്നതും അനുസരിച്ച്, ആ ചൂട് കൂടുന്നതും കുറയുന്നതും അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഓക്കെ, ഇവിടെ ഹാർട്ട്ലി സെല്ലുണ്ട്, ഫെറൽ സെല്ലുണ്ട്, മുകളിൽ പോളാർ സെല്ലുണ്ട്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന വിൻസ് ഇപ്പൊ ഈ പ്ലാനറ്റിൽ കാണുന്നത് പെർമനന്റ് വിൻസാ. ഇത് നമ്മളെ ഭൂമിയിലുള്ള ആ സൂര്യന്റെ റേസ് അത് കാരണം ഉണ്ടാവുന്ന ലോ പ്രഷർ ഹൈ പ്രഷർ സോൺസ്, അവിടെ നിന്ന് ഉത്ഭവിക്കുന്ന കാറ്റുകൾ, അതിനെ നമ്മൾ എന്താ പറയുന്നത്? പ്രിവെയിലിംഗ് വിൻഡ് അഥവാ പ്ലാനറ്ററി വിൻസ്, അതും അല്ലെങ്കിൽ പെർമനന്റ് വിൻസ് എന്ന് നമ്മൾ പറയും. ഓക്കെ, ഇത് സ്ഥിരമായിട്ട് നമ്മളെ ഭൂമിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വീശുന്ന കാറ്റാണ്. ഓക്കെ, അടുത്തത് നമ്മൾ സെക്കൻഡറി വിൻസ് അഥവാ പീരിയോഡിക് വിൻസ് അതിനെപ്പറ്റി നോക്കുന്നു. അതായത് എപ്പോഴും തുടർച്ചയായിട്ടുള്ളതല്ല. അതിനൊരു ഉദാഹരണമാണ് ഇത് ലാൻഡ് ബ്രീസ് ആൻഡ് സീ ബ്രീസ്. സീ ബ്രീസ് എന്താ നോക്കാം. ഇപ്പോ നമുക്ക് ഏറ്റവും കൂടുതൽ ചൂടാവുന്ന, സൂര്യരശ്മി വീഴുമ്പോൾ ഏറ്റവും കൂടുതൽ ചൂടാവുന്ന സീ ആയിരിക്കുമോ ലാൻഡ് ആയിരിക്കുമോ? പെട്ടെന്ന് ടെമ്പറേച്ചർ ചേഞ്ച് സംഭവിക്കുന്ന എവിടെയായിരിക്കും? ലാൻഡിലായിരിക്കും. സീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വെള്ളത്തിൽ നിന്നും ചൂട് നഷ്ടപ്പെടാനും ചൂട് കിട്ടാനും സമയമെടുക്കും. ഇപ്പൊ തണുപ്പാണെങ്കിൽ അതുപോലെ തണുത്ത വെള്ളം ചൂടാവാൻ സമയമെടുക്കും, നേരെ തിരിച്ചും. പക്ഷെ ലാൻഡിലാണെങ്കിലോ ചുറ്റുപാടുള്ള ടെമ്പറേച്ചർ അല്ലെങ്കിൽ ലാൻഡിന് കിട്ടുന്ന ടെമ്പറേച്ചറിന് അനുസരിച്ച് പെട്ടെന്നായിരിക്കും ആ ഒരു ടെമ്പറേച്ചർ ട്രാൻസിഷൻ സംഭവിക്കുക, അല്ലെ? അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യാം, സീ ബ്രീസ് എപ്പോഴാണ് സംഭവിക്കുന്നത്? രാവിലെയാണ് സംഭവിക്കുന്നത്. അപ്പൊ രാവിലെ സൂര്യൻ ഉദിച്ച് ലാൻഡ് ഒരു 9, 10 മണി, 11, 12 മണി വാക്കിന് നമ്മളെ ലാൻഡൊക്കെ നല്ല സൂര്യന്റെ ചൂടായിട്ട് നല്ല ചുട്ട് പഴുത്ത് കിടക്കുകയാണ്. അന്നേരം സീ എന്താണ്? പെട്ടെന്ന് ചൂടാവോ? ഇല്ല, സീ തണുപ്പാണ്. അപ്പോ സീയില് ഹൈ പ്രഷറും ലാൻഡില് ലോ പ്രഷറുമാണ്. നമ്മൾ പഠിച്ചതനുസരിച്ച് ഹൈ പ്രഷറിൽ നിന്ന് വിൻഡ് ലോ പ്രഷറിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പം കടലിൽ നിന്ന് കാറ്റ് കരയിലേക്ക് വരും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സീ ബ്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, ലാൻഡ് ബ്രീസോ നേരെ രാത്രി ആവുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുക? ലാൻഡ് പെട്ടെന്ന് തണുക്കും. സീ ആണെങ്കിലോ, സീ രാവിലെ പയ്യെ ചൂടായി, രാത്രിയും ചൂടാണ് സീ. അപ്പോ സീയിലുള്ളത് ലോ പ്രഷറും ലാൻഡിലുള്ളത് ഹൈ പ്രഷറുമാണ്. അപ്പോൾ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷർ റീജിയനിലോട്ടല്ലേ കാറ്റ് പോവുക. അപ്പം ലാൻഡിൽ നിന്ന് സീയിലേക്ക് കാറ്റ് പോകുന്നു. ഇതിനാണ് നമ്മൾ എന്താ പറയുന്നത്? ലാൻഡ് ബ്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ലാൻഡ് ബ്രീസ് ആൻഡ് സീ ബ്രീസ് എന്ന് പറയുന്നത് സെക്കൻഡറി വിൻഡ് അല്ലെങ്കിൽ പീരിയോഡിക് വിൻഡ് എന്ന് പറയുന്ന ഗണത്തിൽ വരുന്നതാണ്. ഇനി അടുത്തത് അനബാറ്റിക് ആൻഡ് കാറ്റബാറ്റിക് വിൻഡ്. അതായത് അനബാറ്റിക് എന്ന് പറയുമ്പോൾ ഇപ്പൊ ആന മുകളിൽ പോകുന്നു, പൂച്ച ഇറങ്ങി വരുന്നു എന്ന് വിചാരിച്ച, കാറ്റ്, ആന, അങ്ങനെ വിചാരിച്ചാൽ മതി. ഇത് കൂടുതലും മലനിരകളിലാണ് സംഭവിക്കുന്നത്. ഇത് വാലി ബ്രീസ് എന്നൊക്കെ പറയുന്ന സംഭവമാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നത്? ഇപ്പൊ രാവിലെ മലയുടെ ഈ ഭാഗത്തായിട്ട് സൂര്യന്റെ ചൂട് വരികയാണ്. ചൂട് വരുമ്പോൾ ഇവിടെ ലോ പ്രഷർ ആവും, അല്ലേ? ഓക്കെ, അപ്പോ ഈ ലോ പ്രഷർ റീജിയൻ ഇവിടെ താഴെയാണെങ്കിലോ ഹൈ പ്രഷറാണ്. ഈ കടലിന്റെ ഈ ഒരു ഭാഗത്ത് ഹൈ പ്രഷറാണ്. അപ്പോ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലോട്ട് വിൻഡ് പോവും. വാം സർഫസിലേക്ക് വിൻഡ് പൊക്കോണ്ടിരിക്കും. അപ്പോൾ വിൻഡ് കയറിപ്പോകുന്നു, ആന കയറിപ്പോകുന്നു എന്നല്ലേ നമ്മൾ പറഞ്ഞേ. അപ്പോൾ അത് മുകളിലോട്ട് കയറിപ്പോകുന്നു. ഇതിനാണ് നമ്മൾ അനബാറ്റിക് വിൻഡ് എന്ന് പറയുന്നത്. കാറ്റബാറ്റിക്കോ രാത്രി ആവുമ്പോഴത്തേക്കും ഈ ഭാഗം അങ്ങ് തണുക്കും. ഓക്കെ, അപ്പൊ തണുപ്പ് ഇവിടെ അന്നേരം ചൂടായി വരും, ലോ പ്രഷറായിട്ട് വരും.
അപ്പോൾ ഈ മേളിലത്തെ ആ തണുത്ത ഏരിയയിൽ നിന്ന് കാറ്റ് സബ്സൈഡ് ചെയ്ത് താഴോട്ട് വരും. ഇതിനാണ് നമ്മൾ കാറ്റബാറ്റിക് വിൻസ് എന്ന് പറയാ. ഓക്കെ, അതും ഈ ആനബാറ്റിക് ആൻഡ് കാറ്റബാറ്റിക് വിൻസും നേരത്തെ പറഞ്ഞ ആ ഒരു ടെമ്പററി വിൻസിന്റെ ഗണത്തിൽപ്പെടുത്താവുന്ന ടൈപ്പാണ്. ഇനി ലോക്കൽ വിൻസ് ഉണ്ട്, കുറച്ച് ലോക്കൽ ഓർ ടെറിഷറി വിൻസ് എന്ന് പറയുന്നത്. അത് കോൾഡ് വിൻഡ് ഉണ്ട്, വാം വിൻഡ് ഉണ്ട്. അത് നിങ്ങൾ ഏതൊക്കെയാണ് എവിടെ കൂടെയൊക്കെയാണ് പോകുന്നത് എന്നുള്ളത് നോക്കി വെക്കുക. കോൾഡ് വിൻസിന്റെ ഉദാഹരണം ഏതൊക്കെയാണ്? പാമ്പേറോ, ഗ്രിഗേൽ, ബോറ, ട്രമണ്ടൈൻ, മിസ്ട്രാൽ. ഓക്കെ, വാം വിൻസിന്റെ ഉദാഹരണമാണ് ഫോൺ, ചിനൂക്ക്. ചിനൂക്ക് ഒക്കെ റോക്കീസിൽ കൂടെ പോകുന്നതാണ് കേട്ടോ, റോക്കീസ്. പിന്നെ അതുപോലെ തന്നെ ലൂ നമ്മുടെ ഇന്ത്യയിൽ വീശുന്ന കാറ്റാണ്, പൊടിക്കാറ്റാണ്, ഭയങ്കര ഡ്രൈ ആണ്. അതുകൊണ്ട് തന്നെ ഡീഹൈഡ്രേഷൻ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള വിൻഡാണ്. സിറോക്കോ, സോണ്ട. ഓക്കെ, ഇതൊക്കെ വാം വിൻസ് ആണ്. ഇത് ഏതൊക്കെ ലൊക്കേഷനിലാണ് പോകുന്നത്, അതിന്റെ ഫ്ലോ എവിടെയൊക്കെയാണെന്നുള്ളത് നോക്കി വെക്കുക. അതിന്റെ മാപ്പ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രമല്ലാതെ വേറെ പല വിൻസും പറയുന്നുണ്ട്. ഹർമട്ടാൻ, ഡോക്ടർ വിൻസ് എന്ന് അറിയപ്പെടുന്നതാണ് ഹർമട്ടാൻ. അപ്പൊ ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്ക. ഓക്കെ, ജസ്റ്റ് നോക്കി എഴുതാൻ മാത്രം മതി. ഏതൊക്കെ വിൻഡ് ഏത് വഴിയൊക്കെയാണ് പോകുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു ധാരണ ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. നേരത്തെ കാണിച്ച പിക്ചറിൽ സെൽസ് ഫോം ചെയ്യുന്നത്, ഹാർട്ട്ലി സെൽ, ഫെറൽ സെല്ല് ഫോം ചെയ്യുന്നത്. ട്രേഡ് വിൻസ് വരുന്നു, നേരെ പൊങ്ങുന്നു, കുമുലോനിംബസ് ക്ലൗഡ്സ് ആവുന്നു. ഇവിടെ അതുകൊണ്ട് തന്നെയാണ് മഴ ലഭിക്കാൻ, ക്യുമുലോനിംബസ് ക്ലൗഡ്സ് ഉണ്ടായി കഴിഞ്ഞാൽ മഴ ലഭിക്കാനുള്ള സാധ്യത കൂടി വരും അല്ലേ. നമുക്ക് അറിയാം, ആമസോൺ റെയിൻ ഫോറസ്റ്റിലെല്ലാം എപ്പോഴും ഇക്വിറ്റോറിയൽ ക്ലൈമറ്റിൽ സ്ഥിരം മഴ ലഭിക്കുന്നതാണ്. എന്തുകൊണ്ടാണ്? അവിടെ അങ്ങോട്ട് ലോ പ്രഷർ റീജിയൻ ആയത് കാരണം വിൻസ് വരുന്നു, കൺവേർജ് ചെയ്ത് പൊങ്ങുന്നു, ക്യുമുലോനിംബസ് ക്ലൗഡ്സ് ആവുന്നു, അവിടെ മഴ ലഭിക്കുന്നു, പിന്നെ സബ്സൈഡ് ചെയ്യുന്നു, ഹൈ പ്രഷറിലേക്ക് വേഗം തിരിച്ച് സെല്ലായിട്ട് വരുന്നു. അതുപോലെ തന്നെ ഹൈ പ്രഷർ സോൺസിലും മറ്റേ പോളാർ സെല്ല് ഉണ്ടാക്കുന്ന മറ്റ് ലോ പ്രഷർ സോണിലും ഇതേ കാര്യം തന്നെ സംഭവിക്കുന്നു. നോർത്തേൺ ഹെമിസ്ഫിയറിൽ സംഭവിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് സദേൺ ഹെമിസ്ഫിയറിലും ഒരു മിറർ ഇമേജ് പോലെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ ജെറ്റ് സ്ട്രീം ആണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ജെറ്റ് സ്ട്രീം എന്ന് പറയുമ്പോഴത്തേക്കും ആ പേര് തന്നെയുണ്ട്. സ്ട്രീം എന്ന് പറയുന്ന പുഴ പോലെ ഉള്ളൊരു എയർ ഫ്ലോ, എയർ മൂവ്മെന്റ് ആണ്. ഇത് നമ്മൾ ആ സെല്ലിന്റെ ഭാഗത്ത്, ഈ രണ്ട് ഭാഗത്ത് രണ്ട് ടൈപ്പ് ഉണ്ട്. പോളാർ റീജിയനിലും അതിന്റെ തൊട്ട് താഴെയും സബ് ട്രോപ്പിക്കൽ ജെറ്റ് സ്ട്രീം എന്ന് പറയുന്നത്. പോളാർ ജെറ്റ് സ്ട്രീമും സബ് ട്രോപ്പിക്കൽ ജെറ്റ് സ്ട്രീമും. ഇത് അതിന്റെ ഒരു 2 ഡയമെൻഷണൽ വ്യൂ ആണ്. ഈ വഴിയാണ് പോകുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് അപ്പർ ട്രോപ്പോസ്ഫിയറിന്റെ മുകളിലാണ്. സർക്കും പോളാർ എന്ന് പറഞ്ഞാൽ ഭൂമിയെ ഫുള്ള് ചുറ്റുന്നതാണ്. വെലോസിറ്റി കൂടുതലുള്ള ജെറ്റ് സ്ട്രീം ആണ്. ഡിഗ്രി ഓഫ് മിയാൻഡറിങ് അറിയാലോ, മിയാൻഡർ പോലെ പോകുന്നു എന്ന് കാണിക്കുന്നതാണ്. ഇപ്പൊ പോളാർ ജെറ്റ് സ്ട്രീം രണ്ടെണ്ണം ഉണ്ട്. പോളാർ ജെറ്റ് സ്ട്രീം ഉണ്ട്, സബ് ട്രോപ്പിക്കൽ ജെറ്റ് സ്ട്രീം ഉണ്ട്. പലപ്പോഴും മൺസൂണിന് കാരണക്കാരാവുന്നതും ടെമ്പറേറ്റ് സൈക്ലോൺ ഉണ്ടാവാൻ കാരണക്കാരാവുന്നതും ഈ പറയുന്ന ജെറ്റ് സ്ട്രീമുകളാണ്. ഈ ജെറ്റ് സ്ട്രീമിന്റെ മൂവ്മെന്റ് എങ്ങോട്ടാണ്? വെസ്റ്റ് ടു ഈസ്റ്റ് ആണ് കേട്ടോ, വെസ്റ്റ് ടു ഈസ്റ്റ്. ജസ്റ്റ് ആ ഡയറക്ഷൻ മാത്രം ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പൊ ഇതിൽ തന്നെ കാണിക്കുന്നുണ്ട് ജെറ്റ് സ്ട്രീമിന്റെ മൂവ്മെന്റ്. സബ് ട്രോപ്പിക്കൽ ജെറ്റ് സ്ട്രീം, പോളാർ ജെറ്റ് സ്ട്രീം, ട്രോപ്പിക്കൽ ഈസ്റ്റർലി ജെറ്റ്, ഓക്കെ, സൊമാലി ജെറ്റ്. ഇതെല്ലാം സൗത്ത് വെസ്റ്റ് മൺസൂണിന് കാരണക്കാരാകുന്ന ജെറ്റ് സ്ട്രീം ആണ് കേട്ടോ, സൊമാലി ജെറ്റ് ഒക്കെ. ഇത് ഈ ബ്ലൂവിൽ കാണിച്ചിരിക്കുന്ന സെല്ലാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അതിന്റെ ഈ പറയുന്ന ജെറ്റ് സ്ട്രീമിന്റെ ലൊക്കേഷനാണ് ഈ ഓറഞ്ച് കളറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ജെറ്റ് സ്ട്രീം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത് പോകുന്ന ട്രോപ്പിക്കൽ സൈക്ലോണിലേക്കാണ്. ട്രോപ്പിക്കൽ സൈക്ലോൺ എന്ന് പറയുന്നത് നമ്മൾ കൂടുതലും ട്രോപ്പിക്കൽ ഏരിയാസിൽ ആണ് കാണപ്പെടുന്നത്. കാരണം ഇത് ഉണ്ടാവാനായിട്ട് ഒരു നിശ്ചിത ടെമ്പറേച്ചർ ഉണ്ടാവേണ്ട അത്യന്താപേക്ഷിതമാണ്. പറയുന്നുണ്ട് ഓവർ 26 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടെങ്കിൽ മാത്രമേ ട്രോപ്പിക്കൽ സൈക്ലോൺ ഫോം ചെയ്യുള്ളൂ. മാത്രമല്ല വേറെ ചില ഫാക്ടേഴ്സ് അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഒന്നാണ് കൊറിയോളിസ് ഫോഴ്സ്. കൊറിയോളിസ് ഫോഴ്സ് ഉള്ള മേഖലകളിൽ മാത്രമേ ട്രോപ്പിക്കൽ സൈക്ലോൺസ് ഫോം ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ഇക്വേറ്ററിൽ ഈ സംഭവം ഫോം ചെയ്യില്ല. കാരണം എന്താ? ഇക്വേറ്ററിൽ കൊറിയോളിസ് ഫോഴ്സ് 0 ആണ്. കാരണം കൊറിയോളിസ് ഫോഴ്സിന്റെ ഫോർമുല എടുത്ത് നോക്കുമ്പോഴത്തേക്ക് അവിടെ സൈൻ തീറ്റ വരുന്നുണ്ട്. സൈൻ തീറ്റ എന്താണെന്നൊക്കെ നിങ്ങൾ ആലോചിച്ച് പേടിക്കണ്ട. സൈൻ തീറ്റ എന്ന് പറയുന്നത്, ഈ തീറ്റ എന്ന് പറയുന്ന ലാറ്റിറ്റ്യൂഡാണ്. അപ്പോൾ ഈ ഇക്വേറ്റർ എന്ന് പറയുന്നത് 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് അല്ലേ. അപ്പൊ സൈൻ 0 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോ കൊറിയോളിസ് ഫോഴ്സ് ഇക്വേറ്ററിൽ 0 ആണ്. അപ്പൊ കൊറിയോളിസ് ഫോഴ്സ് മാക്സിമം എവിടെയുള്ളത്? പോൾസിലാണ്. ബിക്കോസ്
പോൾസ് എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ ആംഗിൾ എന്താ പറയുക, sin 90 ആണ്. sin 90 = 1. സോ കോറിയോളിസ് ഫോഴ്സ് മാക്സിമം എവിടെയാണ്? പോൾസിലാണ്. ഇതിന് വേണ്ട ചില കാര്യങ്ങൾ ഏതൊക്കെയാണ്? കോറിയോളിസ് ഫോഴ്സ് 1, പിന്നെ 26 ഡിഗ്രി ടെമ്പറേച്ചർ. അപ്പോൾ ഈ ഒരു ട്രോപ്പിക്കൽ സോണിലെ സിയിൽ ഏതാണ്ട് 26 ഡിഗ്രി 27 ഡിഗ്രി സെൽഷ്യസ് വന്നു കഴിയുമ്പോൾ അവിടെ ഒരു ലോ പ്രഷർ സോൺ ഫോം ചെയ്യുന്നു. ലോ പ്രഷർ സോണിന് ചുറ്റും ഹൈ പ്രഷർ സോൺ ഉണ്ടാവും നമുക്കറിയാം. അപ്പോൾ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് വിൻസ് പോവാനാണ് സാധ്യത കൂടുതലല്ല അങ്ങനെയാണ് സംഭവിക്കുന്നത്. പക്ഷേ നമുക്കറിയാം എന്താണ്, കൊറിയോളിസ് ഫോഴ്സ് കാരണം ഇതിനൊരു ബെൻഡ് വരുന്നു. അപ്പോൾ ഈ ചുറ്റുമുള്ള ഹൈ പ്രഷർ ലോ പ്രഷറിനെ ചേസ് ചെയ്യുന്ന പോലെ സർക്കുലേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് അത് അപ്ഡ്രാഫ്റ്റിൽ അത് മുകളിൽ പോയി ക്യുമുലോനിംബസ് ക്ലൗഡ്സ് ഫോം ചെയ്ത് അവിടെ മഴയും സംഭവിക്കുന്നു. മാത്രമല്ല ഇത് ഈ ചേസ് ചെയ്യുമ്പോഴത്തേക്ക് ആ വിൻഡ് സ്പീഡ് അവിടെ കൂടുന്നു, നടുക്ക് ലോ പ്രഷർ ഉണ്ടാകുന്നു. ഈ ലോ പ്രഷർ സോൺ നമ്മൾ ഐ ഓഫ് എ സൈക്ലോൺ എന്ന് പറയുന്നു. സോ ഈ ട്രോപ്പിക്കൽ സൈക്ലോൺ ഉണ്ടാവാൻ ആ ഒരു വാട്ടർ കണക്ട് ആവശ്യമാണ്. സോ അത് സീയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഇത് ലാൻഡിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു മോയ്സ്ചർ കണക്ഷൻ അവിടെ സൈക്ലോണിന് കൊടുക്കുന്ന ആ ഒരു മോയ്സ്ചർ കണ്ടന്റ് അവിടെ ഇല്ലാതാകുകയും സൈക്ലോൺ അതിന്റെ ലാൻഡ് ഫോൾ നടത്തുകയും ചെയ്യുന്നു. അപ്പം ലാൻഡിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഇതിന് ആയുസില്ല, ഇത് സീയിലെ സംഭവിക്കുള്ളൂ. അപ്പോൾ ഇത് പോകുന്ന ഡയറക്ഷൻ ഈസ്റ്റ് ടു വെസ്റ്റ് ആണ്, അതെല്ലാവരും ഓർത്തിരിക്കുക. ഓക്കെ, ടെമ്പറേറ്റ് സൈക്ലോൺ ആണെങ്കിൽ വെസ്റ്റ് ടു ഈസ്റ്റ് ആയിരിക്കും, നമ്മൾ അങ്ങോട്ട് പഠിക്കും. ഓക്കെ, സോ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ട്രോപ്പിക്കൽ സൈക്ലോൺ പറയുന്നത് സെന്റർ ഓഫ് എ സൈക്ലോൺ നമ്മൾ പറഞ്ഞു ഐ ഓഫ് എ സൈക്ലോൺ, അവിടെ ലോ പ്രഷർ ഏരിയ ആണ്, അവിടെ ഭയങ്കര കാം ആൻഡ് ക്ലിയർ ആയിരിക്കും. ആൻഡ് ആവറേജ് സ്പീഡ് പറയുന്നത് 120 km/h ആണ്. ഓക്കെ, മൂവ്മെന്റ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ് ആണ്, അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി ടെമ്പറേറ്റ് സൈക്ലോൺ പഠിക്കുന്നതിന് മുന്നായിട്ട് എയർ മാസിനെ പറ്റി പഠിക്കേണ്ടത് ആവശ്യമുണ്ട്. എയർ മാസ് എന്താണ്? എയർ മാസ് വേറെ ഒന്നുമല്ല. ഇപ്പൊ സപ്പോസ് നിങ്ങൾ തണുത്ത ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ, നമുക്ക് ഇപ്പൊ ഐസ് ഉള്ള സ്ഥലം, എക്സാമ്പിൾ നമ്മൾ ഫ്രിഡ്ജിൽ ഐസ് നല്ല തണുപ്പാണെന്ന് അറിയാം, പക്ഷെ അവിടുത്തെ എയറും തണുത്ത എയർ അല്ലേ, അതൊരു എയർ മാസ് ആയിട്ട് നമുക്ക് കണക്കാക്കിക്കൂടെ? അതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്തെങ്കിലും പാൻ നമ്മൾ ഗ്യാസ് സ്റ്റൗവിന്റെ മുകളിൽ വെക്കുകയാണ്, അത് ആ പാൻ ചൂടായി കഴിയുമ്പോൾ അതിന്റെ മുകളിലുള്ള എയറും ഹോട്ട് എയറും കാരണം ആ ഒരു പർട്ടിക്കുലർ ആ ഒരു ഏരിയയും ചൂടായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇതിനെ കുറച്ചുകൂടെ വലിയ ജോഗ്രഫിക്കൽ ഏരിയയിലോട്ട് കൺസിഡർ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമ്മളെ ഭൂമി ഒരു എർത്ത് പാൻ ആണെന്ന് വിചാരിക്കുക, സൂര്യന്റെ ചൂട് വരുന്നു, അത് തീ കൊടുക്കുന്നതാണ് നമ്മൾ വിചാരിക്കുക, സ്റ്റൗവിൽ നിന്നുള്ള തീയായിട്ട് നമ്മൾ ഉപമിക്കുകയാണ്. അപ്പൊ ഒരേ ഏരിയയിൽ ഹീറ്റ് കൊടുത്തോണ്ടിരിക്കുന്നു, അപ്പം അവിടുത്തെ ഹോട്ട് എയർ മാസ് ആയിരിക്കും അവിടെ ഫോം ചെയ്യുക അല്ലെ. നേരെ മറിച്ച് പോളാർ ഏരിയയിൽ സൂര്യന്റെ ചൂടില്ല, അവിടെ ഐസാണ്, തണുപ്പാണ്. അപ്പൊ അവിടെയുള്ള ഒരു എയർ മാസ്, അവിടുത്തെ എയറിനും നല്ല തണുപ്പായിരിക്കും, അത് കോൾഡ് എയർ മാസാണ്. ഓക്കെ, അപ്പൊ ഈ എയർ മാസിനെ പറ്റിയുള്ളൊരു അറിവ് നമുക്ക് ഇവിടെ ആവശ്യമാണ്. എയർ മാസുകൾ ചേർന്ന് എയർ ഫ്രണ്ടുകൾ ഉണ്ടാക്കുന്നത് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ട്രോപ്പിക്കൽ ഏരിയയിൽ ഇച്ചിരി ഹോട്ട് എയർ ആണ്, ഇവിടെ ഇച്ചിരി കോൾഡ് ആണ്. അപ്പൊ ഇവിടെ രണ്ട് എയർ മാസുകൾ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റിങ്ക്യൂഷ്ഡ് ലൈൻ ഉണ്ടല്ലോ, ആ ഒരു ബൗണ്ടറി എന്ന് പറയുന്നതിന് നമ്മൾ എയർ ഫ്രണ്ട് എന്ന് പറയുക. ഈ എയർ ഫ്രണ്ടിലാണ് നമ്മൾ എന്ത് കാണുന്നത്? ടെമ്പറേറ്റ് സൈക്ലോൺസ് കാണുന്നത്. ഇത് എയർ മാസുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമുക്കിനി നേരെ ടെമ്പറേറ്റ് സൈക്ലോണിലേക്ക് പോവാം. എയർ ഫ്രണ്ട്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ എയർ ഫ്രണ്ട്സ് എങ്ങനെയാണ് ഇത് ഇന്ററാക്ട് ചെയ്യുന്നത്, അതിനനുസരിച്ചാണ് നമ്മൾ ടെമ്പറേറ്റ് സൈക്ലോൺ കാണുന്നത്. അപ്പോൾ ഞാൻ ഇത് വീഡിയോ കാണുന്നത്. അപ്പം ഇത് കോൾഡ് ഫ്രണ്ട് ആണ്. കോൾഡ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ കോൾഡ് എയർ വാം എയറിനെ പുഷ് ചെയ്ത് ഫ്രണ്ടിലോട്ട് പോകുന്നതാണ് കാണുന്നത്. കോൾഡ് എയർ വാം എയർ പുഷ് ചെയ്യുമ്പോഴത്തേക്കും വാം എയർ മുകളിലോട്ട് വരുന്നു, ക്യുമുലോനിംബസ് ക്ലൗഡ്സ് ഉണ്ടാവുന്നു. ഓക്കെ, അവിടെ റെയിൻ ഉണ്ടാവുന്നു. ഇതാണ് കോൾഡ് ഫ്രണ്ട്. ആ ഒരു ട്രയാങ്കിൾ വരച്ചിരിക്കുന്നില്ല, അവിടെ എഴുതിയിട്ടുമുണ്ട്. ഇതാണ് കോൾഡ് ഫ്രണ്ട്. ഒന്നുകൂടെ വേണേൽ പ്ലേ ചെയ്യാം. കോൾഡ് ഫ്രണ്ടിലോട്ട് വരുന്നു, വാം എയർ റൈസ് ചെയ്യുന്നു, അവിടെ ക്ലൗഡ് ഉണ്ടാവുന്നു, മഴ പെയ്യുന്നു. ആ ഒരു ബൗണ്ടറി കണ്ടോ, അത് കോൾഡ് ഫ്രണ്ട് ആണ്. ഇനി അടുത്തത് ഒക്ലൂഡഡ് ഫ്രണ്ട്. രണ്ട് കോൾഡ് ഫ്രണ്ടും വാം ഫ്രണ്ടും കൂടെ ഒരുമിച്ച് വന്നിട്ട്
ഇത് മൂവ് ചെയ്ത് ക്യുമുലോ നിംബസ് ക്ലൗഡ്സ് ഉണ്ടായി ഫോം ചെയ്തിരിക്കുകയാണ്. രണ്ടും ഒരുമിച്ച് വരികയാണ്. ഇതിനെയാണ് ഒക്ലൂഡഡ് ഫ്രണ്ട് എന്ന് പറയുന്നത്. ഇനി വാം ഫ്രണ്ട് എന്താ? വാം എയർ ഫ്രണ്ടിലോട്ട് വരുന്നു. വാം എയർ ഫ്രണ്ടിലോട്ട് വന്ന് കോൾഡ് എയർ താഴോട്ട് സബ്സൈഡ് ചെയ്ത്, കാരണം അതിന് ഡെൻസിറ്റി ഇച്ചിരി കൂടുതലാണ് അല്ലെ, താഴോട്ട് നിൽക്കുന്നു. വാം എയർ ഫ്രണ്ടിലോട്ട് വന്ന് ക്ലൗഡ്സ് ഫോം ചെയ്യുന്നു, മഴ പെയ്യുന്നു. ഓക്കെ, ഇതാണ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഫ്രണ്ട്സ്. അപ്പൊ നമ്മൾ ടെമ്പറേറ്റ് സൈക്ലോൺ ആണ് നോക്കുന്നത്. അപ്പോൾ ഈ പോളാർ ഈ ഒരു ഏരിയ കോൾഡ് ആണെന്ന് വിചാരിക്കാം, ട്രോപ്പിക്സ് നിന്ന് വരുന്നത് ഹോട്ട് എയർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെ ഒരു ഫ്രണ്ട് ഫോം ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ കോൾഡ് എയർ ഹൈ പ്രഷർ ആണ്, ഇത് ലോ പ്രഷർ ആണ്. ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലോട്ടാണ് എപ്പോഴും വിൻഡ് മൂവ്മെന്റ്സ് നടക്കുന്നത്. അപ്പൊ ഇവിടെ കോൾഡ് എയർ വാം എയറിനെ ചേസ് ചെയ്യും. ഇത് ഉണ്ടോ, ഈ ചേസ് ചെയ്യുന്ന പിക്കാണ് കാണിച്ചിരിക്കുന്നത്. ചേസ് ചെയ്ത് ഇത് രണ്ടും ഒക്ലൂഡഡ് ഫ്രണ്ട് ആവും, എന്നിട്ട് അത് ഡിസിപ്പേറ്റ് ചെയ്യും. ഈ ചേസ് ചെയ്ത ഒരു പ്രക്രിയയാണ് ടെമ്പറേറ്റ് സൈക്ലോൺ ആയിട്ട് കാണുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് എ ഫോർമേഷൻ ഓഫ് ടെമ്പറേറ്റ് സൈക്ലോൺ. അപ്പൊ ഇത് വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലോട്ടാണ് പോകുന്നത്, മറ്റേതോ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലോട്ടാണ് വരുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ വാക്കർ സർക്കുലേഷൻ ആണ് നോക്കുന്നത്. വാക്കർ സർക്കുലേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ പസഫിക് ഏരിയ നമ്മൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യാം. പസഫിക് ഇത് ഈ ഒരു പിക്കില് ഈ കാണുന്നത് ഇക്വേറ്റർ ആണ് കേട്ടോ, ഈ ലൈൻ വരച്ചിരിക്കുന്നത്. ഈ കാണുന്നതാണ് പസഫിക് ഓഷൻ. നമ്മുടെ സൗത്ത് അമേരിക്കയുണ്ട്, ഇവിടെ ഓസ്ട്രേലിയ ഉണ്ട്. ഇപ്പൊ നോർമൽ സ്ഥിരം സംഭവിക്കുന്ന ഒരു സർക്കുലേഷൻ ഓഫ് മൂവ്മെന്റ് ഉണ്ട്, വിൻഡ് മൂവ്മെന്റ്, ഈ പറയുന്ന ഓഷ്യൻ കറൻസിന്റെ മൂവ്മെന്റ്. ഓഷ്യൻ ഇപ്പൊ നമ്മള് പ്രഷർ ബെൽറ്റ് അതിന്റെ ലോ പ്രഷർ ഹൈ പ്രഷറിനനുസരിച്ച് വിൻഡ് മാറുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെയാണ് ഓഷ്യനിൽ ഓഷ്യൻ കറൻസ് ഉണ്ടാവുന്നത്, അതിന്റെ വെള്ളത്തിന്റെ മൂവ്മെന്റ്സ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കുന്ന ഒരു സ്ഥിരം ക്ലൈമാറ്റിക് പാറ്റേൺ ഉണ്ട്. അതാണ് വാക്കർ സർക്കുലേഷൻ. അത് എങ്ങനെയാണുള്ളതെന്നാണ് നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പറയുന്ന ഈ പസഫിക് ഓഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ നമുക്കറിയാലോ എങ്ങനെയാണ് വിൻഡ് പാറ്റേൺസ് വരുന്നതെന്ന്. വിൻഡ് പോലെ തന്നെ ഈ പറയുന്ന ഓഷ്യൻ റിവേഴ്സും ഈ ഓഷ്യൻ റിവേഴ്സ് അല്ല, ഓഷ്യൻ കറൻസും ഈ ഒരു പാറ്റേണിൽ തന്നെയാണ് മൂവ് ചെയ്യുന്നത്. ട്രേഡ് വിൻഡ്സ് കൊണ്ടുവരുന്ന ഓഷ്യൻ കറൻസ് ഈ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് വന്നു ചേരുകയാണ് ചെയ്യുന്നത് അല്ലേ. ഈ ചൂട് കാരണം ഈ ട്രേഡ് വിൻഡ്സ് വരുന്നു, ട്രേഡ് വിൻഡ്സ് ഇക്വേറ്ററിലേക്ക് വെള്ളത്തിനെ കൊണ്ടുവരുന്നു. അപ്പൊ ഇവിടെയുള്ള ചൂടുവെള്ളം ഈ വിൻഡ്സ് ഇവിടെ കൊണ്ടുവച്ച് അക്യൂമുലേറ്റ് ചെയ്യുന്നു, ഓസ്ട്രേലിയയുടെ സൈഡിൽ അക്യൂമുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ചൂട് വെള്ളം എന്ന് പറയുമ്പോൾ ചൂടായിട്ടുള്ള കറൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ലോ പ്രഷറാണ്. ലോ പ്രഷർ പയ്യെ അക്യൂമുലേറ്റ് ചെയ്ത് പൊങ്ങി ക്യുമുലോ നിംബസ് ക്ലൗഡ്സ് ആയി അവിടെ മഴ പെയ്യുന്നു. നേരെ ഇത് ഈ ഒരു ഹൈ പ്രഷർ സോണിലേക്ക് കൺവേർജ് ചെയ്ത് വീഴുന്നു. ഓക്കെ, സോ ഇതാണ് ഈ ഒരു സർക്കുലേഷൻ ആണ് നമ്മൾ വാക്കർ സർക്കുലേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു പെർട്ടിക്കുലർ പസഫിക് ഓഷ്യനില് ട്രേഡ് വിൻഡ്സ് കൊണ്ടുവരുന്ന ചൂട് വെള്ളം ഓസ്ട്രേലിയയുടെ ഈ ഒരു ഭാഗത്തേക്ക് ഈസ്റ്റേൺ പസഫിക്കിൽ അക്യൂമുലേറ്റ് ചെയ്യുകയും അവിടെ നിന്ന് ക്യുമുലോ നിംബസ് ക്ലൗഡ്സ് ആയിട്ട് ആ ഒരു ഭാഗത്ത് മഴ പെയ്യുകയും ചെയ്യുന്നു. അത് നമ്മുടെ ഇന്ത്യ ആ ഒരു ലൊക്കേഷൻ, ഓസ്ട്രേലിയ ഇന്ത്യ ആ ഒരു ലൊക്കേഷനിലൊക്കെ നമുക്ക് മഴ കിട്ടുന്നു. നേരെ ഇത് സബ്സൈഡ് ചെയ്യുന്ന എങ്ങോട്ടാണ്? സൗത്ത് അമേരിക്കയിലോട്ടാണ്. ഓക്കെ, സോ ഇതാണ് നോർമൽ വാക്കർ സർക്കുലേഷൻ. ഓക്കെ, ഇത് എന്നിട്ട് അപ്വെല്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ കോൾഡ് എയറും നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കൺവെക്ഷൻ ബെൽറ്റ്, ഈ ഹോട്ട് എയർ മുകളിലോട്ട് വരുന്നു, പിന്നെ കോൾഡ് എയർ താഴോട്ട് വരുന്നു, ഇങ്ങനെ ഇതൊരു സർക്കുലേഷൻ ആയിട്ട് പോകുന്നു. ഓക്കെ, അതാണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. ഈ അപ്വെല്ലിംഗ് പല കാര്യങ്ങൾക്കും ഗുണപ്രദമാണ്. ന്യൂട്രിയൻസ്, നമ്മൾ അണ്ടർ വാട്ടർ ന്യൂട്രിയൻസ് മുകളിലോട്ട് എത്തുന്നു, അതുവഴി മത്സ്യസമ്പത്ത് ഒരുപാട് ഉണ്ടാവുന്നു. ഓക്കെ, അതിനൊക്കെ ഗുണപ്രദമാണ് ഈ പറയുന്ന അപ്വെല്ലിംഗ് എന്ന് പറയുന്ന കാര്യം. സോ ഇത് ന്യൂട്രൽ കണ്ടീഷനിൽ നടക്കുന്ന കാര്യമാണ്. ഇതിനാണ് വാക്കർ സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഈ വാക്കർ സർക്കുലേഷൻ അതിന്റെ കുറച്ചും കൂടെ ഇന്റൻസ്ഡ് ഫോം ആണ് ലാനിന. ഇപ്പൊ ലാനിന കാരണം ഇന്ത്യയിലൊക്കെ നമുക്ക് മഴ കിട്ടും. ഇന്ത്യ, ഓസ്ട്രേലിയ ആ ഒരു ഭാഗത്തൊക്കെ മഴ കിട്ടും. നേരത്തെ പറഞ്ഞ വാക്കർ സർക്കുലേഷൻ തന്നെ കുറച്ചുകൂടെ എക്സ്ട്രീംലി സ്ട്രോങ് ആയി മാറുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, സോ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഓസ്ട്രേലിയയുടെ ഭാഗം കുറച്ച് വാമർ ആവുകയാണ് ചെയ്യുന്നത്. ഈ സൗത്ത് അമേരിക്കയുടെ ഭാഗം കുറച്ചുകൂടെ ഹൈ പ്രഷർ കോൾഡർ ആവുകയാണ്. ഇവിടെയൊക്കെ ഡ്രൗട്ട് വരാനുള്ള ചാൻസസ് കൂടുതലാണ്.
ഇത് കാരണം ഓസ്ട്രേലിയ, ഇന്ത്യ ആ റീജിയൻസിലെല്ലാം മഴ കിട്ടും. റെയിനി സീസൺ ആണ്. ഓക്കെ, ഫ്ലഡ്സ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ലാനിനയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് എൽ നിനോ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ട്രേഡ് വിൻസ് ഈ പറയുന്ന ഹോട്ട് വാട്ടറിനെ ഓസ്ട്രേലിയയുടെ ഭാഗത്തേക്ക് അക്യൂമുലേറ്റ് ചെയ്യുന്നു. ഈ ട്രേഡ് വിൻസിന്റെ സ്ട്രെങ്ത് ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ അക്യൂമുലേഷൻ പയ്യെ ഓസ്ട്രേലിയയുടെ അവിടെ നിന്ന് സൗത്ത് അമേരിക്കയിലാവും. ഇപ്പൊ എന്താ സംഭവിക്കുക? ഓസ്ട്രേലിയ, ഏഷ്യ, ഇന്ത്യ ഈ ഭാഗത്തൊക്കെ ഡ്രൗട്ട് ആയിരിക്കും, മഴ കിട്ടില്ല. ഓക്കെ, സോ ഇതാണ് എൽ നിനോ എന്ന് പറയുന്നത്. ലാനിനയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ് എൽ നിനോ. ഓക്കെ, അപ്പൊ ലാനിനയുടെ ഒരു ഓപ്പോസിറ്റ് വേർഷൻ ആണ് എൽ നിനോ. സൗത്ത് അമേരിക്കൻ കോസ്റ്റൽ വാട്ടേഴ്സ് അകാരണമായി ചൂടാവുകയും ആ ഒരു ഭാഗത്ത് മഴ കൂടുതലായിട്ട് കിട്ടുകയും ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ എഫക്ട് ഓഫ് എൽ നിനോ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ഇന്ത്യൻ ഭാഗത്തൊക്കെ ഡ്രൗട്ടാണ് ഉണ്ടാവുന്നത്, ഇവിടെ ഇൻക്രീസ്ഡ് പ്രസിപ്പിറ്റേഷൻ ഉണ്ടാവുന്നു. പക്ഷേ എല്ലാ തവണയും എൽ നിനോ സംഭവിക്കുമ്പോഴത്തേക്കും ഇന്ത്യയിൽ ഡ്രൗട്ട് ഉണ്ടാവും? എല്ലാ സമയം അങ്ങനെ ഡ്രൗട്ട് ഉണ്ടാവില്ല. 1997 എൽ നിനോ വന്നപ്പോഴത്തേക്കും ഇന്ത്യയിൽ അത്ര ഡ്രൗട്ട് ഒന്നും ഉണ്ടായില്ല. ഇന്ത്യയിൽ അത്യാവശ്യം പ്രസിപ്പിറ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിനൊരു കാരണമാണ് ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ സംഭവിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ ആണ്. ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ തന്നെ അവിടുത്തെ ഈ നമ്മൾ പസഫിക്കിൽ കണ്ട പോലെയുള്ള ആ ഒരു ടെമ്പറേച്ചർ ചേഞ്ച് ഇവിടെയും സംഭവിക്കുന്നു. ഓക്കെ, ഈ ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ തന്നെ പോസിറ്റീവ് ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. അപ്പൊ ഈ പോസിറ്റീവ് ഫേസ് എന്ന് പറയുമ്പോഴത്തേക്ക് ആഫ്രിക്കൻ റീജിയൻ, ഇന്ത്യ, ആഫ്രിക്ക ഈ സൈഡ്, അതായത് ഈസ്റ്റേൺ സൈഡ് വാമർ ആവുകയും ഓസ്ട്രേലിയയുടെ ഈ സൈഡ് കൂളർ ആവുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ കൂടുതലും മഴ കിട്ടും, ഇവിടെ ഇൻക്രീസ്ഡ് കൺവെക്ഷനാണ്. സോ ഇതാണ് പോസിറ്റീവ് ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ. നെഗറ്റീവ് വരികയാണെങ്കിൽ നേരെ തിരിഞ്ഞു വരും. ഇത് ഓസ്ട്രേലിയ സൈഡ് വാമർ ആവുകയും ഈ ഭാഗത്ത് മഴ കൂടുതൽ കിട്ടുകയും ചെയ്യും. ഇവിടെയാണെങ്കിൽ മഴ കുറവ്, കാരണം ഇവിടെ കൂളാണല്ലോ. അപ്വെല്ലിങ്, ഇതാണ് അപ്വെല്ലിങ്. ഐ മീൻ കോൾഡ് വന്നിട്ട് ഈ സർക്കുലേഷൻ ആയി പോകുന്നത്. കോൾഡർ എയർ നേരെ തിരിച്ച് ഡൗൺ വെല്ല് ചെയ്ത് ഈ ഭാഗത്തോട്ട് വരുന്നു, പിന്നെ അത് അപ്പ് വെല്ല് ചെയ്ത് വരുന്നു. ഇതിനെയാണ് നമ്മൾ അപ്പ് വെല്ലിംഗ് എന്ന് പറയാം. ന്യൂട്രിയൻസ് എക്സ്ചേഞ്ച് ഉണ്ടാവും അപ്പ് വെല്ലിംഗ് സംഭവിക്കുമ്പോൾ. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. 2024 ഒരു ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് ജിയോഫിസിക്കൽ ഫിനോമിന: ഡെവലപ്മെന്റ് ഓഫ് എ ഫോൾട്ട്, മൂവ്മെന്റ് അലോങ് എ ഫോൾട്ട്, ഇമ്പാക്ട് പ്രൊഡ്യൂസ്ഡ് ബൈ വോൾക്കാനിക് ഇറപ്ഷൻ, ഫോൾഡിംഗ് ഓഫ് റോക്സ്. വിച്ച് ഓഫ് ദ എബോവ് കോസസ് എർത്ത് ക്വേക്ക്? ഏതൊക്കെ ഉണ്ടാവും? എല്ലാം ഉണ്ടാവും. ഫോൾട്ടിൽ ഉണ്ടാവില്ല എർത്ത് ക്വേക്ക്, കാരണം ഫോൾട്ട് വഴിയാണല്ലോ എർത്ത് ക്വേക്ക് വരുന്നത് തന്നെ. മൂവ്മെന്റ് അലോങ് എ ഫോൾട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും. പിന്നെ എന്താണ് വോൾക്കാനിക് ഇറപ്ഷൻ? നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, റിംഗ് ഓഫ് ഫയറിൽ വോൾക്കാനോ ഉണ്ടാവുന്ന സ്ഥലത്ത് തന്നെ എർത്ത്ക്വേക്ക് ആൻഡ് വോൾക്കാനിസം ഒരുമിച്ച് ഉണ്ടാവുന്ന കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫോൾഡിംഗ് ഓഫ് റോക്സ്, ഫോൾഡിംഗ് ഓഫ് റോക്സ്, രണ്ട് മലനിരകൾ ഒരുമിച്ച് വന്ന് ഫോൾഡ് ചെയ്യുമ്പോൾ അവിടെ സീസ്മിക് ആക്ടിവിറ്റി നടക്കുന്നുണ്ട്, എർത്ത്ക്വേക്ക് നടക്കുന്നുണ്ട്. ഓക്കെ, വോൾക്കാനിസം അവിടെ നടക്കുമോ? ഫോൾഡിംഗിൽ ഓഫ് കോഴ്സ് വോൾക്കാനിസം നടക്കും. പക്ഷെ എന്തുകൊണ്ട് ഹിമാലയത്തിൽ നടക്കുന്നില്ല? അവിടുത്തെ കോണ്ടിനെന്റൽ ക്രസ്റ്റിന് തിക്നെസ് ഭയങ്കര കൂടുതലാണ്. ഇൻ കേസ് അതിന്റെ താഴെ വോൾക്കാനിക് ലാവ ഉണ്ടെങ്കിലും അത് മുകളിലോട്ട് എത്താൻ പറ്റുന്ന രീതിയിൽ എത്താൻ പറ്റാത്ത രീതിയിലുള്ള തിക്നെസ് ആണ് ഈ പറയുന്ന ഹിമാലയത്തിനുള്ളത്. അതുകൊണ്ടാണ് അവിടെ മിക്കപ്പോഴും അവിടെ വോൾക്കാനിസം നടക്കാത്തത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ റിച്റ്റർ സ്കെയിൽ ഇസ് എ ലോഗരിതമിക് സ്കെയിൽ ആൻഡ് സോ ആൻ ഇൻക്രീസ് ഓഫ് 1 മാഗ്നിറ്റ്യൂഡ് യൂണിറ്റ് represents a factor of 10 times in amplitude. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് നോക്കിയേ. ഈച്ച് ഇന്റിജർ റീഡിംഗ് ഓഫ് റിച്റ്റർ സ്കെയിൽ ഹാസ് എനർജി 100 times ദാറ്റ് ഓഫ് പ്രീവിയസ് ഇന്റിജർ റീഡിംഗ്. ഇവിടെ 100 times എനർജി 100 times എന്ന് പറയുന്ന ഒരു എക്സാജറേറ്റഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഇത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ 1 only ആണ് ഉത്തരം. സീസ്മിക് ഗ്യാപ്സ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നു. എന്താ സീസ്മിക് ഗ്യാപ്സ് എന്ന് പറയുന്നത്? പാർട്ട് ഓഫ് പ്ലേറ്റ് ബൗണ്ടറീസ് ഇൻ ഓഷ്യൻസ് വേർ സുനാമി ഒക്കെ. സുനാമി ആണോ? അല്ല. sections of plate boundaries that have ruptured repeatedly in recent part. അല്ല, ruptured ഒന്നും അല്ല. sections of plate boundaries that have not ruptured in recent part. അതാണ് ഉത്തരം. ഓക്കെ, പ്ലേറ്റ് ബൗണ്ടറീസ് ഹാവ് നോ വോൾക്കാനിക് ആക്ടിവിറ്റി. ആണോ? വോൾക്കാനിക് ആക്ടിവിറ്റി ഇല്ലാത്തതാണ് സീസ്മിക് ഗ്യാപ്പ് എന്ന് പറയുന്നത്. അല്ല. ഇനി അടുത്ത 2001 ഒരു ക്വസ്റ്റ്യൻ നോക്കാം. മോസ്റ്റ് മാഗ്മാസ് ആർ കോമ്പിനേഷൻ ഓഫ് ലിക്വിഡ്, സോളിഡ് ആൻഡ് ഗ്യാസ്. ആണല്ലോ, ലിക്വിഡ്, സോളിഡ് ആൻഡ് ഗ്യാസിന്റെ കോമ്പിനേഷൻ ആണ് മാഗ്മ എന്ന് പറയുന്നത്.
വാട്ടർ വേപ്പർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആർ പ്രിൻസിപ്പൽ ഗ്യാസസ് ഡിസോൾവ്. ഓഫ് കോഴ്സ് ഉണ്ടാവും. വാട്ടർ വേപ്പറും കാർബൺ ഇല്ലാതിരിക്കാൻ വേറെ കാരണങ്ങളൊന്നുമില്ലല്ലോ. ബസാൾട്ടിക് മാഗ്മ ഇസ് ഹോട്ടർ ദാൻ സിൽക്കിക് മാഗ്മ. നമ്മൾ നേരത്തെ നോക്കി. ബസാൾട്ടിക് മാഗ്മ ഇസ് ഹോട്ടർ. The magma solidified between sedimentary rocks in a horizontal position is called dike. ആണോ? അല്ല, അത് സില്ലല്ലേ. ഹൊറിസോണ്ടൽ പൊസിഷനിലുള്ള സില്ലും വെർട്ടിക്കൽ ആണ് ഡൈക്ക് അല്ലേ? അപ്പൊ ഇത് തെറ്റ്. 4 പോയി. 1 2 3 ഉത്തരം. അപ്പോ ഇതോടെ ജിയോമോർഫോളജി അവസാനിച്ചിരിക്കുന്നു. ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ്. ഡൗട്ട് വരുന്ന പോർഷൻസ് പിന്നെയും നോക്കി ക്ലാരിറ്റി ഉറപ്പുവരുത്തുക. താങ്ക് യു.